Praise the Lord. ഹല്ലേലൂയ. Hallelujah. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ನಾವು ಕರಗಳನ್ನು ಎತ್ತಿ ದೇವರನ್ನ ಸ್ತುತಿಸೋಣ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಕರ್ತನ ಪರಿಶುದ್ಧ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെ കാണുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ಈ ದಿನದಲ್ಲಿ ನಿಮ್ಮನ್ನು ನೋಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ದಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഒരിക്കൽ കൂടെ വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ದೇವರು ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಮತ್ತೊಂದು ಸಾರಿ ಬರುವುದಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ದಕ್ಕಾಗಿ ದೇವರನ್ನ ಸ್ತುತಿಸ್ತೇನೆ. ദൈവ വചന ധ്യാനത്തിനായി ഒരു വാക്യം നമുക്ക് വായിക്കാം. ದೇವರ ವಾಕ್ಯದ ಧ್ಯಾನಕ್ಕಾಗಿ ಒಂದು ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. സങ്കീർത്തനങ്ങൾ 78 സങ്കീർത്തനം, ಕೀರ್ತನೆಗಳು 78ನೇ ಅಧ್ಯಾಯ 23 വാക്യം വായിക്കാം. 78ನೇ ಅಧ್ಯಾಯ 23ನೇ ವಾಕ್ಯ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ಆತನು ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟು. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ಒಂದು ನಿಮಿಷ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവേ, പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ಕರ್ತನೇ, ಪರಿಶುದ್ಧನಾದ ದೇವರೇ, ಸ್ವರ್ಗೀಯ ತಂದೆಯೇ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ಒಳ್ಳೆಯ ಸಮಯಕ್ಕಾಗಿ ಕೃತಜ್ಞತೆಯಿಂದ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇವೆ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടെ അടുത്തു വരികയാണ്. ನಿನ್ನ ಸನ್ನಿಧಾನಕ್ಕೆ ಮತ್ತೊಂದು ಸಾರಿ ನಾವು ಬರುತ್ತೇವೆ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ഞങ്ങളോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി ഉണ്ടായിരുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ಕಳೆದ ಒಂದು ವಾರವೆಲ್ಲವೂ ದೇವರ സാന്നിധ്ಯವು ನಮ್ಮೊಂದಿಗೆ ಇದ್ದಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇವೆ. കഴിഞ്ഞ ഒരാഴ്ച അത്ഭുതകരമായി ദൈവം ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി നന്ദി പറയുന്നു കർത്താവേ. ಕಳೆದ ಒಂದು ವಾರವಲ್ಲ ದೇವರು ನಮ್ಮನ್ನು ನಡೆಸಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇವೆ. അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ സാന്നിധ്യത്തിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ನಿನ್ನ ಪ್ರೀತಿಗಾಗಿ ನಿನ್ನ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇವೆ. കടന്നു വന്ന ഞങ്ങളുടെ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ಸೇರಿ ಬಂದಂತ ಜನರನ್ನ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ಈ ಶಬ್ದವನ್ನ ಕೇಳುತ್ತಿರುವಂತವರೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಿ ನಾವು ಪ್ರಾರ್ಥಿಸ್ತೇವೆ. സമാധാനം നഷ്ടപ്പെട്ടവരായ ആരെങ്കിലും ഇന്ന് പകൽ ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് സമാധാനം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ಸಮಾಧಾನ ನಷ್ಟಪಟ್ಟವರು ಯಾರಾದರೂ ಈ ಶಬ್ದವನ್ನ ಕೇಳುವುದಾದರೆ ಅವರಿಗೆ ಸಮಾಧಾನವನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ಆಜ್ಞೆ ಮಾಡಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. എല്ലാവരെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലിരുത്തണമേ. ಎಲ್ಲರನ್ನು ದೇವರ ಸಾನ್ನಿಧ್ಯದ ಮರೆಯಲ್ಲಿ ಮರೆ ಮಾಡು. വചനം സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമേ. ವಾಕ್ಯವನ್ನ ಮಾತಾಡುವುದಕ್ಕೆ ನಮ್ಮನ್ನ ಬಲಪಡಿಸು. പരിഭാഷ ചെയ്യാൻ ഞങ്ങളുടെ ദാസനെ ശക്തീകരിക്കണമേ. ಭಾಷಾಂತರ ಮಾಡುವುದಕ್ಕಾಗಿ ತನ್ನ ದಾಸನನ್ನ ಶಕ್ತಿಪಡಿಸು. അത്ഭുതകരമായ വിടുതലുകൾ ഇന്ന് പകൽ ചെയ്യണമേ കർത്താവേ. ಅದ್ಭುತಕರವಾದಂತ ಬಿಡುಗಡೆನ ಈ ಅಗಲು ಸಮಯದಲ್ಲಿ ಮಾಡು. തകർന്ന മനസ്സുകളെ പണിയണമേ കർത്താവേ. ಮುರಿದ ಮನಸ್ಸನ್ನ ಕಟ್ಟು ಕರ್ತನೆ. ആശ്വാസം നൽകി കൊടുക്കണമേ കർത്താവേ. ನೀನು ಕರ್ತನೆ ಸಂತೈಸುವಿಕೆಯನ್ನು ಒದಗಿಸು. ചെയ്യണമേ കർത്താവേ. ಬಿಡುಗಡೆಯನ್ನು ಮಾಡು ಕರ್ತನೆ. ആത്മീക ശുശ്രൂഷകൾക്ക് വിരോധമായി നിൽക്കുന്ന സകല ദുഷ്ടശക്തികളെയും ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. ಆತ್ಮಿಕ ಸೇವೆಗೆ ವಿರೋಧವಾಗಿರುವಂತಹ ದುಷ್ಟ ಶಕ್ತಿಗಳನ್ನ ಗದರಿಸಿ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്മേൽ ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಜಯವನ್ನ ಕಲ್ಪಿಸಿ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. എല്ലാ മേഖലകളിലും ഞങ്ങളുടെ സാന്നിധ്യം പകരണമേ. ಎಲ್ಲ ಮೇಘಗಳಿಗೆ ಸಾನ್ನಿಧ್ಯವನ್ನ ಸುರಿಸು. യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆಯೇ. ആമേൻ. ಆಮೇನ್. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಎತ್ತಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. ಸೇರಿ ಬಂದಂತ ಎಲ್ಲರಿಗೂ ಮತ್ತೊಂದು ಸಾರಿ ವಂದನೆಯನ್ನು ഇവിടെയുള്ള ദൈവദാസന്മാർക്ക് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ಇಲ್ಲಿರುವಂತಹ ದೇವರ ಸೇವಕರಿಗೆ ಪ್ರತ್ಯೇಕ ವಂದನೆ. വചന ശുശ്രൂഷ പരിഭാഷ ചെയ്യുന്ന ജോൺസൺ പാസ്റ്റർക്ക് വന്ദനം അറിയിക്കുന്നു. ಅಂದರೆ ವಾಕ್ಯವನ್ನ ಭಾಷಾಂತರ ಮಾಡುವಂತ ಜಾನ್ಸನ್ ಪಾಸ್ಟರ್ಗೂ ವಂದನೆ ತಿಳಿಸ್ತೇನೆ. ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ದೇವರ ದೊಡ್ಡ ಕೃಪೆಗಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇವೆ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും എനിക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ಕಳೆದ ಒಂದು ವಾರವೆಲ್ಲವೂ ದೇವರು ನಿಮ್ಮೊಂದಿಗೆ ಇರುವುದಕ್ಕೆ ಭಾಗ್ಯತೆಯನ್ನು ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇವೆ. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച കാണുന്നത്. ಮೊಟ್ಟ ಮೊದಲನೇದಾಗಿ ಕಳೆದ ಭಾನುವಾರ ನೀವು ಮೊದಲಿಗೆ ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച കാണുന്നത്. ನಾನು ಕೂಡ ನಿಮ್ಮನ್ನ ಭಾನುವಾರನೇ ಮೊದಲನೇದಾಗಿ ನೋಡಿದ್ದು. എന്നാൽ നമ്മൾ രണ്ടു കൂട്ടരെയും പണ്ടേ കണ്ടൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ನಮ್ಮ ಇಬ್ಬರನ್ನ ಮೊದಲೇ ನೋಡಿದಂತ ಕರ್ತನ್ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಎತ್ತಿ ಶಕ್ತಿಯಿಂದ ಸ್ತೋತ್ರ ಮಾಡೋಣ. നമ്മെ അറിയുന്ന നല്ല ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ನಮ್ಮನ್ನು ತಿಳಿಯುವ ದೇವರ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ. എൻ്റെ പേര് സാബു എന്നാണ്. ನನ್ನ ಹೆಸರು ಸಾಬು ಎಂಬುದಾಗಿ. എൻ്റെ സ്വദേശം കേരളത്തിൽ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ನಾನು ಕೇರಳ ಭಾಗದ ಕೋಟೆ ಎಂಬ ಸ್ಥಳದಲ್ಲಿದ್ದೇನೆ. അവിടെ കുട്ടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പ്രാരംഭ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. കുട്ടനാട് ಎಂಬ ಪ್ರಾರಂಭದ ಭಾಗದಲ್ಲಿ ನಾನು ವಾಸವಾಗಿದ್ದೇನೆ. അത് കുമരങ്കരി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ಅದರ ಸ್ಥಳದ ಹೆಸರು ಕುಮನಕೇರಿ ಅಂತ. എനിക്ക് പിതാവ് മാതാവ്, ನನಗೆ ತಂದೆ ತಾಯಿ, 3
ഞങ്ങൾ 3 മക്കളാണ്. ನಾವು 3 ಮಕ್ಕಳಾಗಿದ್ದೇವೆ. ഞാൻ ഏറ്റവും ഇളയതാണ്. ನಾನು ಕಿರಿಯವನು. എൻ്റെ മൂത്തത് ജ്യേഷ്ഠനാണ്. ನನಗೆ ಹಿರಿಯವರು ಅಣ್ಣ. അതിൻ്റെ മൂത്തതാണ് എൻ്റെ ചേച്ചി. ಅದಕ್ಕಿಂತ ಹಿರಿಯವರು ಅಕ್ಕ ಇದ್ದಾರೆ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും പാസ്റ്ററാണ്. ನನ್ನ ಅಕ್ಕನ ಗಂಡನು ಕೂಡ ಪಾಸ್ಟರ್ ಆಗಿದ್ದಾರೆ. അവര് ബീഹാറിൽ സുവിശേഷ വേല ചെയ്യുന്നു. ಅವರು ಬಿಹಾರಿನಲ್ಲಿ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. അവിടെ ശക്തമായ ഒരു ദൈവിക വേല നടക്കുന്നു. ಅಲ್ಲಿ ಶಕ್ತಿಯುತವಾಗಿ ದೇವರ ಕೆಲಸ ನಡೀತಾ ಇದೆ. 300-ഓളം വിശ്വാസികൾ അവിടെ കൂടി വരുന്നു. ಒಂದು 300ರಷ್ಟು ವಿಶ್ವಾಸಿಗಳು ಬರ್ತಾ ಇದ್ದಾರೆ. അനേകം ആളുകൾ വന്ന് അവിടെ വിടുതൽ പ്രാപിക്കുന്നു. ಅನೇಕ ಜನರು ಬಂದು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಾ ಇದ್ದಾರೆ. എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡിന്റെ പേരും ജോൺസൺ എന്നാണ്. ಅಂದ್ರೆ ಇವರ ಅಕ್ಕನ ಗಂಡನ ಹೆಸರು ಜಾನ್ಸನ್ ಎಂಬುದಾಗಿ. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ಅವರನ್ನ ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸಿರಿ. അവർക്ക് 4 മക്കളുണ്ട്. ಅವರಿಗೆ 4 ಮಕ್ಕಳಿದ್ದಾರೆ. 3 പെണ്ണും ഒരാണുമാണ്. 3 ಹೆಣ್ಣು ಮಕ್ಕಳು, ಒಂದು ಗಂಡು ಮಗು. മൂത്ത മകളുടെ പേര് നവോമി എന്നാണ്. ಮೂತ ಮಗಳ ಹೆಸರು ನವೋಮಿ. അവളെ ഇപ്പോൾ ടൈഫോയിഡിനാൽ ഭാരപ്പെടുന്നു. നിങ്ങൾ അവളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ಈಗ ಟೈಫಾಯ್ಡ್ ಜ್ವರದಿಂದ ಬಾಧೆ ಅನುಭವಿಸ್ತಾ ಇದ್ದಾಳೆ. ಅವಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. അതിന്റെ ഇളയാളുടെ പേര് ഹന്ന എന്നാണ്. ಅದು ಎರಡನೇ ಹೆಸರು ಅಣ್ಣಳು ಎಂಬುದಾಗಿ. അതിന്റെ ഇളയതിന്റെ പേര് എസ്തേർ എന്നാണ്. ಅದು ಮೂರನೇದು ಎಸ್ತೇಳ್ ಎಂಬುದಾಗಿ. ഏറ്റവും ഇളയതാണ് മകൻ. അവന്റെ പേര് നോഹ എന്നാണ്. ಅಂದ್ರೆ ಮಗನ ಹೆಸರು ನೋಹ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവരുടെ അവിടുത്തെ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ಅವರನ್ನ ಅವರ ಸೇವೆಯನ್ನ ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸಿರಿ. ഒരു 1.5 വർഷം മുമ്പ് എൻ്റെ പിതാവ് പ്രിയം വെച്ച നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ಒಂದೂವರೆ ವರ್ಷಗಳ ಹಿಂದೆ ಇವರ ತಂದೆಯು ನಿತ್ಯದ ಸ್ಥಳಕ್ಕೆ ಹೋದರು. വീട്ടിൽ മാതാവും എൻ്റെ സഹോദരനും ഇപ്പോൾ താമസിക്കുന്നു. ಈಗ ನನ್ನ ತಾಯಿ ನನ್ನ ಸಹೋದರನು ಅಲ್ಲಿ ಕೇರಳದಲ್ಲಿ ವಾಸವಾಗಿದ್ದಾರೆ. ഞാനിപ്പോൾ സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ಈಗ ನಾನು ಸಭಾ ಸೇವೆಯ ಸಂಬಂಧದಲ್ಲಿ കേരളത്തിലെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ആയിരിക്കുന്നു. ಕೊಲ್ಲಂ ಡಿಸ್ಟ್ರಿಕ್ಟ್ ನಲ್ಲಿ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. എൻ്റെ ഭാര്യ ഗ്രേസി. ಇವರ ಹೆಂಡತಿ ಹೆಸರು ಗ್ರೇಸಿ. മൂത്ത മകൾ അന്നാമോളെ ഞങ്ങൾ വിളിക്കും. ಅಣ್ಣ ಮಗಳು ಎಂಬುದಾಗಿ ಕರೀತಾರೆ. ഒഫീഷ്യൽ നെയിം അക്സ എന്നാണ്. ಅಕ್ಸ ಎಂಬ ಹೆಸರು. ഇളയത് ജോബി എന്നാണ് മകനെ വിളിക്കുന്നത്. ಅದು ಜೋಬಿ ಎಂಬುದಾಗಿ ಮಗನನ್ನ ജോബി കുട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും. ನಾವು ಜೋಬಿ ಕುಟ್ಟನ್ ಅಂತ ಕರಿತೀವಿ. അവന്റെ ഒഫീഷ്യൽ നെയിം ബോവസ് എന്നാണ്. ಆತನ ಹೆಸರು ಬೋವಸ್ ಎಂಬುದಾಗಿ. ഞങ്ങളുടെ സഭയെയും ശുശ്രൂഷകളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ನಮ್ಮ ಸಭೆಯನ್ನ ನಮ್ಮ ಕುಟುಂಬವನ್ನ ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸಿರಿ. അവിടെ IPC സഭയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു. IPC ಸಂಬಂಧದಲ್ಲಿ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. അവരുടെ പ്രവർത്തനത്തിനായി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. ಆ ಸೇವೆ ಕುರಿತು ಶಕ್ತಿಯುತವಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ನಿಮಗಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸ್ತೇವೆ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ സത്യം അറിഞ്ഞ ദൈവസന്നിധിയിലായി തീരുവാൻ ദൈവം കൃപ ചെയ്തു. ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲೇ ಸತ್ಯವನ್ನ ತಿಳಿಯುವುದಕ್ಕೆ ದೇವರು ಕೃಪೆ ಕೊಟ್ಟನು. ഒരു CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞങ്ങളുടെ കുടുംബം. CSI ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ನಲ್ಲಿತ್ತು ನಮ್ಮ ಕುಟುಂಬವು. എന്നാൽ എനിക്ക് ഏകദേശം 3 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ തന്നെ എൻ്റെ പിതാവ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. 3 ವಯಸ್ಸು ಇವರಿಗೆ ವಯಸ್ಸಿರುವಾಗಲೇ ಇವರ ತಂದೆ ನಂಬಿಕೆಗೆ ಬಂದರು. അന്ന് മുതലേ ആ ദൈവിക സാന്നിധ്യത്തിൽ വളരുവാൻ ദൈവം കൃപ ചെയ്തു. ಅಂದಿನಿಂದ ಆ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಬೆಳೆಯುವುದಕ್ಕೆ ದೇವರು ಕೃಪೆ ಕೊಟ್ಟರು. ആ വിശ്വാസത്തിലും ആ വചനത്തിലും ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തുവാൻ ദൈവം അവസരം നൽകി. ಆ ನಂಬಿಕೆಯಲ್ಲೂ ವಾಕ್ಯದಲ್ಲೂ ತಂದೆ ತಾಯಿ ನಮ್ಮನ್ನ ಕಲಿಸಿ അവരുടെ ഉപദേശങ്ങളാണ് ഞങ്ങളെ ആത്മീക വഴിയിലേക്ക് സഞ്ചരിപ്പിച്ചത്. ಅವರು ಮಾಡಿದಂತ ಉಪದೇಶಗಳು ನಮ್ಮನ್ನ ಆತ್ಮಿಕವಾಗಿ ನಡೆಸಿತು. വളരെ ചെറുപ്രായത്തിൽ തന്നെ ആത്മീക കാര്യങ്ങളിൽ മുൻപോട്ട് പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲಿ ಆತ್ಮಿಕ ಕಾರ್ಯದಲ್ಲಿ ಬೆಳೆಯುವುದಕ್ಕೆ ದೇವರು ಕೃಪೆ ಕೊಟ್ಟರು. 5ലും 6ലും ഒക്കെ പഠിക്കുമ്പോൾ സൺഡേ സ്കൂളിലും യുവജന പ്രസ്ഥാനങ്ങളിലുമുള്ള പ്രസംഗ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക പതിവായിരുന്നു. ಅಂದ್ರೆ 5-6 ವಯಸ್ಸು ಅಂದ್ರೆ ಸ್ಕೂಲಲ್ಲಿ ಓದ್ತಿರುವಾಗಲೇ ಸಂಡೇ ಸ್ಕೂಲ್ ಸ್ಪರ್ಧೆ, ಯೌವನಸ್ಥರ ಪ್ರಸಂಗದ ಸ್ಪರ್ಧೆಗಳನ್ನ ಮಾಡ್ತಾ ಇದ್ದವು. അങ്ങനെ ലോക്കൽ മേഖല സ്റ്റേറ്റ് തലങ്ങളിൽ സമ്മാനം ലഭിക്കാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ಹಾಗೆ ರಾಜ್ಯ ಮಟ್ಟದಲ್ಲಿ ಹೋಗಿ ಪ್ರಸಂಗದ ಸ್ಪರ್ಧೆಯನ್ನು ಮಾಡುವಾಗ ದೇವರು ಅದಕ್ಕೆ ಬಹುಮಾನ ಕೊಟ್ಟಿದ್ದಾರೆ. അങ്ങനെയാണ് ഞാൻ ഈ ശുശ്രൂഷ രംഗങ്ങളിൽ കൂടുതലായി വളർന്നു വരുവാൻ ദൈവം അവസരമൊരുക്കിയത്. ಹಾಗೆ ಸೇವೆಯ ಭಾಗದಲ್ಲಿ ಹೆಚ್ಚಾಗಿ ಬೆಳೆಯುವುದಕ್ಕೆ ದೇವರು ಕೃಪೆ ಕೊಟ್ಟರು. എൻ്റെ സഭയിലെ ദൈവദാസനും കുടുംബവും എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ಅಂದ್ರೆ ನಮ್ಮ ಸಭೆಯಲ್ಲಿ ದೇವರ ದಾಸರ ಕುಟುಂಬ ಬಹಳ ಅವರು ಸಪೋರ್ಟ್ ಆಗಿದ್ರು. ഞങ്ങളുടെ പാസ്റ്ററുടെ 2 മക്കളുണ്ട്. ഇപ്പോൾ അവർ 2 പേരും പാസ്റ്റർമാരാണ്. ಅಂದ್ರೆ ನಮ್ಮ ಪಾಸ್ಟರ್ 2 ಮಕ್ಕಳಿದ್ದಾರೆ. ಆ 2 ಕೂಡ ಪಾಸ್ಟರ್ ಆಗಿದ್ದಾರೆ. അതിൽ ഒരു പാസ്റ്റർ പേര് സന്തോഷം എന്നാണ്, മൂത്ത മകന്റെ പേര്. ಅಂದ್ರೆ ಒಂದು ಪಾಸ್ಟರ್ ಹೆಸರು, ಹಿರಿಯವರ ಹೆಸರು ಸಂತೋಷ್ ಎಂಬುದಾಗಿ. ആ പാസ്റ്ററിനെ പ്രിയ ജോൺസൺ പാസ്റ്റർക്ക് അറിയാം. ಆ ಪಾಸ್ಟರ್ ನನಗೆ ಕೂಡ ಪರಿಚಯ ಇದ್ದಾರೆ. ജോൺസൺ പാസ്റ്ററിന്റെ കൂടെ ഒരുമിച്ച് ಶಿವಮೊಗ್ಗയിൽ ಚಿಕ್ಕಮಗಳೂರು അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ಅವರು ಚಿಕ್ಕಮಗಳೂರಿನ ಡಿಸ್ಟ್ರಿಕ್ಟ್ ನಲ್ಲಿ ಇದ್ದಂತ ಎನ್ಆರ್ಪುರದಲ್ಲಿ ಅವರು ಸೇವೆ ಮಾಡಿದ್ದಾರೆ. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಆ ಕುಟುಂಬವನ್ನ ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. എൻ്റെ ആത്മീക ശുശ്രൂഷകളിൽ അവർ എനിക്ക് വളരെ കൈത്താങ്ങലായിരുന്നു. ನನ್ನ ಆತ್ಮಿಕ ಸೇವೆಯಲ್ಲಿ ಬಹಳ ಅವರು ಸಹಾಯಕರಾಗಿದ್ದರು. ഞങ്ങളുടെ സഭ വളരെ ശക്തമായ ഒരു ആത്മീക കൂട്ടായ്മയായിരുന്നു. ಅಂದ್ರೆ ನಮ್ಮ ಸಭೆಯ ಆತ್ಮಿಕವಾದಂತ ಸಭೆಯಾಗಿತ್ತು. വലിയ ആത്മീക ആരാധനകൾ നടന്ന സഭയായിരുന്നു. ಆತ್ಮಿಕ ಆರಾಧನೆ ನಡೆದ ಸಭೆಯಾಗಿತ್ತು. ദൈവമക്കൾ എല്ലാവരും
ഒരു കുടുംബം പോലെ കഴിഞ്ഞ സഭയായിരുന്നു. ದೇವರ ಮಕ್ಕಳೆಲ್ಲರೂ ಒಂದೇ ಕುಟುಂಬದಾಗಿದ್ದಂತ ಕುಟುಂಬವಾಗಿತ್ತು. ആ ഒരു അന്തരീക്ഷം എന്റെ ആത്മീക ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായി മാറി. ಆ ರೀತಿಯಾದಂತ ಅನುಭವವು ನನ್ನ ಆತ್ಮಿಕ ಜೀವಿತದಲ್ಲಿ ಉಪಕಾರವಾಗಿತ್ತು. എന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഞാൻ ആലയത്തിലായിരുന്നു താമസിച്ചത്. ನನ್ನ ಜೀವಿತದ ಒಳ್ಳೆಯ ಭಾಗವು ನಾನು ದೇವರ ಆಲಯದಲ್ಲಿ ವಾಸವಾಗಿತ್ತು. അങ്ങനെ ആത്മീക ബന്ധത്തിലാണ് വളർന്നു വരുവാൻ ദൈവം കൃപ ചെയ്തത്. ಹಾಗೆ ಆತ್ಮಿಕ ಸಂಬಂಧದಲ್ಲಿ ಬೆಳೆಯುವುದಕ್ಕೆ ದೇವರು ಕೃಪೆ ಕೊಟ್ಟನು. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ സുവിശേഷ രംഗങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം കൃപ തന്നു. ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲಿ ಸುವಾರ್ತೆಯನ್ನು ಸಾರುವುದಕ್ಕೆ ದೇವರು ಕೃಪೆ ಕೊಟ್ಟರು. അങ്ങനെ തെരുവുകളിൽ പോയി യേശുവിനെ പ്രസംഗിക്കുമായിരുന്നു. ಹಾಗೆ ಬೀದಿಗಳಲ್ಲಿ ಹೋಗಿ ಯೇಸುವಿನ ಕುರಿತು ಪ್ರಸಂಗ ಮಾಡುತ್ತಿದ್ದೆ. ചെറുപ്രായത്തിൽ നല്ല ശബ്ദം എനിക്കുണ്ടായിരുന്നു. ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲಿ ನನಗೆ ಒಳ್ಳೆ ಶಬ್ದವಿತ್ತು. മൈക്ക് ഇല്ലാതെ തന്നെ വളരെ ശക്തമായി പ്രസംഗിക്കുമായിരുന്നു. ಮೈಕ್ ಇಲ್ಲದೆ ದೊಡ್ಡ ಶಬ್ದದಿಂದ ಪ್ರಸಂಗ ಮಾಡುತ್ತಿದ್ದೆ. എന്നാൽ ആദ്യമായി ഞാൻ മൈക്കിൽ കൂടെ പരസ്യ യോഗത്തിന് പ്രസംഗിക്കുന്നത് ಅಂದ್ರೆ ಬೀದಿಗಳಲ್ಲಿ ಮೊದಲನೇದಾಗಿ ಪ್ರಸಂಗ ಮಾಡುವಾಗ എന്റെ വീടിന് അടുത്ത ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാർക്കറ്റിന്റെ അകത്താണ്. ಅಂದ್ರೆ ಚಂಗನೇಶ್ವರಿ ಎಂಬ ಸ್ಥಳದ ಮಾರ್ಕೆಟ್ನ ಭಾಗದಲ್ಲಿ ಮೊದಲನೇದಾಗಿ ನಾನು ಪ್ರಸಂಗ ಮಾಡಿದ್ದು. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ಆಗ ನಾನು 9ನೇ ತರಗತಿ ಓದುತ್ತಾ ಇದ್ದೆ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഈ പരസ്യയോഗത്തിന് മൈക്കിലൂടെ ഞാൻ പ്രസംഗിക്കുന്നത്. ಅಂದರೆ 9ನೇ ತರಗತಿ ಓದುತ್ತಿರುವಾಗಲೇ ನಾನು ಬೀದಿಗಳಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡಿದ್ದು. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ಕರಗಳನ್ನೆತ್ತಿ ದೇವರನ್ನ ಸ್ತುತಿಸೋಣ. ഞാൻ എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ನನ್ನ ಪ್ರೀ ಡಿಗ್ರಿ ವಿದ್ಯಾಭ್ಯಾಸ ಮಾಡುವಾಗ എന്റെ സഭയുടെ മുറ്റത്ത് നടത്തിയ ഒരു കൺവെൻഷനിൽ ಅದರ ಸಭೆಯ ಮುಂದೆ ನಡೆಸಿದಂತಹ ಕನ್ವೆನ್ಷನ್ ಅಲ್ಲಿ ആദ്യമായിട്ട് കൺവെൻഷന് പ്രസംഗിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ಅದರ ಮೊದಲಿಂದಾಗಿ ಕನ್ವೆನ್ಷನ್ ಅಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ದೇವರು ಭಾಗ್ಯತೆ ಕೊಟ್ಟರು. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്റെ ആത്മീക വളർച്ചയ്ക്കെല്ലാം സഭയായിരുന്നു ശക്തമായി പിൻപിൽ. ನಾನು ಹೇಳಿದರ ಉದ್ದೇಶ ನನ್ನ ಆತ್ಮಿಕ ಬೆಳವಣಿಗೆ ಸಭೆಯು ಅದು ಉತ್ತೇಜನವಾಗಿತ್ತು. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ധാരാളം പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ಅಂದರೆ ಕಣ್ಣೀರಿನಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತಹ ತಂದೆ ತಾಯಿಯರಿದ್ದರು. പ്രാർത്ഥിക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ടായിരുന്നു. ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ಸಹೋದರ ಸಹೋದರಿಯರಿದ್ದರು. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയാണ് ഇന്നും നിൽക്കാൻ ദൈവം കൃപ നൽകിയിരിക്കുന്നത്. ಅನೇಕರ ಪ್ರಾರ್ಥನೆಯ ಮುಖಾಂತರವಾಗಿ ದೇವರು ನಿಲ್ಲಿಸುವುದಕ್ಕೆ ಕೃಪೆ ಕೊಟ್ಟನು. നിന്നതല്ല ദൈവം നിർത്തിയതാണ്. ಅದು ನಿಂತದಲ್ಲ, ದೇವರು ನಿಲ್ಲಿಸಿರುವುದು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ദൈവത്തിന്റെ നടത്തിപ്പിനായി സൂക്ഷിപ്പിനായി സ്തോത്രം ചെയ്യുന്നു. ದೇವರ ನಡೆಸುವಿಕೆ, ದೇವರ ಕಾಪಾಡುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ഏകദേശം ഒരു 2000-ന് ശേഷം 2000 ನಂತರ ഞാൻ ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡിന്റെ സ്റ്റാഫായിട്ട് എറണാകുളം കൊച്ചിയിൽ സുവിശേഷ വേല ആരംഭിച്ചു. ಇಂಡಿಯಾ ಕ್ಯಾಂಪಸ್ ಕ್ರೂಸೈಡ್ ನ ಎರ್ನಾಕುಳದ ಕೊಚ್ಚಿ ಭಾಗದಲ್ಲಿ ಆತನ ಸ್ಟಾಫ್ ಆಗಿ ವರ್ಕ್ ಮಾಡಿದೆ. അതിനുശേഷം പല സ്ഥലങ്ങളിൽ സഭാ ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കാൻ ദൈവം കൃപ തന്നു. ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ಸಭಾ ಪಾಲಕನಾಗಿ ಸೇವೆ ಮಾಡಿದೆ. ഏകദേശം ഇപ്പോൾ ഒരു 19 വർഷത്തോളമായി ദൈവിക വേലയിൽ നിൽക്കാൻ ദൈവം കൃപ തരുന്നു. ಹೆಚ್ಚು ಕಡಿಮೆ 19 ವರ್ಷಗಳಿಂದ ಸಭಾ ಪಾಲಕನಾಗಿ ಸೇವೆ ಮಾಡುವುದಕ್ಕೆ ದೇವರ ಕೃಪೆ ಕೊಟ್ಟರು. ദൈവത്തിന്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ದೇವರ ಕೃಪೆಗಾಗಿ ದೇವರನ್ನ ಸ್ತುತಿಸ್ತೇನೆ. അങ്ങനെ ഇവിടെയും വരുവാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ಇಲ್ಲಿ ಕೂಡ ಬರುವುದಕ್ಕೆ ದೇವರು ಕೃಪೆ ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ದೇವರ ಎಲ್ಲ ಒಳ್ಳೆತನಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ಧಾರಾಳವಾದಂತ ದಾನಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുകയാണ്. ಎಲ್ಲ ಒಳ್ಳೆ ದಾನಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയാണ്. ಇಲ್ಲಿವರೆಗೂ ಕರೆದುಕೊಂಡು ಬಂದಿದ್ದು ದೇವರ ಕೃಪೆಯಾಗಿದೆ. നടത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. ನಮ್ಮನ್ನು ನಡೆಸಿದ್ದು ದೇವರ ಕೃಪೆಯಾಗಿದೆ. ആ ദൈവ കൃപയ്ക്കായി നമ്മൾ ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം. ಆ ದೇವರ ಕೃಪೆಗಾಗಿ ಒಂದೊಂದು ನಿಮಿಷವು ದೇವರನ್ನ ಸ್ತುತಿಸಬೇಕು. എല്ലാ നന്മകളെ ഓർത്ത് കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്യുക. ಎಲ್ಲ ಒಳ್ಳೆ ದಾನಗಳನ್ನ ನೆನೆಸಿ ಕರಗಳನ್ನ ಒಡೆದು ಸ್ತೋತ್ರ ಮಾಡೋಣ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ದೇವರು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ഇന്ന് നമ്മുടെ മുൻപിൽ സമയം വളരെ പരിമിതമാണ്. ನಮ್ಮ ಮುಂದೆ ಸಮಯ ಬಹಳ ಕಡಿಮೆ ಇದೆ. പ്രിയ ദൈവദാസനും വളരെ നേരത്തെ കടന്നു പോകണം. വൈകിട്ട് ചിക്കമംഗളൂർ ഒരു മീറ്റിംഗ് ഉണ്ട്. ಅಂದ್ರೆ ಶಿವಮೊಗ್ಗಕ್ಕೆ ನಾನು ಕೂಡ ಹೋಗ್ಲಿಕ್ಕಿದೆ ಮೀಟಿಂಗ್ ಇರೋದ್ರಿಂದ. ആ മീറ്റിംഗിന് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ വളരെ വേഗത്തിൽ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ಅಂದ್ರೆ ಮೀಟಿಂಗ್ ಹೋಗುವುದಕ್ಕೆ ಇರೋದ್ರಿಂದ ನಾವು ಸೇವೆಯನ್ನು ಬೇಗ ಮುಗಿಸಲಿದ್ದೇವೆ. വളരെ വേഗത്തിൽ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരുന്നു. ಓದಿದಂತ ವಾಕ್ಯ ಭಾಗಕ್ಕೆ ಬೇಗ ಬರುತ್ತೇವೆ. ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ಆ ವಾಕ್ಯ ಹೀಗೆ ಹೇಳುತ್ತದೆ, അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ಆತನು ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟು. മേഘങ്ങളോട് കൽപ്പിച്ച ഒരു ദൈവം, ಅಂದ್ರೆ ಮೇಘಗಳಿಗೆ ಆ ಅಪ್ಪಣೆ ಕೊಟ್ಟಂತ ದೇವರು, കൽപ്പിക്കുന്ന ഒരു ദൈവം, ಅಪ್ಪಣೆ ಕೊಡುವ ದೇವರು. ഈ ഭൂമണ്ഡലത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ചത് കൽപ്പിച്ചാണ്. ಅಂದರೆ ಈ ಭೂಮಂಡಲದಲ್ಲಿ ಎಲ್ಲವನ್ನ ಸೃಷ್ಟಿಸಿದ ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ರಿಂದ. ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചത് കൽപ്പിച്ചാണ്. ಅಂದರೆ ಆಕಾಶವನ್ನ ಭೂಮಿಯನ್ನ ಸೃಷ್ಟಿ ಮಾಡಿದ್ದು ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ರಿಂದ. ഈ ഭൂമിയിൽ കാണുന്ന സകല സൃഷ്ടി ജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് കൽപ്പിച്ചാണ്. ಅಂದರೆ ಭೂಮಿಯಲ್ಲಿರುವಂತ ಎಲ್ಲಾ ಸೃಷ್ಟಿಗಳು ಜಲಜಂತುಗಳನ್ನ ದೇವರು ಅಪ್ಪಣೆ ಮುಖಾಂತರ ಸೃಷ್ಟಿ ಮಾಡಿದನು. ഈ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ಈ ಭೂಮಿಯು ಬರಿದಾಗಿ ಶೂನ್ಯವಾಗಿತ್ತು. പാഴും ശൂന്യമായ
ശൂന്യമായിരുന്ന ഭൂമിയെ നോക്കി ദൈവം കൽപ്പിക്കാൻ തുടങ്ങി. ಅಂದರೆ ಭೂಮಿ ಬರಿದಾಗಿ ಶೂನ್ಯವಾಗಿದ್ದುದನ್ನ ದೇವರು ಆಜ್ಞೆ ಕೊಟ್ಟನು. ദൈവം കൽപ്പിച്ചതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായി. ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ದೆಲ್ಲ ಈ ಭೂಮಿಯಲ್ಲಿ ಉಂಟಾಯಿತು. ദൈവം കൽപ്പിച്ചിട്ട് ഒന്നും ഇവിടെ ഉണ്ടാകാതിരുന്നിട്ടില്ല. ದೇವರ ಅಪ್ಪಣೆ ಕೊಡದೆ ಈ ಭೂಮಿಯಲ್ಲಿ ಯಾವುದು ಉಂಟಾಗಲಿಲ್ಲ. നമ്മൾ കൽപ്പിച്ചത് പലതും സംഭവിച്ചിട്ടില്ലായിരിക്കാം. ಆದರೆ ನಾವು ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ರಲ್ಲಿ ಅನೇಕ ಉಂಟಾಗದೇ ಇರಬಹುದು. നമ്മൾ കൽപ്പിച്ച പലതും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ನಾವು ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ರಲ್ಲಿ ಕೆಲವು ಉಂಟಾಗಿರಬಹುದು. നമ്മൾ കൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഉണ്ടാകുമോ എന്ന സംശയം നമുക്കുണ്ടാകാം. ನಾವು ಅಪ್ಪಣೆ ಕೊಡುವಾಗ ಕೆಲವಾಗ ಉಂಟಾಗುತ್ತದೋ ಇಲ್ಲೋ ಎಂಬುದಾಗಿ ಸಂದೇಹ ಬರಬಹುದು. എന്നാൽ ദൈവത്തിന് അങ്ങനെ ഒരു സന്ദേഹമില്ല. ಆದರೆ ದೇವರಿಗೆ ಅಂತ ಒಂದು ಸಂದೇಹವಿಲ್ಲ. അത് ദൈവം കൽപ്പിച്ചാൽ അത് അതുപോലെ സംഭവിക്കും. ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟರೆ ಅದೇ ರೀತಿಯಲ್ಲಿ ಸಂಭವಿಸುತ್ತದೆ. ബൈബിൾ ഇപ്രകാരം ഓർപ്പിക്കുന്നു. ಬೈಬಲ್ ಹೀಗೆ ನೆನಪು ಮಾಡುತ್ತದೆ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ಆತನು ಅಪ್ಪಣೆ ಕೊಟ್ಟನು, ಹಾಗೆ ನಡೆಯಿತು. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ಆತನು ಅಪ್ಪಣೆ ಕೊಟ್ಟನು, ಹಾಗೆ ನಡೆಯಿತು. ദൈവം കൽപ്പിച്ചതെല്ലാം അതുപോലെ സംഭവിച്ചു. ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ದೆಲ್ಲ ಹಾಗೆ ನಡೆಯಿತು. ഇന്ന് പകലിലും അത് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ಈ ಹಗಲಿನ ಸಮಯದಲ್ಲಿ ಅದೇ ರೀತಿಯಾಗಿ ಮಾಡುವುದಕ್ಕೆ ಶಕ್ತನಾದ ದೇವರಿದ್ದಾನೆ. ശൂന്യതയെ നോക്കി നിങ്ങൾ ഭാരപ്പെടണ്ട. ಶೂನ್ಯ ಅವಸ್ಥೆಯನ್ನು ನೋಡಿ ಭಾರ ಪಡೋದು ಬೇಡ. ഒന്നുമില്ലായ്മയെ നോക്കി നിങ്ങൾ ഭാരപ്പെടണ്ട. ಏನು ಇಲ್ಲ ಎಂಬುದನ್ನು ನೋಡಿ ಭಾರ ಪಡೋದು ಬೇಡ. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തിയവൻ, ಏನು ಇಲ್ಲದರ ನಿಮಿತ್ತವಾಗಿ ಸಕಲವನ್ನ ಕರೆದ ದೇವರು ഇന്ന് പകലിൽ നമ്മോട് കൂടെയുണ്ട്. ಈ ಹಗಲು ನಮ್ಮ ಸಂಗಡ ಇದ್ದಾರೆ. നിന്റെ ശൂന്യതകളെ അവന് മാറ്റുവാൻ കഴിയും. ನಿನ್ನ ಶೂನ್ಯ ಅವಸ್ಥೆಗಳನ್ನು ಆತನು ಮಾರ್ಪಡಿಸುತ್ತಾನೆ. നിന്റെ ജീവിതത്തിൽ സൃഷ്ടിപ്പുകൾ ചെയ്യാൻ ദൈവത്തിന് കഴിയും. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಸೃಷ್ಟಿಗಳನ್ನ ಮಾಡುವುದಕ್ಕೆ ದೇವರು ಶಕ್ತನಾಗಿದ್ದಾನೆ. നിന്റെ ശരീരത്തിൽ രോഗബാധിതമായ മേഖലകൾക്ക് മാറ്റം തരാൻ ദൈവത്തിന് കഴിയും. ನಿನ್ನ ಶರೀರದಲ್ಲಿರುವಂತಹ ರೋಗಗಳನ್ನ ಮಾರ್ಪಡಿಸುವುದಕ್ಕೆ ದೇವರಿಗೆ ಸಾಧ್ಯ. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ ಆತನು ಒಂದು ಮಾತಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟರೆ അതങ്ങനെ തന്നെ സംഭവിക്കും. ಅದು ಹಾಗೆ ನೆರವೇರುತ್ತದೆ. ഇന്ന് പകലിലും സംഭവിക്കും. ಈ ಹಗಲ ಸಮಯದಲ್ಲಿ ನೆರವೇರುತ್ತದೆ. ഇന്നലകളിലും സംഭവിച്ചിട്ടുണ്ട്. ഇന്നലകളിലും സംഭവിച്ചു. ನಿನ್ನೆವರೆಗೂ ಅದು ಸಂಭವಿಸಿದೆ. നാളെയും അത് സംഭവിക്കും. ನಾಳೆಯೂ ಕೂಡ ಹಾಗೆ ನೆರವೇರುತ್ತದೆ. അത് വിശ്വസിക്കുന്നവരെ കരമടിച്ച് സ്തോത്രം ചെയ്യാം. ಅದನ್ನು ನಂಬುವವರು ಕರಗಳನ್ನು ಒಡೆದು ಸ್ತೋತ್ರ ಮಾಡೋಣ. കൽപ്പിക്കുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ಅಪ್ಪಣೆ ಕೊಡುವ ಒಬ್ಬ ದೇವರು ಬಂದಿದ್ದಾರೆ. വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങൾ നമുക്കറിയാം. ಸತ್ಯವೇದದಲ್ಲಿ ಅನೇಕ ಭಾಗಗಳು ಇದೆ. അനേക മേഖലകളിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രപഞ്ചം പോലും അതുപോലെ അനുസരിച്ചു. ಅದು ಅನೇಕ ಮೇಘಗಳಲ್ಲಿ ದೇವರ ಅಪ್ಪಣೆಗಳು ಪ್ರಪಂಚ ಕೂಡ ಹಾಗೆ ಅನುಸರಿಸಿತು. ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ಆ ದೇವರ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ആ ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ಆ ದೇವರ ಶಕ್ತಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ദൈവം നമ്മുടെ ശരീരത്തിൽ പുതിയ സൃഷ്ടിപ്പുകൾ ചെയ്യാൻ പോകുന്നു. ಆ ಕೆಲವರ ಜೀವಿತದಲ್ಲಿ ಶರೀರದಲ್ಲಿ ಹೊಸ ಸೃಷ್ಟಿಗಳನ್ನ ಮಾಡುತ್ತಾನೆ. ദൈവം നമ്മുടെ ഭവനത്തിൽ പുതിയ സൃഷ്ടിപ്പുകൾ ചെയ്യാൻ പോകുന്നു. ದೇವರು ನಮ್ಮ ಮನೆಯಲ್ಲಿ ಹೊಸ ಸೃಷ್ಟಿಯನ್ನ ಮಾಡುತ್ತಾನೆ. ദൈവം നമ്മുടെ ദർശനങ്ങളിൽ പുതിയ സൃഷ്ടിപ്പുകൾ ചെയ്യാൻ പോകുന്നു. ದೇವರು ನಮ್ಮ ದರ್ಶನದಲ್ಲಿ ಹೊಸ ಸೃಷ್ಟಿ ಮಾಡುತ್ತಾನೆ. ദൈവം നമ്മുടെ സഭയിൽ പുതിയ സൃഷ്ടിപ്പുകൾ ചെയ്യാൻ പോകുന്നു. ದೇವರು ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಹೊಸ ಸೃಷ್ಟಿ ಮಾಡುತ್ತಾರೆ. ദൈവം നമ്മുടെ ദേശത്ത് പുതിയ സൃഷ്ടിപ്പുകൾ ചെയ്യാൻ പോകുന്നു. ದೇವರು ನಮ್ಮ ದೇಶದಲ್ಲಿ ಹೊಸ ಸೃಷ್ಟಿ ಮಾಡುತ್ತಾರೆ. ദൈവം നമ്മുടെ രാജ്യത്ത് പുതിയ സൃഷ്ടിപ്പുകൾ ചെയ്യാൻ പോകുന്നു. ದೇವರು ನಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ಹೊಸ ಸೃಷ್ಟಿ ಮಾಡುತ್ತಾರೆ. ദൈവദാസന്മാരുടെ ശുശ്രൂഷകളിൽ പുതിയ സൃഷ്ടിപ്പുകൾ ദൈവം ചെയ്യുന്നു. ದೇವರ ದಾಸರ ಸೇವೆಗಳಲ್ಲಿ ಹೊಸ ಸೃಷ್ಟಿ ಮಾಡುತ್ತಾರೆ. അതങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ಹಾಗೆ ನೆರವೇರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഈ ശബ്ദം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. ಈ ಶಬ್ದವನ್ನು ಕೇಳುತ್ತಿರುವಂತಹ ಅನೇಕರ ಜೀವಿತದಲ್ಲಿ ದೇವರು ಕಾರ್ಯ ಮಾಡುತ್ತಾನೆ. ജീവിതത്തിൽ ശൂന്യതാബോധം ഉളവാക്കുന്ന മേഖലകളിൽ, ಅಂದ್ರೆ ಜೀವಿತದಲ್ಲಿ ಶೂನ್ಯಗಳನ್ನ ಮಾಡುವಂತಹ ಮಂಡಲಗಳಲ್ಲಿ പുതിയ കാര്യങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നു. ಹೊಸ ಕಾರ್ಯವನ್ನ ದೇವರು ಸೃಷ್ಟಿ പുതിയ ಮಾಡುತ್ತಾನೆ. കാര്യങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നു. ಹೊಸ ಕಾರ್ಯವನ್ನ ದೇವರು ಸೃಷ್ಟಿ പുതിയ ಮಾಡುತ್ತಾನೆ. കാര്യങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നു. ಹೊಸ ಕಾರ್ಯವನ್ನ ದೇವರು ಸೃಷ್ಟಿ ಮಾಡುತ್ತಾನೆ. അങ്ങനെ സംഭവിക്കുന്നു. ಹಾಗೆ ನೆರವೇರುತ್ತದೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തോത്രം ചെയ്യാം. ನಮ್ಮವರು ಕರಗಳನ್ನು ತಟ್ಟಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. അനേക ദൂതുകൾ അതിനകത്തുണ്ട്. ಅನೇಕ ಸಂದೇಶಗಳು ಅದರಲ್ಲಿ ಇದೆ. ദൈവത്തിന്റെ കൽപ്പനകളുടെ ദൂതുകളുണ്ട്. ಅಂದ್ರೆ ದೇವರ ಅಪ್ಪಣೆಗೆ ಆಲೋಚನೆಗಳಿದೆ. എന്നാൽ അതിലേക്കെല്ലാം പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ಅದಕ್ಕೆಲ್ಲ ಹೋಗೋದಕ್ಕೆ ಇಷ್ಟಪಡುವುದಿಲ್ಲ. ദൈവം എനിക്ക് നൽകിയ ആ ശക്തമായ ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. ಆ ದೇವರು ಕೊಡಲ್ಪಟ್ಟಂತ ಒಂದು ಶಕ್ತಿಯುತವಾದ ಸಂದೇಶ ആ ಇದರಲ್ಲಿ. സന്ദേശം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ಆ ಸಂದೇಶವನ್ನು ಹಂಚಿಕೊಳ್ಳುವುದಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. ഈ സന്ദേശം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്നതാണ്. ಈ ಸಂದೇಶವು ಅನೇಕ ವರ್ಷಗಳ ಹಿಂದೆ ಇದು ದೇವರು ಕೊಟ್ಟಿದ್ದು. അനേക ഇടങ്ങളിൽ ഞാൻ ഈ സന്ദേശം പ്രസംഗിച്ചിട്ടുണ്ട്. ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ಈ ಸಂದೇಶವನ್ನ ಪ್ರಸಂಗ ಮಾಡಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എന്നാൽ ഈ സന്ദേശത്തിൽ ഓരോ ദിവസവും പുതുമ അനുഭവിക്കാൻ ദൈവം കൃപ ചെയ്യുന്നുണ്ട്. ಈ ಸಂದೇಶದಲ್ಲಿ
ಅದರಲ್ಲಿ ಹೊಸತನವನ್ನು ಅನುಭವಿಸುವುದಕ್ಕೆ ದೇವರ ಕೃಪೆ ഈ ಕೊಟ್ಟಿದ್ದಾನೆ. സന്ദേശം ഇന്നിവിടെ പറയുന്നത് ഒരാത്മിക അനുഗ്രഹമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ಈ ಸಂದೇಶವನ್ನ ಇಲ್ಲಿ ಹಂಚಿಕೊಡುವುದು ಇದು ಒಂದು ಆತ್ಮಿಕ ಆಶೀರ್ವಾದ ಎಂಬುದಾಗಿ ಚಿಂತಿಸ್ತೇನೆ. വളരെ വേഗത്തിൽ ആ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ಬಹಳ ಬೇಗವಾಗಿ ಆ ಕಾರ್ಯವನ್ನ ನೆನಪು ಮಾಡ್ತೇನೆ. ആ വചനം ഒരിക്കൽ കൂടെ ഇങ്ങനെ ഞാൻ പറയാം. ಆ ವಾಕ್ಯವನ್ನ ಒಮ್ಮೆ ಹೀಗೆ ಹೇಳುತ್ತೇನೆ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ಆತನು ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟು. ദൈവം മേഘങ്ങളോട് കൽപ്പിച്ചു. ದೇವರು ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. ഈ 78ാം സങ്കീർത്തനം ആസാഫ് എഴുതുന്ന സങ്കീർത്തനമാണ്. ಈ 78ನೇ ಕೀರ್ತನೆಯನ್ನು ಆಸಾಫನು ಬರೀತಾನೆ. ആസാഫ് എഴുതുന്ന സങ്കീർത്തനത്തിൽ പറയുന്നത് ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന ചരിത്രമാണ്. ಆಸಾಫನು ಈ ಕೀರ್ತನೆಯಲ್ಲಿ ಬರೆಯುವಂತದ್ದು ಇಸ್ರೇಲ್ ಜನರನ್ನ ಬಿಡಿಸಿ ಕರತಂದಿದ್ದನ್ನ ಹೇಳುತ್ತಿದ್ದಾನೆ. ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്ന ചരിത്രം ದೇವರು ಅವರನ್ನ ಬಿಡಿಸಿಕೊಂಡು ಬಂದಂತ ಚರಿತ್ರೆ ആസാഫ് ഒരു പാട്ടിലൂടെ അത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ಆಸಾಫನು ಈ ಹಾಡಿನ ಮುಖಾಂತರವಾಗಿ ತಿಳಿಸಿದ್ದಾನೆ. അനേക കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ಅನೇಕ ವಿಷಯಗಳು ಇದರಲ್ಲಿ ಹೇಳಿದೆ. ഇസ്രായേൽ മക്കളെ വിടുവിച്ച ചരിത്രം ഇതിനകത്ത് പറയുന്നുണ്ട്. ಇಸ್ರೇಲ್ ಜನರನ್ನ ಬಿಡಿಸಿದಂತ ಚರಿತ್ರೆ ಇದರಲ್ಲಿ ಹೇಳಿದೆ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ താൻ പറയുകയാണ്, ಹಾಗೆ ಹೇಳುತ್ತಾ ಬರುವಾಗ ಹೇಳ್ತಾನೆ, അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ಆತನು ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. മേഘത്തോട് ദൈവം കൽപ്പിച്ചു. ಆ ಮೇಘಗಳಿಗೆ ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟನು. നമ്മൾ ചിന്തിക്കുന്ന ഭാഗം, ನಾವು ಚಿಂತಿಸುವಂತ ಭಾಗ, മേഘത്തോട് ദൈവം എന്താണ് കൽപ്പിച്ചത്? ಆ ಮೇಘದೊಂದಿಗೆ ದೇವರು ಏನು ಅಪ್ಪಣೆ ಕೊಟ್ಟನು? മേഘത്തോട് ദൈവം കൽപ്പിച്ചത് എന്താണ്? ಮೇಘದೊಂದಿಗೆ ದೇವರು ಏನನ್ನ ಅಪ್ಪಣೆ ಕೊಟ್ಟನು? ദൈവം കൽപ്പിച്ചത് മേഘം അനുസരിച്ചോ? ಆದರೆ ಮೇಘಕ್ಕೆ ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟಾಗ ಮೇಘವು ಅನುಸರಿಸಿತು. അത് മേഘം എങ്ങനെയാണ് അനുസരിച്ചത്? ಮೇಘವು ಹೇಗೆ ಅನುಸರಿಸಿತು എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ಇದರ ಕುರಿತು ನಾವು ಚಿಂತಿಸೋಣ. മേഘത്തിന് നമ്മുടെ കൂട്ടുള്ള ചെവിയില്ല, ಮೇಘಕ್ಕೆ ನಮ್ಮ ಹಾಗೆ ಕಿವಿ ಇಲ್ಲ, കണ്ണില്ല, ಕಣ್ಣಿಲ್ಲ, മൂക്കില്ല, ಮೂಗಿಲ್ಲ, നമ്മുടെ കൂട്ട് ശരീരമില്ല, ನಮ್ಮ ಹಾಗೆ ಶರೀರ ಇಲ್ಲ, തലച്ചോറില്ല, ಅಂದ್ರೆ ತಲೆ ಇಲ್ಲ, ರಕ್ತ ಇಲ್ಲ, ഹൃദയമില്ല, ಹೃದಯ ಇಲ್ಲ, ഇതൊന്നുമില്ല. പക്ഷേ ഒന്നും ഇല്ലാത്ത മേഘത്തോട് ദൈവം കൽപ്പിച്ചു. ಏನು ಇಲ್ಲದಂತ ಮೇಘದೊಂದಿಗೆ ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟನು. ഒരു സാധ്യതയും ഇല്ലാത്ത മേഘത്തോട് ദൈവം കൽപ്പിച്ചു. ಒಂದು ಸಹಚರವೇ ಇಲ್ಲದ ಇರುವಂತ ಮೇಘದೊಂದಿಗೆ ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟನು. ആ മേഘത്തോട് ദൈവം എന്തിനു വേണ്ടി കൽപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ಆ ಮೇಘದೊಂದಿಗೆ ದೇವರು ಯಾತಕ್ಕೋಸ್ಕರ ಅಪ್ಪಣೆ ಕೊಟ್ಟನೆಂಬುದಾಗಿ ഒരു ಚಿಂತಿಸೋಣ. സാധ്യത ഇല്ലാത്തതിനോടും ദൈവം സംസാരിച്ചാൽ അതിനകത്ത് സാധ്യതകൾ ഉണ്ടാകും. ಅಂದ್ರೆ ಯಾವ ಸಾಧ್ಯತೆ ಇಲ್ಲದೆ ಇರುವಾಗ ಅದಕ್ಕೆ ಅಪ್ಪಣೆ ಕೊಡುವಾಗ ದೇವರು ಸಾಧ್ಯತೆ ಮಾಡುತ್ತಾನೆ. കാരണം ദൈവം അസാധ്യതകളോട് സംസാരിക്കുന്നവനാണ്. ಯಾಕೆಂದ್ರೆ ದೇವರು ಅಸಾಧ್ಯದೊಂದಿಗೆ ಮಾತನಾಡುವ ದೇವರಾಗಿದೆ. അസാധ്യതകളോട് കൽപ്പിക്കുന്നവനാണ്. ದೇವರು ಅಸಾಧ್ಯದೊಂದಿಗೆ ಅಪ್ಪಣೆ ಕೊಡುತ್ತಾನೆ. ദൈവം കൽപ്പിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല. ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟರೆ ಅಸಾಧ್ಯವಾದದ್ದು ಯಾವುದೂ ಇಲ್ಲ. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ನಂಬುವವರು ಕರಗಳನ್ನು ಎತ್ತಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. ശക്തിയോട് സ്തോത്രം ചെയ്യാം. ಶಕ್ತಿಯೊಡನೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം ദൂത് പറയുമ്പോൾ, ಯೆಹೆಸ್ಕೇಲ್ ಪ್ರವಾದಿಯೊಂದಿಗೆ ದೇವರು ಸಂದೇಶ ಕೊಡುವಾಗ, പ്രവചിക്കാൻ പറയുമ്പോൾ, ಪ್ರವಾದನೆ ಮಾಡುವುದಕ್ಕೆ ಹೇಳಿದಾಗ ആ പ്രവാചകൻ പ്രവചിക്കുന്നത് ಆ ಪ್ರವಾದಿ ಪ್ರವಾದನೆ ನುಡಿಯುವುದು. കാറ്റിനോട് പ്രവചിക്കുന്നു, ಅಂದ್ರೆ ಕಾಡಿನೊಂದಿಗೆ ಪ್ರವಾದನೆ, കാടിനോട് പ്രവചിക്കുന്നു, ಕಾಡಿನೊಂದಿಗೆ കാറ്റിനോടും കാടിനോടും പ്രവചിക്കുന്നു. ಅಂದ್ರೆ ಗಾಳಿಯೊಂದಿಗೆ ಪ್ರವಾದನೆ ನುಡಿತಾ ಇದ್ದಾನೆ. അതെ, മലകളോട് പ്രവചിക്കുന്നു, ಬೆಟ್ಟಗಳೊಂದಿಗೆ ಪ್ರವಾದನೆ, അസ്ഥികളോട് പ്രവചിക്കുന്നു, ಅಂದ್ರೆ ಎಲುಬುಗಳಲ್ಲಿ യാതൊരു സാധ്യതയും ഇല്ലാത്തതിനോട് പ്രവചിക്കുന്നു. ಅಂದ್ರೆ ಯಾವ ಸಾಧ್ಯತೆ ಇಲ್ಲದರೊಂದಿಗೆ ಪ್ರವಾದನೆ. നിങ്ങൾ ഇന്ന് പകലിൽ സാധ്യതയാണോ നോക്കുന്നത്? ಹಗಲು ನೀವು ಸಾಧ್ಯತೆಯನ್ನ ನೋಡ್ತಾ അവിടെ ಇರೋದು. സാധ്യതയുണ്ട്, ഇവിടെ സാധ്യതയുണ്ടെന്നാണ് നോക്കുന്നത്. ನೀವು ಅಲ್ಲಿ ಸಾಧ್ಯತೆ ಇಲ್ಲಿ ಸಾಧ್ಯತೆ ಅಂತ ನೋಡ್ತೀರಾ? ആ സാധ്യതകളൊക്കെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ಆ ಸಾಧ್ಯತೆಯು ಮುಚ್ಚಲ್ಪಡುತ್ತದೆ. എന്നാൽ നിങ്ങളുടെ മുൻപിൽ അസാധ്യതകളാണോ നിൽക്കുന്നത്? ನಿಮ್ಮ ಮುಂದೆ ಅಸಾಧ್ಯತೆ ಇದೆಯೋ? ആ അസാധ്യതകളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവകൃപ ഇതിനകത്ത് ಆ വ്യാപരിക്കുന്നുണ്ട്. ಅಸಾಧ್ಯತೆಯನ್ನ ಸಾಧ್ಯತೆಯಾಗಿ ಮಾರ್ಪಡಿಸುವಂತ ದೇವರ ಕೃಪೆಯು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ಆ ದೇವರ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಸಮರ್ಪಿಸೋಣ. ആ മേഘത്തോട് ദൈവം കൽപ്പിച്ചു. ಆ ಮೇಘದೊಂದಿಗೆ ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟನು. കണ്ണും ചെവിയും മൂക്കും ഒന്നും ഇല്ലാത്ത മേഘത്തോട് ദൈവം ಅಂದ್ರೆ കൽപ്പിച്ചു. ಕಿವಿ ಮೂಗು ಇಲ್ಲದೆ ಇರುವಂತದ ಮೇಘದೊಂದಿಗೆ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ಯೆಶಾಯ ಪ್ರವಾದನೆಯಲ್ಲಿ ಹೀಗೆ ಹೇಳುತ್ತದೆ, ആകാശമേ കേൾക്ക, ಆಕಾಶವೇ ಕೇಳು, ഭൂമിയെ ചെവി തരിക. ಭೂಮಿಯೇ ಲಾಲಿಸು. ഞാൻ മക്കളെ പോറ്റി വളർത്തി, ನಾನು ಮಕ್ಕಳನ್ನ ಸಾಕಿಸಲು ಇದೆ, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ಅವರು ನನಗೆ ವಿರುದ್ಧವಾದರು. കാളതന്റെ ഉടയവനെയും ಅಂದ್ರೆ ಕತ್ತೆ ತನ್ನ ಯಜಮಾನನನ್ನ, ആ കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. ಅಂದ್ರೆ ಎತ್ತು ತನ್ನ ಗೋದಲಿ ಯಜಮಾನನನ್ನ, ಕತ್ತೆ ತನ್ನ ಯಜಮಾನನನ್ನು എന്റെ ജനമോ അറിയുന്നില്ല, ನನ್ನ ಜನರು ತಿಳಿತಾ ಇಲ್ಲ, ഇസ്രായേലോ ഗ്രഹിക്കുന്നില്ല, ಇಸ್ರಾಯೇಲರು ಗ್ರಹಿಸ್ತಾ ಇಲ್ಲ, ദൈവത്തിന്റെ ജനം അറിയുന്നില്ല. ದೇವರ ಜನರು ತಿಳಿತಾ ಇಲ್ಲ. പക്ഷേ ദൈവം പറയുന്നു, ದೇವರು ಹೇಳ್ತಾನೆ, മൃഗങ്ങൾ ദൈവത്തെ അറിയുന്നു. ಅಂದ್ರೆ ಪ್ರಾಣಿಗಳು ದೇವರನ್ನ ತಿಳಿತವೆ, മൃഗങ്ങൾ ദൈവത്തെ അറിയുന്നു. ಮೃಗಗಳು ದೇವರನ್ನ ತಿಳಿತವೆ, മൃഗങ്ങൾ തന്റെ യജമാനനെ അറിയുന്നു. ಮೃಗಗಳು ತನ್ನ ಯಜಮಾನನನ್ನು ತಿಳಿತವೆ. വീട്ടുകാരനെ കണ്ടാൽ മൃഗങ്ങൾക്ക്
നന്നായിട്ട് അറിയാം. ಅಂದ್ರೆ ಮನೆ ಯಜಮಾನನ ಗೊತ್ತಿದ್ರೆ ಮೃಗಗಳಿಗೆ ಗೊತ್ತಾಗುತ್ತದೆ. തനിക്ക് ആഹാരം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ആളുകളെ കണ്ടാൽ മൃഗങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ಆಹಾರವನ್ನು ಕೊಡುವಂತ ಆ ಮೃಗಗಳಿಗೆ ಯಜಮಾನನಿಗೆ ಗೊತ್ತಾಗುತ್ತದೆ. അതെ, മൃഗങ്ങൾ ആ യജമാനന്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. ಅಂದ್ರೆ ಯಜಮಾನನ ಆ ಮೃಗಗಳ ಕುರಿತು ತಿಳಿತಾನೆ. എന്റെ ജനമോ അറിയുന്നില്ല. ನನ್ನ ಜನರು ತಿಳಿತಾ ಇಲ್ಲ. എത്രയോ ശരിയായ വചനമാണത്. ಎಷ್ಟು ಸರಿಯಾದಂತ ವಾಕ್ಯ. നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ ಅಂದ್ರೆ ನಮ್ಮ ಮನೆಯಲ್ಲಿ ಬೆಳೆಸುವಂತ ಪ್ರಾಣಿಗಳನ್ನ ദൂരെയൊക്കെ കൊണ്ടുപോയി പുല്ല് തിന്നാൻ കെട്ടിയിട്ടാൽ, ಅಂದ್ರೆ ದೂರ ಕರೆದುಕೊಂಡು ಹೋಗಿ ಹುಲ್ಲನ್ನ ತಿನ್ನುವುದಕ್ಕೆ ಕಟ್ಟಿ ಹಾಕಿದ್ರೆ കെട്ടടിഞ്ഞു കഴിയുമ്പോൾ ಅದು ಕಟ್ಟು ಬಿಚ್ಚಿದಾಗ കൃത്യം യജമാനന്റെ വീട്ടിൽ വരും. ಸರಿಯಾಗಿ ಯಜಮಾನನ ಮನೆಗೆ ಬರುತ್ತದೆ. സന്ധ്യയാകുമ്പം ആ മൃഗങ്ങളെല്ലാം തന്റെ പുൽത്തൊട്ടിയിൽ യജമാനന്റെ വീട്ടിലെത്തും. ಸಂಜೆ ಆದಾಗ ಆ ಯಜಮಾನನ ಜಾಗಕ್ಕೆ ಬರುತ್ತದೆ. പക്ഷെ നമ്മുടെ മക്കളോ, ನಮ್ಮ ಮಕ್ಕಳು ചിലപ്പോ സന്ധ്യയായാലും വീട്ടിൽ വരത്തില്ല. ಸಂಜೆ ಆದ್ರೂ ನಮ್ಮ ಮನೆಗೆ ಬರೋದಿಲ್ಲ. ചിലരെ തപ്പിപ്പോകണം. ಕೆಲವ್ರನ್ನ ಹುಡುಕಿಕೊಂಡು ಹೋಗ್ಬೇಕು. ചില മക്കളൊക്കെ എവിടാന്നൊരു പിടിയില്ല. ಕೆಲವು ಮಕ್ಕಳು ಎಲ್ಲಿದ್ದಾರಂತನೂ ಕೂಡ ಗೊತ್ತಿಲ್ಲ. വടിയും കോലും ഒക്കെ എടുത്തുകൊണ്ട് അടിച്ചാണ് പലരെയും കൊണ്ടുവരുന്നത്. ಕೆಲವೊಮ್ಮೆ ಕೋಲನ್ನ ತೆಗೆದುಕೊಂಡು ಹೋಗಿ ಒಡೆದು ಕರ್ತಾ ಇರ್ತೀವಿ. എന്നാൽ മൃഗങ്ങൾ സന്ധ്യയാകുമ്പോൾ വീട്ടിലെത്തുന്നു. ಅಂದ್ರೆ ಮೃಗಗಳು ಸಂಜೆ ಆದಾಗ ಮನೆಗೆ ಬರುತ್ತವೆ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ನಾನು ಹೇಳಿದರ ಉದ್ದೇಶ, അത് മൃഗങ്ങൾ ദൈവത്തെ അറിയുന്നു. ಅಂದ್ರೆ ಪ್ರಾಣಿಗಳು ತನ್ನ ದೇವರನ್ನ ತಿಳಿತವೆ, തന്റെ യജമാനനെ അറിയുന്നു. ಯಜಮಾನನನ್ನು ತಿಳಿತವೆ. എന്നാൽ മനുഷ്യന് പലപ്പോഴും ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല. ಮನುಷ್ಯರು ದೇವರನ್ನು ತಿಳಿತಾ ಇಲ್ಲ. നോഹ ഉണ്ടാക്കിയ പെട്ടകത്തിനകത്ത് ധാരാളം മൃഗങ്ങൾ കയറി. ಅಂದ್ರೆ ನೋಹನು ಉಂಟು ಮಾಡಿದಂತ ನಾವೆಯೊಳಗೆ ಅನೇಕ ಪ್ರಾಣಿಗಳು ಸೇರಿದವು. അത് നോഹ പ്രസംഗിക്കുന്നത് ആ മൃഗങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല. ಅಂದ್ರೆ ನೋಹನು ಪ್ರಸಂಗ ಮಾಡುವಾಗ ಪ್ರಾಣಿಗಳಿಗೆ ಅರ್ಥವಾಗಲಿಲ್ಲ. എന്നാൽ നോഹ നയിച്ച വഴിയെ വന്ന ആ മൃഗങ്ങളെല്ലാം പെട്ടകത്തിൽ കയറി. ಅಂದರೆ ನೋಹನು ನಡೆಸಿದಂತ ದಾರಿಯಲ್ಲಿ ಆ ಪ್ರಾಣಿಗಳೆಲ್ಲ ನೋಹನೊಂದಿಗೆ ಬಂದವು. പക്ഷേ മനുഷ്യരാരും അതിനകത്ത് കയറിയില്ല. ಆದ್ರೆ ಮನುಷ್ಯರು ಯಾರು ಒಳಗೆ ಸೇರಲಿಲ್ಲ. പലപ്പോഴും മനുഷ്യർ വഴി മാറുകയാണ്. ಮನುಷ್ಯರು ದಾರಿ ತಪ್ಪುತ್ತಾ ಇದ್ದಾರೆ. പലപ്പോഴും ദൈവത്തിന്റെ രക്ഷയെ മനുഷ്യൻ തള്ളിക്കളയുകയാണ്. ದೇವರ ಗುರಿಯನ್ನ ಮನುಷ್ಯರು ತಳ್ಳಿ ಹಾಕುತ್ತಾರೆ. പലപ്പോഴും ദൈവം ഒരുക്കുന്ന നിത്യതയുടെ രക്ഷയെ മനുഷ്യൻ മാറ്റിക്കളയുകയാണ്. ಅನೇಕ ಸಾರಿ ದೇವರು ಸಿದ್ಧ ಮಾಡುವಂತ ನಿತ್ಯತ್ವ ಎಂಬ ಗುರಿಯನ್ನ ಮನುಷ್ಯನು ತಪ್ಪಿಸುತ್ತಾನೆ. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ്, ಯೇಸು ಕ್ರಿಸ್ತನು ಹುಟ್ಟುವುದಕ್ಕಿಂತ യേശു ಮುಂಚೆ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ಉದರದಲ್ಲಿ ವಹಿಸಿಕೊಂಡು മറിയം യോസഫും അനേക വാതിലുകളിൽ മുട്ടി, ಅಂದರೆ ಮರಿಯಳು ಯೋಸೇಫನ ಅನೇಕ ಬಾಗಿಲನ್ನ ತಟ್ಟಿದರು, അനേക വീടുകളിൽ മുട്ടി. ಅನೇಕ ಮನೆಗಳನ್ನ ತಟ್ಟಿದರು. ആരും തുറന്നു കൊടുത്തില്ല. ಯಾರು ತೆರೆಯಲಿಲ್ಲ. ലോക രക്ഷകന് ജനിക്കാൻ ആരും ഇടം കൊടുത്തില്ല. ಲೋಕದ ರಕ್ಷಕನು ಹುಟ್ಟುವುದಕ್ಕೆ ಯಾರು ಸ್ಥಳ ಕೊಡಲಿಲ್ಲ. അവരുടെ വീടുകൾ ആരും തുറന്നു കൊടുത്തില്ല. ಅವರ ಮನೆಗಳನ್ನ ಯಾರು ತೆರೆಯಲಿಲ್ಲ. അങ്ങനെ ഇരിക്കെ ജോസഫും അത് മറിയും കൂടെ ജനിച്ച ആ യേശുവുമായി ഒരു പുൽത്തൊഴുത്തിലേക്ക് വന്നു. ಹಾಗೆ ಇರುವಾಗ ಯೋಸೇಫನು ಮತ್ತು ಮರಿಯಳು ಜನಿಸಿದಂತ ಮಗುವನ್ನ ಗೋತಲಿಗೆ ತಂದರು. വചനം ഇങ്ങനെ പറയുന്നു, ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ആ പുൽത്തൊട്ടി ഈ ಶಿಶುവിനെ കിടത്തി. ಆ ಹುಲ್ಲಿನ ತೊಟ್ಟಿಯಲ್ಲಿ ಮಗುವನ್ನ ಮಲಗಿಸಿದರು. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ನಾನು ಹೀಗೆ ಚಿಂತಿಸ್ತೇನೆ, ലോകത്തിന്റെ സൃഷ്ടിതാവായ രക്ഷകൻ ആ പുൽത്തൊഴുത്തിൽ വന്നപ്പോൾ ಲೋಕದ ರಕ್ಷಕನಾಗಿರುವಂತ ಹುಲ್ಲಿನ ತೊಟ್ಟಿಯಲ್ಲಿ ಇರುವಾಗ ആ മൃഗങ്ങളെല്ലാം മാറിക്കൊടുത്തു. ಆ ಪ್ರಾಣಿಗಳೆಲ್ಲ ಸ್ಥಳ ಕೊಟ್ಟಿತು. വാക്കും ഭാഷണം കൂടാതെ അവർ ഇങ്ങനെ പറയുകയാണ്, ಅವರು ಹೀಗೆ ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, ലോക രക്ഷകന് വേണ്ടി ഞങ്ങളുടെ വീട് തുറന്നു തരാം. ಅಂದರೆ ಲೋಕದ ರಕ್ಷಕನಿಗಾಗಿ ನಾವು ಮನೆ ತೆರೆದು ಕೊಡುತ್ತೇವೆ. ലോക രക്ഷകന് വേണ്ടി ഞങ്ങളുടെ ഇടം ഞങ്ങൾ തരാം. ಅಂದರೆ ಲೋಕದ ರಕ್ಷಕನಿಗಾಗಿ ನಾವು ಸ್ಥಳ ಕೊಡುತ್ತೇವೆ. ആ മൃഗങ്ങൾ മാറിക്കൊടുത്തു. ಆ ಪ್ರಾಣಿಗಳು ಸ್ಥಳ ಕೊಟ್ಟವು. ആ പുൽത്തൊഴുത്തിൽ യേശുവിനെ കിടത്തി. ಆ ಗೋದಲಿಯಲ್ಲಿ ಯೇಸುವನ್ನು ಮಲಗಿಸಿದರು. ഇന്നും ആ പുൽത്തൊഴുത്ത് പ്രസിദ്ധമാണ്. ಆ ಹುಲ್ಲಿನ ತೊಟ್ಟಿ ಪ್ರಸಿದ್ಧವಾಗಿದೆ. ഇന്നും ആ പുൽത്തൊഴുത്തിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടുകയാണ്. ಆ ಹುಲ್ಲಿನ ತೊಟ್ಟಿ ಹತ್ರ ಪ್ರಸಂಗ ಮಾಡುತ್ತಿದ್ದಾರೆ. മനുഷ്യരെല്ലാം അവരുടെ വീടിന്റെ വാതിൽ കൊട്ടിയടച്ചപ്പോൾ, ಆ ಮನುಷ್ಯರೆಲ್ಲ ಅವರ ಮನೆಯ ಬಾಗಿಲನ್ನ ಮುಚ್ಚಿದಾಗ ഇതാ മൃഗങ്ങൾ യേശുവിനെ കിടത്താൻ അവരുടെ വീട് തുറന്നു കൊടുക്കുകയാണ്. ಆ ಪ್ರಾಣಿಗಳು ಯೇಸುವಿಗಾಗಿ ಆ ಸ್ಥಳವನ್ನು ತೆರೆದುಕೊಟ್ಟವು. ഓ ബുദ്ധി ജ്ഞാനമുള്ളവർ യേശുവിന് വേണ്ടി ഹൃദയം അടയ്ക്കുമ്പോൾ, ಆ ಬುದ್ಧಿ ಜ್ಞಾನವಿರುವರು ಯೇಸುವಿಗಾಗಿ ಹೃದಯವನ್ನು ಮುಚ್ಚುವಾಗ, ബുദ്ധിയില്ലാത്തവരെന്നും രോഗം മുദ്രകുത്തുന്ന പലരും യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തു. ಅಂದ್ರೆ ಬುದ್ಧಿ ಇಲ್ಲದವರು ಯೇಸುವಿಗಾಗಿ ಹೃದಯ ತೆರೆದರು. ദൈവം അവരെ അനുഗ്രഹിച്ചു. ದೇವರವರನ್ನು ಆಶೀರ್ವದಿಸಿದರು. ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ಅವರಿಗಾಗಿ ಇಳಿದು ಬಂತು. അസാധ്യതകൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ಅಸಾಧ್ಯಗಳ ಮಧ್ಯದಲ್ಲಿ ಕಾರ್ಯ ಮಾಡುವ ದೇವರಿದ್ದಾನೆ. അസാധ്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ಅಸಾಧ್ಯಗಳ ಮಧ್ಯದಲ್ಲಿ ಕಾರ್ಯ ಮಾಡುವ ದೇವರಿದ್ದಾನೆ. മൃഗങ്ങൾ പോലും ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു. ಅಂದ್ರೆ ಪ್ರಾಣಿಗಳು ಕೂಡ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನ ತಿಳಿದವು. ഒരിക്കൽ അത് ബിലയാമെന്ന് പറയുന്ന പ്രവാചകൻ ಒಮ್ಮೆ ಬಿಲಾಮನ್ ಎಂಬ ಪ್ರವಾದಿ ദൈവത്തിന് വിരോധമായി ದೇವರಿಗೆ ವಿರೋಧವಾಗಿ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ഒരു കഴുതയുടെ പുറത്ത് കയറിപ്പോയി. ಇಸ್ರಾಯೇಲ್ ಜನರನ್ನ ಶಪಿಸುವುದಕ್ಕಾಗಿ ಕತ್ತೆ ಮೇಲೆ
ಹೋದನು. എന്നാൽ പോയ വഴിക്ക് ദൂതൻ വന്ന് ആ മൃഗത്തിന് മുൻപിൽ നിന്നു. ಆದರೆ ಹೋದಂತ ದಾರಿಯಲ್ಲಿ ದೂತನು ಆ ಪ್ರಾಣಿಗಳ ಮುಂದೆ ಬಂದು ನಿಂತನು. പ്രവാചകൻ കണ്ടില്ല, ಪ್ರವಾದಿ ಕಂಡಿಲ್ಲ. പക്ഷെ മൃഗം അത് കണ്ടു. ಆದರೆ ಕತೆ ತಿಳಿಯಿತು, അത് വഴിമാറിപ്പോയി. ಅದು ದಾರಿ ತಪ್ಪಿತು. പ്രവാചകൻ ആ മൃഗത്തെ അടിച്ചു. ಅಂದ್ರೆ ಪ್ರವಾದಿ ಆ ಕತ್ತೆಯನ್ನು ಹೊಡೆದನು. അങ്ങനെ വീണ്ടും വീണ്ടും അത് വഴിമാറിപ്പോയി. ಮತ್ತೆ ದಾರಿ ತಪ್ಪಿ ಹೋಯಿತು. അപ്പോഴെല്ലാം പ്രവാചകൻ അതിനെ അടിച്ചു. ಆ ಪ್ರವಾದಿ ಅದನ್ನ ಹೊಡೆದನು. അപ്പോൾ ഈ മൃഗം പ്രവാചകനോട് ചോദിക്കുന്നു, ಈ ಪ್ರವಾದಿಯೊಂದಿಗೆ ಈ ಪ್ರಾಣಿ ಕೇಳುತ್ತಾ ಇದೆ, നീ എന്നെ അടിക്കുന്നതെന്ത്? ನೀನು ಯಾತಕ್ಕೆ ನನ್ನನ್ನು ಹೊಡಿತ್ಯೋ? പ്രവാചകന്റെ കണ്ണടഞ്ഞു പോയിട്ടും മൃഗത്തിന്റെ കണ്ണ് ദൈവം തുറക്കുവാനിടയായി തീർന്നു. ಪ್ರವಾದಿಯ ಕಣ್ಣು ಮುಚ್ಚಲ್ಪಟ್ಟರು, ಪ್ರಾಣಿಯ ಕಣ್ಣು ತೆರೆಯಲ್ಪಟ್ಟಿತು. മൃഗം ദൈവത്തിന്റെ ദൂതനെ കണ്ടിട്ടും പ്രവാചകൻ അതിനെ കണ്ടില്ല. ಆದರೆ ಪ್ರಾಣಿಯು ದೇವರ ದೂತರನ್ನ ಕಂಡ್ರು, ಪ್ರವಾದಿಯು ದೂತನನ್ನ ಕಾಣಲಿಲ್ಲ. മൃഗങ്ങൾക്ക് പോലും ദൈവം വെളിപ്പാട് കൊടുക്കുമ്പോൾ ಅದೇ ಪ್ರಾಣಿಗಳಿಗೂ ಕೂಡ ದೇವರ ಪ್ರಕಟಣೆ ಕೊಡುವಾಗ മനുഷ്യന്റെ കണ്ണുകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ಮನುಷ್ಯರ ಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಡುತ್ತಾ ಇದೆ. ഈ ലോകത്തിന്റെ പ്രഭു മനുഷ്യന്റെ കണ്ണിനെ കുരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. ಈ ಲೋಕದ ಶಕ್ತಿಯು, ಲೋಕದ ಪ್ರಭುವು ಮನುಷ್ಯರ ಕಣ್ಣುಗಳನ್ನು ಕುರುಡಾಗಿ ಮಾಡಿದ್ದಾರೆ. സത്യം അറിയാതിരിക്കാൻ വേണ്ടി കുരുട്ടാക്കി വെച്ചിരിക്കുന്നു. ಸತ್ಯವನ್ನು ತಿಳಿಯದೆ ಕುರುಡಾಗಿ ಮಾಡಿರುವಾಗ ഈ മൃഗം സംസാരിച്ചിട്ടും പ്രവാചകൻ മാനസാന്തരപ്പെട്ടില്ല. ಈ ಪ್ರಾಣಿಯು ಮಾತನಾಡಿದಾಗ ಪ್ರವಾದಿಯು ಮನಸ್ಸಾಂತರ ಪಡಲಿಲ್ಲ. പ്രവാചകൻ എന്നിട്ടും പണത്തിനോടുള്ള ആർത്തിയായിരുന്നു. ಆತನ ಪ್ರವಾದಿ ಆತನು ನೋಡುತ್ತಾ ಇದ್ದನು. ആ ബാരാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണത്തിനു വേണ്ടി പ്രവാചകൻ ഓടുകയായിരുന്നു. ಆ ಬಾರಾಕನು ಕೊಟ್ಟಂತ ಹಣಕ್ಕೋಸ್ಕರ ಪ್ರವಾದಿ ಓಡುತ್ತಾ ಇದ್ದನು. ദൈവം അവനെ തടയുകയായിരുന്നു. ದೇವರು ಆತನ ತಡೆ ಮಾಡಿದನು. ബാരാക്ക് ഈ ജനത്തെ ശപിക്കാൻ തീരുമാനിച്ചു. ಬಾರಾಕನು ಮನುಷ್ಯರನ್ನ ಶಪಿಸುವುದಕ್ಕೆ ತೀರ್ಮಾನ ಮಾಡಿದ. ഇസ്രായേൽ മക്കളെ ശപിക്കാൻ തീരുമാനിച്ചു. ಇಸ್ರಾಯೇಲ್ ಜನರನ್ನ ಶಪಿಸುವುದಕ್ಕೆ ತೀರ್ಮಾನ ಮಾಡಿದ. ദൈവത്തിന്റെ തടസ്സങ്ങളെ ഭേദിച്ചവൻ വീണ്ടും ആ ജനത്തെ ശപിക്കാൻ പോയി. ದೇವರ ದಾಸನು ಎದುರಿ ಆದ್ರೂ ಕೂಡ ಆತನು ಶಪಿಸುವುದಕ್ಕೆ ಹೋದನು. പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇസ്രായേൽ ജനത്തെ നോക്കി ശപിക്കാൻ തുടങ്ങുകയാണ്. ಪರ್ವತದ ಬೆಟ್ಟದ ಮೇಲೆ ಹೋಗಿ ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ನೋಡಿ ಶಪಿಸುತ್ತಾನೆ. പക്ഷെ ദൈവം പ്രവാചകനോട് പറഞ്ഞു, ದೇವರು ಪ್ರವಾದಿಯೊಂದಿಗೆ ಹೇಳಿದನು, ഞാൻ നിന്റെ നാവിൽ തരുന്നതല്ലാതെ മറ്റൊന്നും പറയരുത്. ನಾನು ನಿನ್ನ ಬಾಯಲ್ಲಿ ಹೇಳದೆ ನೀನು ಯಾವುದು ಹೇಳಬಾರದು. ആ പ്രവാചകൻ ആ ജനത്തെ നോക്കിയിട്ട് ಆ ಪ್ರವಾದಿ ಆ ಜನರನ್ನು ನೋಡಿ ശപിക്കാൻ വേണ്ടി വായ തുറന്നപ്പോ ಶಪಿಸುವುದಕ್ಕೆ ಬಾಯಿ ತೆರೆಯುವಾಗ ഇവന്റെ വായുടെ നിയന്ത്രണം ദൈവം ഏറ്റെടുത്തു. ಈತನ ಬಾಯಿಯ ನಿಯಂತ್ರಣ ದೇವರು ಅಂಗೀಕರಿಸಿ ശപിക്കാൻ വന്നവൻ ആ ജനത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ಶಪಿಸುವುದಕ್ಕೆ ಆರಂಭಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದಾಗ ದೇವರು ಆಶೀರ್ವದಿಸುವುದಾಗಿ ആ ಮಾಡಿದನು. പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, ಆ ಪ್ರವಾದಿ ಹೀಗೆ ನುಡಿದನು, മലകളുടെ മുകളിൽ നിന്ന് ഞാൻ ഈ ജനത്തെ കാണുന്നു. ಆದರೆ ಬೆಟ್ಟದ ಮೇಲಿನಿಂದ ಈ ಜನರನ್ನ ನೋಡುತ್ತಾ ಇದ್ದಾನೆ. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ಹೀಗೆ ಹೇಳುತ್ತಾನೆ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജന, ಇದೇ ಒಂದು ಪ್ರತ್ಯೇಕವಾಗಿರುವ ಜನ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജന, ಪ್ರತ್ಯೇಕಿಸಲ್ಪಟ್ಟ ಜನ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജന. ಇದು ಪ್ರತ್ಯೇಕಿಸಲ್ಪಟ್ಟ ಜನ. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ಆದ್ರೆ ಜನಾಂಗಗಳ ಮಧ್ಯದಲ್ಲಿ ಒಡನಾಡುವುದಿಲ್ಲ. ദൈവത്തിന്റെ ജനം തനിച്ചു പാർക്കുന്നവരാണ്. ಆದ್ರೆ ಲೋಕದ ಜನರ ಮಧ್ಯದಲ್ಲಿ അവർ ಪ್ರತ್ಯೇಕಿಸಲ್ಪಟ್ಟವರು. ലോകത്തോടു കൂടെ എണ്ണപ്പെടുന്നില്ല. ಆತನ ಲೋಕದೊಂದಿಗೆ ಎಣಿಸಲ್ಪಡುವುದಿಲ್ಲ. അവർ ലോകത്തിലുള്ളവരെ പോലെ ജീവിക്കുന്നില്ല. ಅವರು ಲೋಕದವರಾಗಿ ಜೀವಿಸುವುದಿಲ್ಲ. ലോകത്തിൽ നിന്ന് അവർ വ്യത്യസ്തരാണ്. ಲೋಕಕ್ಕಿಂತ ವ್ಯತ್ಯಾಸದವರು, ലോകത്തിൽ നിന്ന് അവർ വേർപെട്ടവരാണ്. ಲೋಕದಿಂದ ಬೇರ್ಪಡಿಸಲ್ಪಟ್ಟವರು, ലോകത്തിൽ നിന്ന് അവർ മാനസാന്തരപ്പെട്ടവരാണ്. ಲೋಕದಿಂದ ಮನಸಾಂತರ ಹೊಂದಿದವರು. ലോകം നോക്കുമ്പോൾ ദൈവമക്കൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണം. ಲೋಕವು ನೋಡುವಾಗ ದೇವರ ಮಕ್ಕಳಿಗೆ ವ್ಯತ್ಯಾಸ ಉಂಟಾಗಬೇಕು. ലോകത്തിലെ മറ്റു മനുഷ്യർ നോക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകണം. ಲೋಕದ ಮನುಷ್ಯರು ನೋಡುವಾಗ ದೇವರ ಮಕ್ಕಳಿಗೆ ವ್ಯತ್ಯಾಸವಿರಬೇಕು. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಎತ್ತಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. മറ്റുള്ളവരിൽ നിന്നും ദൈവമക്കൾ വ്യത്യസ്തരാണ്. ಅಂದ್ರೆ ಬೇರೆಯವರಿಗಿಂತ ದೇವರ ಮಕ್ಕಳು ವ್ಯತ್ಯಾಸವಾದವರು. പ്രവാചകൻ പറയുന്നു, ഇവർ തനിച്ചു പാർക്കുന്ന ജനമാണ്. ಇವರು ಪ್ರತ್ಯೇಕಿಸಲ್ಪಟ್ಟ ಜನ. ആ പ്രവാചകൻ അങ്ങനെ പറയുകയാണ്. ಆ ಪ್ರವಾದಿ ಹಾಗೆ ನುಡಿತಾ ಇದ್ದಾನೆ. അതെ, ദൈവം ആ മൃഗങ്ങളിലൂടെ മനുഷ്യരോട് സംസാരിച്ചു. ದೇವರು ಆ ಪ್ರಾಣಿಗಳ ಮುಖಾಂತರವಾಗಿ എന്നിട്ട് ಮನುಷ್ಯರ പ്രവാചകൻ മാനസാന്തരപ്പെട്ടില്ല. ಆದರೂ ಪ್ರವಾದಿ ಮನಸ್ಸಾಂತರ ಹೊಂದಲಿಲ್ಲ. ഞാൻ പറഞ്ഞത് മൃഗങ്ങൾ പോലും ദൈവത്തിന്റെ വചനങ്ങൾ അറിയുന്നു. ಅಂದ್ರೆ ಪ್ರಾಣಿಗಳು ಕೂಡ ದೇವರ ವಾಕ್ಯವನ್ನ ತಿಳಿತವೆ. അതെ, കൊക്കും പെരിഞ്ഞാറയും അതിന്റെ കാലം അറിയുന്നു. ಆದ್ರೆ ಅದು ಹಕ್ಕಿಗಳು ಅದರ ಕಾಲಗಳನ್ನ ತಿಳಿತವೆ. പക്ഷികൾ അതിന്റെ കാലങ്ങളെ കുറിച്ച് അറിയുന്നു. ಪಕ್ಷಿಗಳು ಅದರ ಕಾಲಗಳನ್ನ ತಿಳಿತವೆ. പക്ഷെ മനുഷ്യനോ അറിയുന്നില്ല. ಮನುಷ್ಯರು ತಿಳಿತಾ ಇಲ್ಲ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ സമർപ്പിക്കുക. ದೇವರ ಕಾರ್ಯಕ್ಕಾಗಿ ಸಮರ್ಪಿಸೋಣ. നാം ദൈവത്തെ മനസ്സിലാക്കുക. ದೇವರನ್ನ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳೋಣ. അസാധ്യതകളോട് കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ಅಸಾಧ್ಯಗಳ ಮಧ್ಯದಲ್ಲಿ ಅಪ್ಪಣೆ ಕೊಡುವ ದೇವರು. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ಆತನು ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. എന്താണ് അവൻ മേഘത്തോട് കൽപ്പിച്ചത്? ಏನು ದೇವರು ಅಪ್ಪಣೆ ಮೇಘಕ್ಕೆ ಅಪ್ಪಣೆ മേഘം ಕೊಟ್ಟನು. അത് അനുസരിച്ചുവോ? ಮೇಘ ಅನುಸರಿಸಿತೋ? വേഗത്തിൽ നമുക്ക് വായിക്കാം. ಬೇಗನೆ ನಾವು ಓದೋಣ. പുറപ്പാട് പുസ്തകം ವಿಮೋಚನ ಕಾಂಡ. പുറപ്പാട് പുസ്തകം ವಿಮೋಚನ ಕಾಂಡ 13-ാം അധ്യായം 13ನೇ ಅಧ್ಯಾಯ അതിന്റെ 21 മുതലുള്ള വാക്യം. ಅದರ 21ನೇ ವಾಕ್ಯದಿಂದ 13ന്റെ 21 മുതൽ. ಯೆಹೋವನು ആ ಹಗಲು ಹೊತ್ತಿನಲ್ಲಿ ആ ದಾರಿ ತೋರಿಸುವುದಕ್ಕೆ ആ ಮೇಘ ಸ್ತಂಭದಲ್ಲಿಯೂ ആ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ആ ಬೆಳಕು ಕೊಡುವುದಕ್ಕೆ ആ ಅಗ್ನಿ ಸ್ತಂಭದಲ್ಲಿಯೂ ಇದ್ದು ആ ಅವರ ಮುಂಭಾಗದಲ್ಲಿ ಹೋದನು. ആ ಈ ರೀತಿಯಲ್ಲಿ ആ ಅವರು ಹಗಲಿರಲು ಪ್ರಯಾಣ ಮಾಡಿದರು. ആ
ಹಗಲಲ್ಲಿ ಮೇಘಸ್ತಂಭವು ಆ. ರಾತ್ರಿಯಲ್ಲಿ ಅಗ್ನಿಸ್ತಂಭವು ಆ. ಜನರ ಮುಂದೆ ತಪ್ಪದೆ ಕಾಣಿಸಿತು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. കരമുയർത്തി സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನೆತ್ತಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ಇಸ್ರೇಲರ ಕುರಿತು ಈ ಮಾತು ಹೇಳುತ್ತಿರುವುದು. അടിമ നുഖത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ ದಾಸತ್ವದಲ್ಲಿದ್ದಂತ ಇಸ್ರೇಲ್ ಜನರು മോശ മുഖാന്തരം വിടുവിച്ചു കൊണ്ടുവരികയാണ്. ಮೋಶೆ ಮುಖಾಂತರ ಬಿಡಿಸಿ ತರುತ್ತಾ ಇದ್ದಾರೆ. അത് 10 ബാധകളിലൂടെ മിസ്രൈമിനെ ബാധിച്ച് 10 ಬಾಧೆಗಳಿಂದ ಇಸ್ರೇಲರನ್ನ ಉಪದ್ರವ ಕೊಟ್ಟು 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിലൂടെ ಅಂದ್ರೆ 10ನೇ ಬಾಧೆಯ ಕಡೆಯ ಭಾಗದಲ್ಲಿ അത് ഈ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. ಈ ಜನರನ್ನ ಬಿಡಿಸಿ ಕರೆತರುತ್ತಾನೆ. 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം വരുമ്പോ ಆತನ 10ನೇ ಬಾಧೆಯಾಗಿರುವ ಸಂಹಾರವು ಬರುವಾಗ ഇസ്രായേൽ മക്കളോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, ಇಸ್ರೇಲ್ ಮಕ್ಕಳೊಂದಿಗೆ ದೇವರು ನುಡಿದನು, നിങ്ങളൊരു കുഞ്ഞാടിനെ അറുക്കണം, ನೀವು ಯಜ್ಞದ ಕುರಿಯನ್ನ ಕೊಯ್ಯಬೇಕು, അതിന്റെ രക്തം എടുത്തിട്ട് ಅದರ ರಕ್ತವನ್ನ ತೆಗೆದು അതിന്റെ രക്തം കട്ടളക്കാൽ മേലും കുറുമടി മേലും പുരട്ടണം, ಅದರ ರಕ್ತವನ್ನ ನಿಲುವು ಪಟ್ಟಿಗಳಿಗೆ ಹಚ್ಚಬೇಕು, എന്നിട്ട് നിങ്ങൾ വീടിന്റെ അകത്തിരിക്കണം. ನೀವು ಮನೆ ಒಳಗೆ ಇರಬೇಕು. സംഹാര ദൂതം വരുമ്പോൾ ಸಂಹಾರ ದೂತನು ಬರುವಾಗ രക്തം ഉടമ്പടിയുള്ള വീടിനെ വിട്ടുമാറിപ്പോകും. ರಕ್ತದ ಒಡಂಬಡಿಕೆ ಇರುವಂತ ಮನೆಯನ್ನ ಬಿಟ್ಟು ಹೋಗುತ್ತಾನೆ. അങ്ങനെ ഇസ്രായേൽ മക്കൾ കുഞ്ഞാടിനെ അറുത്ത് അവരുടെ വീടിന്റെ കട്ടളക്കാലിന് മേൽ കുറുമടി മേലെ രക്തം പുരട്ടി ಇಸ್ರೇಲ್ ಜನ ತನ್ನ ಕುರಿಯನ್ನ ಕೊಯ್ದು ಅದರ ಮನೆಯ ಮುಂದೆ ಅದರ ಚೌಕಟ್ಟಿನ ಮೇಲೆ ಹಚ್ಚಿದಾಗ സംഹാര ദൂതൻ വന്നപ്പോൾ ಸಂಹಾರ ದೂತನು ಬರುವಾಗ ഈ രക്ത അടയാളം കണ്ട വീടുകളിൽ കയറിയില്ല. ಈ ರಕ್ತದ ಗುರುತನ್ನು ನೋಡಿ ಆತನು ಮನೆಗೆ ಹೋಗಲಿಲ್ಲ. അവിടുന്ന് മാറി. ಆತನು ದೂರ ಸರಿದನು. രക്ത അടയാളങ്ങൾ ഇല്ലാത്ത ಗುರುತುಗಳು ಇಲ್ಲದ അത് മിസ്രൈമിന്റെ വീടുകളെ ബാധിച്ചു. ಆದ್ರೆ ಐಗುಪ್ತದ ದೇಶದಲ್ಲಿದ್ದ ಮನೆ ಬಾಧಿಸಲ್ಪಟ್ಟಿತು. അത് കുടില് മുതൽ മിസ്രൈമിന്റെ രാജകൊട്ടാരം വരെ ಅಂದ್ರೆ ಅರಮನೆಯವರೆಗೂ ಇಸ್ರಾಯೇಲರ അത് മിസ്രൈമിയരുടെ ಐಗುಪ್ತದೊಂದಿಗೆ ആദിജാതന്മാരെല്ലാം മരിച്ചുപോയി. ಎಲ್ಲ ಅಲ್ಲಿ ಇದ್ದಂತ ಪಂಡಿತರೆಲ್ಲ ಸತ್ತರು. ആ രാജ്യത്ത് കൂട്ട നിലവിളി ഉണ്ടായി. ಆ ರಾಜ್ಯದ ಮರೆ ಕೇಳಿಸಿತು. അത് ദൈവത്തിന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാൻ ഫറവോന് മനസ്സുണ്ടായി. ಆದ ದೇವರ ಜನರನ್ನ ಆರಾಧನೆ ಮಾಡುವುದಕ್ಕೆ ಫರೋಹನಿಗೆ ಮನಸ್ಸುಂಟಾಯಿತು. അങ്ങനെ വലിയ സമ്പത്തോടു കൂടെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ಅಂದ್ರೆ ಬಹಳ ಸಂಪತ್ತಿನಿಂದ ಐಗುಪ್ತದಿಂದ ಇಸ್ರಾಯೇಲ್ ಜನರು ಪ್ರಯಾಣ ಮಾಡಿದರು. അങ്ങനെ വരുന്ന വഴിയിൽ ಹಾಗೆ ಬರುವ ದಾರಿಯಲ್ಲಿ അവർക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച കൽപ്പനയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ಅವರಿಗೋಸ್ಕರವಾಗಿ ದೇವರು ಅಪ್ಪಣೆ ಮಾಡಿದಂತ ಮಾತನ್ನ ಇಲ್ಲಿ ಓದಿದೆವು. ഈ ജനം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. ಈ ಜನರು ಮರುಭೂಮಿಯಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡುತ್ತಿದ್ದಾರೆ. അതിന് 17 മുതൽ വായിക്കുമ്പോൾ ಅದರ 17ರಿಂದ ಓದುವಾಗ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ಅಲ್ಲಿ ಹೀಗೆ ಓದುತ್ತೇವೆ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ಫರೋಹನು ಇಸ್ರಾಯೇಲಿಗೆ ಹೋಗೋದಕ್ಕೆ ಅಪ್ಪಣೆ ಕೊಟ್ಟಾಗ ഫെലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴി അടുത്തതെന്ന് വരികിലും ಫಿಲಿಸ್ತರ ದೇಶದೊಳಗಿನ ಮಾರ್ಗವು ಹತ್ತಿರವಿದ್ದರು. ജനം യുദ്ധം കാണുമ്പോൾ ದೇವರು ಆ ದಾರಿಯಲ್ಲಿ ಅವರು ನಡೆಸಿದ ಕೆಂಪು ದಾರಿಯನ್ನ പക്ഷെ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ಅವರು ಮತ್ತೆ ಅವರು ಇಸ್ರಾಯೇಲ್ ಕಾಡಿನ ಮಧ್ಯದಲ್ಲಿ ಸುತ್ತಾಗಿ ನಡೆಸಿಕೊಂಡು ಹೋದನು. അവരെ അതിലെ കൊണ്ടുപോയില്ല. ಅವರು ಧೈರ್ಯಗೆಟ್ಟು 5 ದಿವಸ ಹಿಂದಿರುಗಾರು ಅಂದುಕೊಂಡನು. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ಆದ್ರೆ ಕೆಂಪು ಸಮುದ್ರದ ಬಳಿಯಲ್ಲಿ ಮರಳುಗಾಡಿನ ದಾರಿಯಲ್ಲಿ ആ ಸುತ್ತಾಗಿ ನಡೆಸಿಕೊಂಡು മരുഭൂമിയിലൂടെ ചുറ്റി ദൈവം അവരെ നടത്തി. ಆ ಮರುಭೂಮಿಯಲ್ಲಿ ಆತನು ಸುತ್ತ ನಡೆಸಿದನು. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ ചുറ്റി നടക്കുകയാണ്. ಮರಳುಗಾಡಿನ ಸುತ್ತ ನಡೀತಾ ಇದ್ದಾರೆ. എന്തിനു വേണ്ടിയാണ് ചുറ്റി നടത്തിയത്? ಯಾತಕ್ಕೋಸ್ಕರ ಸುತ್ತ ನಡೀತಾ ಇದ್ದಾರೆ? വചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳುತ್ತದೆ അവർ പിന്മാറി പുറകോട്ട് പോകാതിരിക്കാൻ. ಅದು ಹಿಂಜರಿದು ಹೋಗದೇ ಇರುವುದಕ್ಕಾಗಿ. ഈ ചുറ്റൽ പിന്മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ಈ ಸುತ್ತಾಗಿ ಬರುವಂತದ್ದು ಹಿಂಜರಿದು ಹೋಗದೇ ಇರುವುದಕ್ಕಾಗಿ. ജീവിതത്തിൽ ഒരു ചുറ്റൽ ഉണ്ടാകുകയാണെങ്കിൽ, ಜೀವಿತದಲ್ಲಿ ಒಂದು ಸುತ್ತಾಡುವಿಕೆ ಬರುವುದಾದ್ರೆ, ഒരു കറങ്ങുന്ന അനുഭവം പോലെ തോന്നുകയാണെങ്കിൽ, ಆತನ ಒಂದು ಕಲಕ ಉಂಟಾಗುವುದಾದ್ರೆ ഒരു കാര്യം തിരിച്ചറിയുക, ಒಂದು ಕಾರ್ಯವನ್ನು ಅರ್ಥ ಮಾಡಿಕೋ. അത് യുദ്ധം കണ്ടിട്ട് നാം പിന്മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ಯುದ್ಧವನ್ನ ಕಂಡು ಹಿಂಜರಿದು ಹೋಗದೇ നാം ಇರುವುದಕ್ಕಾಗಿ. പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കാനാണ്. ನಾವು ಹಿಂಜರಿದು ಧೈರ್ಯಗೆಟ್ಟು ಹೋಗದೇ ഈ ಇರುವುದಕ್ಕಾಗಿ. പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നത്, ಈ ಕಷ್ಟಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ഈ ಬಂದಿದ್ದು, ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നത് ಈ ಘಟನೆಗಳು ಬಂದಿದ್ದು പിന്മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ಧೈರ್ಯಗೆಟ್ಟು ಹೋಗದೇ ಇರುವುದಕ್ಕಾಗಿ. അതിനുവേണ്ടി ദൈവം അവരെ ചുറ്റി ചുറ്റി നടത്തി. ಹಾಗೆ ಸುತ್ತ ಸುತ್ತ ನಡೆಸಿದನು. അങ്ങനെ അവർ മരുഭൂമിയിൽ നടക്കുമ്പോൾ, ಹಾಗೆ ಮರಳುಗಾಡಿನಲ್ಲಿ ನಡೆಯುವಾಗ അത് സൂര്യന്റെ നല്ല ചൂട് അവരെ തലയിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ, ಆದರೆ ಸೂರ್ಯನ ಅವರ ಮೇಲೆ ಆತನು ಬಿಸಿ ಆದಾಗ ദൈവം മേഘത്തോട് കൽപ്പിക്കാനിടയായി തീർന്നു. ಆತನು ದೇವರು ಮೇಘದೊಂದಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. ആ മേഘത്തെ കൽപ്പിച്ച് ദൈവം അവരുടെ മുകളിലാക്കി. ಆತರ ಮೇಘಕ್ಕೆ ಅಪ್ಪಣೆ ಕೊಟ್ಟು ದೇವರು ಅವರ ಮುಂದೆ ನಿಲ್ಲಿಸಿದನು. ലക്ഷക്കണക്കിന് ആളുകളാണ് മരുഭൂമിയിലൂടെ നടന്നു പോകുന്നത്. ಲಕ್ಷಗಟ್ಟಲೆ ಜನರು ಮರಳುಗಾಡಿನಲ್ಲಿ ನಡೀತಾ ಇದ್ದಾರೆ. ആ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മുകളിലേക്ക് ಆ ಲಕ್ಷಗಟ್ಟಲೆ ಹೋಗುತ್ತಿರುವಂತ ಜನರ ಮೇಲೆ വലിയ മേഘങ്ങൾ പറന്നു വരാൻ തുടങ്ങി. ಒಂದು ದೊಡ್ಡ ಮೇಘವು ಹಾರಿ ಬಂತು. നിങ്ങൾ നോക്ക, ഭയങ്കര വെയിലത്ത് നിൽക്കുകയാണ് അവർ. ಭಯಂಕರ ಬಿಸಿಲಲ್ಲಿ ನಿಂತಿದ್ದಾರೆ ಅವರು. പകലിലെ
മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന ചൂട് അവരുടെ ശരീരത്തിലേക്ക് അടിക്കുകയാണ്. ಅಂದ್ರೆ ಮರಳಿನಲ್ಲಿ ಸುತ್ತಿ ಬತ್ತಿರುವಂತ ಬಿಸಿಲು ಅವರ ಶರೀರಕ್ಕೆ ಹೊಡಿತಾ ಇದೆ. ഒരുപക്ഷെ തലയിൽ മുടിയില്ലാത്ത ഒത്തിരി പേരുണ്ടാകാം. ಅನೇಕರಿಗೆ ತಲೆಯಲ್ಲಿ ಕೂದಲು ಇಲ್ಲದವರು ಅನೇಕರು ಇರಬಹುದು. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാകാം. ಚಿಕ್ಕ ಮಕ್ಕಳು ಇರಬಹುದು. ആ മരുഭൂമിയിലെ ചൂട് അവരുടെ ദേഹത്തടിക്കുകയാണ്. ಅಂದ್ರೆ ಮರಳುಗಾಡಿನಲ್ಲಿ ಬಿಸಿಲು ಅವರ ಶರೀರಕ್ಕೆ ಹೊಡಿತಾ ಇದೆ. ഈ അവസരത്തിൽ ദൈവം മേഘങ്ങളോട് കൽപ്പിച്ചു. ಅದಕ್ಕೆ ದೇವರು ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. നിങ്ങൾ ആ ആകാശത്തിലേക്ക് സങ്കല്പത്തിൽ നോക്കുക. ನೀವು ಆಕಾಶವನ್ನ ನೋಡಿರಿ. തെളിഞ്ഞു നിന്ന ആകാശം, ಆತನ ಇರುವಂತ ಆಕಾಶ, ശക്തമായ വെയിൽ പ്രവഹിച്ച ആകാശം, ಅಂದ್ರೆ ಶಕ್ತಿಯುತವಾಗಿ ಬಿಸಿಲು ಮಾಡಿದಂತ ಆಕಾಶ, നിമിഷങ്ങൾക്കുള്ളിൽ 4 ദിക്കുകളിൽ നിന്നും ಅಂದ್ರೆ ನಿಮಿಷದಲ್ಲಿ 4 ದಿಕ್ಕುಗಳಲ್ಲಿ അവരുടെ തലയ്ക്ക് മുകളിലേക്ക് മേഘം പറന്നു വന്നു. ಅದರ ಮೇಲೆ ತಲೆಯ ಮೇಲೆ ಮೇಘವು ಹಾರಿ ಬಂತು. ആ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ಅಂದ್ರೆ ಸುಟ್ಟು ಹೋಗುವಂತ ഒരു ಬಿಸಿಲು, വലിയ തണലവിടെ ഉണ്ടായി. ಒಂದು ದೊಡ್ಡ ಒಂದು ಮೇಘ ಉಂಟಾಯಿತು. ഒരു വലിയ തണലവിടെ ഉണ്ടായി. ಒಂದು ನೆರಳು ಉಂಟಾಯಿತು. അവർക്ക് ആശ്വാസമായി. ಅವರಿಗೆ ಒಂದು ಸಂತೈಸುವಿಕೆ ಆಯಿತು. അവർ തണലത്തു കൂടി നടക്കുകയാണ്. ಆತನು ಅವರು ನೆರಳಿನಲ್ಲಿ ನಡೀತಾ ಇದ್ದಾರೆ. ആ തണലിന് വേണ്ടി മാത്രമല്ലായിരുന്നു, ಆ ನೆರಳು ಮಾತ್ರವಾಗಿ ಇರಲಿಲ್ಲ, അതിനുവേണ്ടി മാത്രമല്ല മേഘത്തെ ദൈവം വിട്ടത്. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಮಾತ್ರವಲ್ಲ ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ದು. 21ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിച്ചു. 21ನೇ ವಾಕ್ಯ ಹೀಗೆ ಓದಿದೆವು. പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, ಅಂದರೆ ಹಗಲು ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡುವುದಕ್ಕೆ, അവർക്ക് വഴി കാണിക്കേണ്ടതിന് ಆತನಿಗೆ ಮಾರ್ಗ ತೋರಿಸುವುದಕ್ಕೆ, പകലിൽ മേഘസ്തംഭത്തിലും ಹಗಲಲ್ಲಿ ಮೇಘಸ್ತಂಭವು, രാത്രിയിൽ അഗ്നിസ്തംഭത്തിലും ರಾತ್ರಿಯಲ್ಲಿ ಅಗ್ನಿ ಸ್ತಂಭವಾಗಿ യഹോവ അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. ಯೆಹೋವನ ಆತನ ಮುಂದೆ ಹೋದನು. അപ്പൊ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ಒಂದು ಕಾರ್ಯ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. അവിടെ വചനം ഇങ്ങനെ പറയുന്നു, ವಾಕ್ಯ ಹೀಗೆ ಹೇಳುತ್ತದೆ, ആ മേഘത്തിന്റെ ഉള്ളിൽ യഹോവ അവർക്ക് മുമ്പേ ಆ പോയിക്കൊണ്ടേയിരുന്നു. ಮೇಘದ ಒಳಗೆ ಯೆಹೋವನ ಅವರ ಮುಂದೆ ಹೋಗುತ್ತಿದ್ದನು. ആ മേഘത്തിന്റെ ഉള്ളിൽ ഒരാൾ ഉണ്ടായിരുന്നു. ಆ ಮೇಘದ ಒಳಗೆ ಒಬ್ಬನಿದ್ದನು. ആ മേഘത്തിന്റെ അകത്തൊരാൾ ഉണ്ടായിരുന്നു. ಆ ಮೇಘದ ಒಳಗೆ ಒಬ್ಬನಿದ್ದನು. ആ ആളിന്റെ പേരാണ് ಆ ವ್ಯಕ್ತಿಯ ಹೆಸರೇ യഹോവയായ ദൈവം. ಯೆಹೋವನಾದ ದೇವರು. അവരുടെ തണൽ യഹോവയായിരുന്നു. ಆತನ ನೆರಳು ಯೆಹೋವನಾಗಿದ್ದನು. അവർക്ക് വഴി കാണിച്ചത് യഹോവയായിരുന്നു. ಅವರಿಗೆ ಮಾರ್ಗ ತೋರಿಸಿದ അവർ ಯೆಹೋವನು. സഞ്ചരിച്ചത് ಅಲ್ಲಿ യഹോവയോടൊപ്പമായിരുന്നു. ಸಂಚರಿಸಿದ ಯೆಹೋವನು. അവർ വസിച്ചത് ദൈവത്തിന്റെ കീഴിലായിരുന്നു. ಅವರು ವಾಸವಾಗಿದ್ದ ದೇವರ ನೆರಳಿನಲ್ಲಿ. അടിമ നുകത്തിൽ നിന്നും നിന്നെ വിടുവിച്ച ദൈവം ಓ ದಾಸತ್ವದಿಂದ ಬಿಡಿಸಿದಂತ ದೇವರು നിനക്ക് തണല് തരുന്നവരാണ്. ನಿನಗೆ ನೆರಳು ಕೊಡುವವನು. നിനക്ക് വെളിച്ചം തരുന്നവനാണ്. ಆತನ ಬೆಳಕು ಕೊಡುವವನು. നിനക്ക് മുമ്പേ വഴി കാണിക്കുന്നവനാണ്. ನಿನಗೆ ಮುಂದೆ ಮಾರ್ಗ ತೋರಿಸುವವನು. അവനത്രേ നമ്മുടെ ദൈവം. ಆತನೇ ನಮ್ಮ ದೇವರು. വഴി അറിയാതെ അലയുകയില്ല. ಆತನ ದಾರಿ ತಿಳಿಯದೆ ಇರುವುದಿಲ್ಲ. നീ വഴിതെറ്റി നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ದಾರಿ ತಪ್ಪಿ ನಡೆಯುವುದಕ್ಕೆ ದೇವರು ಅಪ್ಪಣೆ ಕೊಡುವುದಿಲ್ಲ. നീ പോകേണ്ടുന്ന വഴി നിനക്ക് പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. ನೀನು ಹೋಗಬೇಕಾದಂತ ಮಾರ್ಗವನ್ನು ತಿಳಿಸಿಕೊಡುವ ದೇವರು. അതിനുവേണ്ടി നിന്റെ മുൻപേ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്. ಆತನ ಅದಕ್ಕೋಸ್ಕರ ನಿನ್ನ ಮುಂದೆ ಸಂಚರಿಸುವ ದೇವರು. യഹോവ ആ മേഘത്തിൽ ഉണ്ടായിരുന്നു. ಯೆಹೋವನು ಆ ಮೇಘದಲ್ಲಿದ್ದನು. യഹോവ ആ മേഘത്തിൽ ഉണ്ടായിരുന്നു. ಯೆಹೋವನ ಆ ಮೇಘದಲ್ಲಿದ್ದನು. ആ മേഘത്തോടാണ് ദൈവം കൽപ്പിച്ചത്. ಆ ಮೇಘದೊಂದಿಗೆ ದೇವರು ಅಪ್ಪಣೆ അവൻ ಕೊಟ್ಟನು. മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ಆತನು ಅಪ್ಪಣೆ ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. ദൈവം മേഘത്തോട് കൽപ്പിച്ചിട്ട് എങ്ങനെയാണ് ആ മേഘം അനുസരിച്ചത്? ಆ ದೇವರು ಮೇಘಕ್ಕೆ ಅಪ್ಪಣೆ ಕೊಟ್ಟಾಗ ಆ ಮೇಘವು ಹೇಗೆ ಅನುಸರಿಸಿತು? കണ്ണും കാലും കാതും ചിറകും ഒന്നുമില്ലാത്ത ആ മേഘത്തിന്റെ അകത്തേക്ക് യഹോവയായ ദൈവം ഇറങ്ങിച്ചെന്നു. ಕಣ್ಣು ಕಿವಿ ಯಾವುದು ರೆಕ್ಕೆಗಳು ಇಲ್ಲದಂತ ಆ ಮೇಘದೊಂದಿಗೆ ಯೆಹೋವನು ಇದ್ದನು. ഇപ്പോൾ അവരുടെ തലയ്ക്ക് മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മേഘത്തിന്റെ അകത്ത് യഹോവയായ ദൈവമുണ്ട്. ಅವರ ಮೇಲೆ ಇರುವಂತಹ ಮೇಘದ ಒಳಗೆ ಯೆಹೋವನಾದ ದೇವರಿದ್ದಾನೆ. ഈ അസാധ്യമായ മേഘത്തിൽ സാധ്യതയുണ്ടായത് യഹോവ അതിനകത്ത് വന്നപ്പോഴാണ്. ಅಸಾಧ್ಯವಾದಂತ ಮೇಘದಲ್ಲಿ ಸಾಧ್ಯತೆ ಉಂಟಾದಂತ ಯೆಹೋವನ ಮೇಘದೊಳಗೆ. ആ അനുസരിക്കാൻ കഴിവില്ലാത്ത മേഘം അനുസരിച്ചത് ദൈവം അതിന്റെ അകത്ത് വന്നപ്പോഴാണ്. ಅನುಸರಿಸದೆ ಇದ್ದಂತ ಮೇಘವು ದೇವರ ಅದರ ಒಳಗೆ ಬಂದಾಗ ಅದು ಅನುಸರಿಸಿತು. അത് അനുസരിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ಅನುಸರಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ ಬೇಕಾದರೆ ದೇವರ ಸಾನ್ನಿಧ್ಯವು ಅದರ ಒಳಗೆ ಬೇಕು. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ കഴിയണമെങ്കിൽ ದೇವರ ಅಪ್ಪಣೆಗಳನ್ನು ಅನುಸರಿಸಬೇಕಾದರೆ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ದೇವರ ಸಾನ್ನಿಧ್ಯವು ನಮ್ಮ ಒಳಗಿರಬೇಕು. ആ മേഘത്തിന്റെ അകത്തേക്ക് ദൈവം വന്നപ്പോ ಆ ಮೇಘದ ಒಳಗೆ ದೇವರು ಬಂದಾಗ സാധ്യതയില്ലാത്ത മേഘം ചലിക്കാൻ തുടങ്ങി. ಸಾಧ್ಯತೆ ಇಲ್ಲದಂತ ಮೇಘ ಚಲಿಸಿತು. അവിടെ ഇവിടങ്ങളിൽ കിടന്ന മേഘം ഒരുമിച്ച് വരാൻ തുടങ്ങി. ಅಲ್ಲಿ ಇಲ್ಲಿ ಇರುವಂತದ್ದು ಎಲ್ಲವೂ ಕೂಡ ಒಟ್ಟಾಗಿ ಬಂದಿತು. ദൈവ സാന്നിധ്യം വന്നാൽ ದೇವರ ಸಾನ್ನಿಧ್ಯ ಬಂದರೆ അവിടെ ഇവിടെയും ചിതറിക്കിടക്കുന്നത് ഒരുമിച്ച് വരും. ಅಲ್ಲಿ ಇಲ್ಲಿ ಚದಿರಿರುವಂತದ್ದು ಒಟ್ಟಾಗಿ ಬರುತ್ತದೆ. ഐക്യത ഇല്ലാത്തടത്ത് ഐക്യതയുണ്ടാകും. ಐಕ್ಯತೆ ಇಲ್ಲದೆ ಇರುವಂತದ್ದು ಐಕ್ಯತೆ ಬರುತ್ತದೆ. ഒരു മനസ്സില്ലാത്തടത്ത് ഒരു മനസ്സുണ്ടാകും. ಒಂದೇ ಮನಸ್ಸು ಇಲ್ಲದವರು ಒಂದೇ ಮನಸ್ಸು ಬರುತ್ತದೆ. ഒറ്റ ഹൃദയത്തോടെ പ്രവർത്തിക്കാൻ
കഴിയും. ಒಂದೇ ಹೃದಯದಿಂದ ಕಾರ್ಯ ಮಾಡುತ್ತಾರೆ. ഒരു ഹൃദയത്തോടെ പ്രവർത്തിക്കണമെങ്കിൽ, ಒಂದೇ ಹೃದಯದಿಂದ ಕಾರ್ಯ ಮಾಡಬೇಕಾದ್ರೆ, ഒരുമിച്ച് കൂടണമെങ്കിൽ ಒಟ್ಟಾಗಿ ಸೇರಬೇಕಾದರೆ ദൈവം നമ്മുടെ അകത്തേക്ക് വരണം. ದೇವರು ನಮ್ಮ ಒಳಗೆ ಬರಬೇಕು. അസാധ്യമായ മേഘത്തിന്റെ അകത്ത് ദൈവം വന്നു. ಅಸಾಧ್ಯವಾದಂತ ಮೇಘದ ಮಧ್ಯದಲ್ಲಿ ದೇವರು ಬಂದನು. ആ മേഘങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ಆ ಮೇಘಗಳೆಲ್ಲ ಒಂದುಗೂಡಿದವು. അത് ജനത്തിന് മുകളിലൂടെ സഞ്ചരിച്ചു. ಅದು ಜನರ ಮೇಲೆ ಸಂಚರಿಸಿತು. ആ മേഘത്തിനകത്ത് യഹോവയുണ്ടായിരുന്നു. ಆ ಮೇಘದ ಒಳಗೆ ಯೆಹೋವನಿದ್ದನು. മേഘത്തിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ಆ ಮೇಘದಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯವಿತ್ತು. ആ മേഘത്തിന് കീഴിലാണ് ഇവർ നടന്നത്. ಆ ಮೇಘದ ನೆರಳಿನಲ್ಲಿ ನಡೆದರು. മേഘമാണ് ഇവർക്ക് വഴി കാണിച്ചത്. ಆ ಮೇಘವೇ ಇವರಿಗೆ ಮಾರ್ಗ ತೋರಿಸಿತು. അതുകൊണ്ട് അവർക്ക് വഴിതെറ്റിയില്ല. ಅದಕ್ಕೆ ದಾರಿ ತಪ್ಪಲಿಲ್ಲ. അവർ പോകുന്നത് എങ്ങോട്ടാണ്? ಅವರು ಹೋಗುವುದು ಎಲ್ಲಿಗೆ? ഒരു വാഗ്ദത്ത നാട്ടിലേക്കാണ്. ಒಂದು ವಾಗ್ದಾನ ದೇಶಕ್ಕೆ. വാഗ്ദത്ത നാട്ടിലേക്കാണ്. ವಾಗ್ದಾನ ದೇಶಕ್ಕೆ. വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്ന നിനക്ക് ವಾಗ್ದಾನ ದೇಶಕ್ಕೆ ಹೋಗಬೇಕಾದ ನಿನಗೆ വഴി കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ಮಾರ್ಗ ತೋರಿಸುವ ದೇವರಿದ್ದಾನೆ. വഴി കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ಮಾರ್ಗ ತೋರಿಸುವ ದೇವರಿದ್ದಾನೆ. വഴി തെറ്റിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല. ಮಾರ್ಗ ತಪ್ಪಿ ಹೋಗುವುದಕ್ಕೆ ಅವನ ಅಪ್ಪಣೆ ಕೊಡುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ಬೈಬಲ್ ಹೀಗೆ ಹೇಳುತ್ತದೆ, നീ വഴി അറിയാതെ നിൽക്കുമ്പോ ನೀನು ದಾರಿ ತಿಳಿಯದೇ ಇರುವಾಗ നീ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും. ಹೀಗೆ ಒಂದು ಶಬ್ದ ಕೇಳಿ, മകനെ മകളെ ഇതാണ് വഴി, ಮಗನೇ ಮಗಳೇ ಇದೇ ಮಾರ್ಗ, ഇതിലെ പോവുക, ಇದರಲ್ಲಿ ಹೋಗು, ഇതിലെ പോവുക. ಇದರಲ್ಲಿ ನಡೆ. വഴി അറിയാതെ നിൽക്കുമ്പോ, ನೀನು ತಿಳಿಯದೇ ಇರುವಾಗ, വഴി തെറ്റിപ്പോകുമ്പോൾ ಮಾರ್ಗ ತಪ್ಪಿ ಹೋಗುವಾಗ നിനക്ക് വഴി പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. ನಿನಗೆ ಮಾರ್ಗ ತೋರಿಸಿಕೊಡುವ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. നിനക്ക് വഴി കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ದಾರಿ ತೋರಿಸುವ ದೇವರಿದ್ದಾನೆ. ആ ദൈവമായ യേശു പറയുന്നു, ದೇವರಾದ ಯೇಸು ಹೇಳುತ್ತಾನೆ, ഞാനാണ് വഴി, ನಾನೇ ಮಾರ್ಗ, ഞാനാണ് സത്യം, ನಾನೇ ಸತ್ಯ, ഞാനാണ് ജീവൻ. ನಾನೇ ಜೀವ. എന്നിലൂടെ അല്ലാതെ ನನ್ನ ಮುಖಾಂತರ ಅಲ್ಲದೆ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ಯಾರು ತಂದೆ ಬಳಿಗೆ ಸೇರುವುದಿಲ್ಲ. ആരും സ്വർഗത്തിലെത്തുന്നില്ല. ಯಾರು ಸ್ವರ್ಗಕ್ಕೆ ಹೋಗುವುದಿಲ್ಲ. സ്വർഗത്തിലെത്താൻ ഏക വഴിയേ ഉള്ളൂ. ಸ್ವರ್ಗಕ್ಕೆ ಒಂದೇ ಮಾರ್ಗ. സ്വർഗത്തിലേക്ക് ഏക മാർഗമേ ഉള്ളൂ. ಸ್ವರ್ಗಕ್ಕೆ ಒಂದೇ ಮಾರ್ಗ. സ്വർഗത്തിൽ പോകാൻ ഏക സത്യമേ ഉള്ളൂ. ಸ್ವರ್ಗಕ್ಕೆ ಹೋಗುವುದಕ್ಕೆ ಒಂದೇ ಸತ್ಯ. സ്വർഗത്തിൽ പോകാൻ ഏക ജീവനേ ഉള്ളൂ. ಸ್ವರ್ಗಕ್ಕೆ ಹೋಗುವಂತ ಒಂದೇ ಜೀವ ಇದೆ. അതത്രേ യേശു ക്രിസ്തു. ಆತನೇ ಯೇಸು ಕ್ರಿಸ್ತನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. കരമടിച്ച് സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಹೊಡೆದು ಸ್ತೋತ್ರ ಮಾಡೋಣ. അനേക ദൂതുകൾ ഇതിനകത്തുണ്ട്. ಅನೇಕ ಸಂದೇಶಗಳು ಇದರೊಳಗಿದೆ. എല്ലാം പറയാൻ സമയമില്ല. ಅದೆಲ್ಲ ಹೇಳುವುದಕ್ಕೆ ಸಮಯವಿಲ್ಲ. അപ്പൊ തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ സമയം തീർന്നു. ಅಂದ್ರೆ ಪ್ರಾರಂಭ ಮಾಡುವಾಗಲೇ ನಮ್ಮ ಸಮಯ ಮುಗಿಯಿತು. ഇനി ഈ സന്ദേശം വേഗത്തിൽ ഞാൻ തീർക്കാൻ ಈ ആഗ്രഹിക്കുകയാണ്. ಸಂದೇಶವನ್ನ ಬೇಗ ಮುಗಿಸಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. ആ മേഘം അവർക്ക് മുൻപേ പോയിക്കൊണ്ടേയിരുന്നു. ಆ ಮೇಘವು ಅವರ ಮುಂದೆ ಹೋಗುತ್ತಾ ಇತ್ತು. പകലിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ മേഘം, ಆದ್ರೆ ಹಗಲಲ್ಲಿ ಅವರ ಮುಂದೆ ಇದ್ದಂತ ಮೇಘ, രാത്രിയിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നു ആ മേഘം. ರಾತ್ರಿ ಅವರಿಗಾಗಿ ಇತ್ತು ಮೇಘವು. രാത്രിയും പകലും ആ മേഘം മാറിപ്പോയില്ല. ರಾತ್ರಿ ಹಗಲು ಆ ಮೇಘವು ಮಾರ್ಪಡಲಿಲ್ಲ. പകലിൽ തണലും വെളിച്ചം കൊടുത്തുകൊണ്ട് ആ മേഘം സഞ്ചരിച്ചു. ಹಗಲಲ್ಲಿ ನೆರಳು ಕೊಡುತ್ತಾ ಸಂಚರಿಸ್ತಾ ಇತ್ತು. രാത്രിയിൽ വെളിച്ചം കൊടുത്തുകൊണ്ട് അഗ്നി സ്തംഭമായി അത് സഞ്ചരിച്ചു. ರಾತ್ರಿಯಲ್ಲಿ ಬೆಳಕು ಕೊಡುತ್ತಾ ಅಗ್ನಿ ಸ್ತಂಭವಾಗಿತ್ತು. ആ മേഘം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ಆ ಮೇಘವು ಸಂಚರಿಸ್ತಾ ಇದೆ. ആ മേഘം സഞ്ചരിക്കുമ്പോൾ അവരും സഞ്ചരിക്കും. ಆ ಮೇಘವು ಸಂಚರಿಸುವಾಗ ಅವರು ആ ಸಂಚರಿಸುತ್ತಾರೆ. മേഘം നിൽക്കുമ്പോൾ അവരും നിൽക്കും. ಆ ಮೇಘವು ನಿಲ್ಲುವಾಗ ಅವರು ನಿಲ್ಲುತ್ತಾರೆ. ആ മേഘം നിൽക്കാതെ ഇവർക്ക് നിൽക്കാൻ കഴിയില്ല. ಆ ಮೇಘವು ನಿಲ್ಲದೆ ಇವರು ನಿಲ್ಲುವುದಕ್ಕೆ ಆಗಲ್ಲ. ആ മേഘം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ಆ ಮೇಘವು ಸಂಚರಿಸ್ತಾ ಇತ್ತು. ആ മേഘത്തിന് കീഴെ ഇവരും ಆ പോയിക്കൊണ്ടേയിരുന്നു. ಮೇಘದ ಕೆಳಗೆ ಇವರು ಹೋಗುತ್ತಾ ಇದ್ದರು. ഇവരെപ്പോഴൊക്കെയാണ് പോയത്? ಯಾವಾಗ ಹೋಗಿದ್ದು? പകലും രാവും. ರಾತ್ರಿ ಹಗಲು, പകലും രാവും. ಹಗಲು ರಾತ್ರಿ, പകലും രാവും യാത്ര ചെയ്യേണ്ടതിന് ಹಗಲು ರಾತ್ರಿ ಪ್ರಯಾಣ ಮಾಡುವುದಕ್ಕೆ. ഇവരുടെ യാത്ര പകല് മാത്രമല്ല, ಇವರ ಪ್ರಯಾಣವು ಹಗಲು ಮಾತ್ರ ಅಲ್ಲ, ഇവരുടെ യാത്ര രാത്രിയിലും ഉണ്ടായിരുന്നു. ಇವರ ಪ್ರಯಾಣವು ರಾತ್ರಿ ಕೂಡ ಇತ್ತು. രാത്രിയിലും പകലിലും ഇവർക്ക് യാത്രയുണ്ടായിരുന്നു. ರಾತ್ರಿಯು ಹಗಲು ಇವರಿಗೆ ಪ್ರಯಾಣವಿತ್ತು. വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നവർക്ക് ವಾಗ್ದಾನ ದೇಶಕ್ಕೆ ಹೋಗುವವರಿಗೆ ഏത് സമയത്തും യാത്രയുണ്ട്. ಯಾವ ಸಮಯದಲ್ಲೂ ಪ್ರಯಾಣವಿದೆ. ഏത് സാഹചര്യത്തിലും യാത്രയുണ്ട്. ಯಾವ ಸಂದರ್ಭದಲ್ಲೂ ಪ್ರಯಾಣವಿದೆ. ഏത് അവസ്ഥയിലും യാത്രയുണ്ട്. ಎಂತ ಸ್ಥಿತಿಯಲ್ಲಿ ಪ್ರಯಾಣವಿದೆ. വെളിച്ചമായാലും യാത്രയുണ്ട്, വെളിച്ചം പകലായാലും യാത്രയുണ്ട്, ಅಂದ್ರೆ ಬೆಳಕು ಕೂಡ ಪ್ರಯಾಣವಿದೆ. രാത്രി ആയാലും യാത്രയുണ്ട്, ರಾತ್ರಿ ಇದ್ರೂ ಪ್ರಯಾಣವಿದೆ. സന്തോഷമായാലും യാത്രയുണ്ട്, ಸಂತೋಷವಿದ್ರೂ ಪ್ರಯಾಣವಿದೆ. ദുഃഖമായാലും യാത്രയുണ്ട്. ದುಃಖವಾದ್ರೂ ಪ್ರಯಾಣವಿದೆ. ദുഃഖമായാലും യാത്രയുണ്ട്, ದುಃಖವಿದ್ದರೂ ಪ್ರಯಾಣವಿದೆ. രോഗമായാലും യാത്രയുണ്ട്, ರೋಗವಿದ್ದರೂ ಪ್ರಯಾಣವಿದೆ. സൗഖ്യമായാലും യാത്രയുണ്ട്. ಸೌಖ್ಯವಿದ್ದರೂ ಪ್ರಯಾಣವಿದೆ. രോഗവും സൗഖ്യമൊന്നും ഈ യാത്രയെ ബാധിക്കുന്നില്ല. ಅಂದರೆ ರೋಗವು ಸೌಖ್ಯವು ಈ ಪ್ರಯಾಣವನ್ನ ತಡೆ ಮಾಡುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. കഷ്ടതയും പ്രയാസവും ഒന്നും ഈ യാത്രയെ ബാധിക്കുന്നില്ല. ಕಷ್ಟವು ಪ್ರಯಾಸವು ಈ ಪ್ರಯಾಣವನ್ನ ತಡೆ ಮಾಡುವುದಿಲ್ಲ. കാരണം ഇവർ പോകുന്നത് ഒരു വാഗ്ദത്ത നാട്ടിലേക്കാണ്. ಕಾರಣ ಇವರು ಹೋಗುವಂತದ್ದು ವಾಗ್ದಾನ ದೇಶಕ್ಕೆ. ഇവരെ കാണിപ്പാനിരിക്കുന്നത്
ദേശത്തേക്കാണ്, ಇವರನ್ನ ತೋರಿಸಿರುವಂತ ದೇಶಕ್ಕೆ, ഇവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്കാണ്. ಅಂದ್ರೆ ವಾಗ್ದಾನ ದೇಶಕ್ಕೆ, നമ്മുടെ യാത്ര വാഗ്ദത്തങ്ങളിലേക്കാണ്. ನಮ್ಮ ಪ್ರಯಾಣ ವಾಗ್ದಾನ ದೇಶಕ್ಕೆ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് യാത്രയുണ്ട്, ಅದಕ್ಕೋಸ್ಕರ ಯಾವಾಗಲೂ ನಮಗೆ എല്ലാ സമയത്തും യാത്രയുണ്ട്. ಎಲ್ಲ ಸಮಯದಲ್ಲಿ ಪ್ರಯಾಣ. കാശ് ഉണ്ടെങ്കിലും യാത്രയുണ്ട്, ಹಣ ಇದ್ರೂ ಪ್ರಯಾಣ ಇದೆ, കാശ് ഇല്ലെങ്കിലും യാത്രയുണ്ട്. ಹಣ ಇಲ್ಲದಿದ್ರೂ ಪ್ರಯಾಣವಿದೆ, സാപ്പാട് ഉണ്ടെങ്കിലും യാത്രയുണ്ട്, ಊಟ ಇದ್ರೂ ಪ್ರಯಾಣವಿದೆ, സാപ്പാട് ഇല്ലെങ്കിലും യാത്രയുണ്ട്. ಊಟ ಇಲ್ಲದಿದ್ರೂ ಪ್ರಯಾಣವಿದೆ, ആരോഗ്യം ഉണ്ടെങ്കിലും യാത്രയുണ്ട്, ಆರೋಗ್ಯ ಇದ್ರೂ ಪ್ರಯಾಣವಿದೆ, ആരോഗ്യം ഇല്ലെങ്കിലും യാത്രയുണ്ട്. ಆರೋಗ್ಯ ಇಲ್ಲದಿದ್ರೂ ಪ್ರಯಾಣವಿದೆ. വാഗ്ദത്തം ലഭിച്ചവന് എപ്പോഴും യാത്രയാണ്. ವಾಗ್ದಾನ ಸಿಕ್ಕಿದವರಿಗೆ ಯಾವಾಗಲೂ ಪ್ರಯಾಣವಿದೆ. ദൈവമൈതലേ, നീ ഒരു സിയോൻ സഞ്ചാരിയാണ്. ನೀನು ಒಂದು ಸಿಯೋನ್ ಸಂಚಾರಿ. ഈ നാട് നിന്റേതല്ല, ಈ ದೇಶ ನಿನ್ನದಲ್ಲ, ഇവിടുത്തെ ജീവിതം ശാശ്വതമല്ല. ಇಲ್ಲಿನ ಜೀವಿತ ಶಾಶ್ವತವಲ್ಲ. ഇവിടെ നീ പരദേശിയാണ്, ನೀನು ಪರದೇಶಿ. ഇവിടെ നീ സഞ്ചരിക്കുകയാണ്, ಇಲ್ಲಿ ಸಂಚರಿಸ್ತಾ ಇದೆಯೋ, ഇവിടെ നീ യാത്ര ചെയ്യുകയാണ്. ಇಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡುತ್ತಾ ಇದೆಯೋ, എവിടേക്കാണ്? ಎಲ್ಲಿಗೆ? വാഗ്ദത്ത ദേശത്തേക്ക്, ವಾಗ್ದಾನ ದೇಶಕ್ಕೆ, വാഗ്ദത്ത ദേശത്തേക്ക്. ವಾಗ್ದಾನ ದೇಶಕ್ಕೆ. ആ കനാനിൽ ചെന്നിട്ടും ಆ ಕಾನಾನಿಗೆ ಹೋಗಿ അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ಅಬ್ರಾಮನ ಕುರಿತು ಹೀಗೆ ಹೇಳುತ್ತದೆ, ഇസഹാക്കിനോട് കൂടെ ಇಸಾಕನ ಸಂಗಡ, യാക്കോബിനോട് കൂടെ ಯಾಕೋಬನ ಸಂಗಡ ദൈവം ശില്പിയായി നിർമ്മിച്ചതു, ದೇವರು ಶಿಲ್ಪಿಯಾಗಿ ನಿರ್ಮಿಸಿದ್ದು, അടിസ്ഥാനമുള്ളതുമായ ಅದು ಅಸ್ಥಿವಾರವಾಗಿರುವ ഒരു നഗരത്തിനായി കാത്തിരുന്നു. ಒಂದು ನಗರದಲ್ಲಿದೆ. കനാൻ ദേശത്ത് ചെന്നിട്ടും ಕನಾನ್ ದೇಶಕ್ಕೆ ಹೋಗಿ അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ചൊന്നിനു വേണ്ടി കാത്തിരുന്നു. ಅಬ್ರಾಮನು ದೇವರ ಶಿಲ್ಪಿಯಾಗಿ ಸೃಷ್ಟಿಸಿದವನನ್ನ ಕಾಯ್ತಾ ಇದ್ದನು. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, ಅಬ್ರಾಮನೊಂದಿಗೆ ದೇವರು ಹೇಳಿದ ಹೀಗೆ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. ನಾನು ನಿನಗೆ ತೋರಿಸಲಿರುವ ದೇಶಕ್ಕೆ ಹೋಗುತ್ತೇನೆ. നമ്മളെല്ലാം വിചാരിച്ചു അബ്രഹാമിനെ കാണിപ്പാനിരുന്ന ദേശം കനാനാണെന്ന്. ನಾವೆಲ್ಲರೂ ವಿಚಾರಿಸಿದೆವು ಅಬ್ರಾಮನಿಗೆ ತೋರಿಸಲಿರುವಂತ ದೇಶವು ಕಾನಾನ್ ಎಂಬುದಾಗಿ. പക്ഷേ അബ്രഹാം പറയുകയാണ്, ಅಬ್ರಾಮನು ಹೇಳುತ್ತಾನೆ, ദൈവം എന്നെ കാണിക്കാനിരുന്ന ദേശം എന്നെ കാണിച്ചു. ದೇವರು ನನಗೆ ತೋರಿಸಲಿರುವಂತ ದೇಶವನ್ನ ತೋರಿಸಿದನು. ദൈവം എന്നെ കാണിക്കാനിരിക്കുന്ന ദേശം എന്നെ കാണിച്ചു. ದೇವರು ನನಗೆ ತೋರಿಸಲಿರುವ ದೇಶವನ್ನ ತೋರಿಸಿದನು. അത് ഈ കനാനല്ല. ಅದು ಕಾನಾನಲ್ಲ. ഞാൻ കണ്ട ദേശം വെച്ച് നോക്കുമ്പോ ನಾನು ನೋಡಬೇಕಾದ ದೇಶವನ್ನು ഈ കനാൻ ഒന്നുമല്ല. ಈ ಕಾನಾನು ಏನೂ ಅಲ್ಲ. ഞാൻ കണ്ട ദേശം എത്രയോ മനോഹരമാണ്. ನಾನು ನೋಡದಿದ್ದ ದೇಶ ಎಷ್ಟು ಮನೋಹರ. ഞാൻ കണ്ട ദേശം എത്രയോ ശ്രേഷ്ഠമാണ്. ಅದು ಶ್ರೇಷ್ಠವಾದುದು. ആ ദേശം ഇതാണ്, ಆ ದೇಶ ಇದೆ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ಅಂದ್ರೆ ಹೊಸ ಯೆರೂಸಲೇಮ್ ಪರಿಶುದ್ಧ ಪಟ್ಟಣ. പുതിയ യെരൂശലേമിനെ ദൈവം അബ്രഹാമിനെ കാണിച്ചു കൊടുത്തു. ಹೊಸ ಯೆರೂಸಲೇಮನ್ನ ದೇವರು ಅಬ್ರಾಮನಿಗೆ ತೋರಿಸಿದನು. അതുകൊണ്ട് അബ്രഹാം പറയുകയാണ്, ಅದಕ್ಕಾಗಿ ಅಬ್ರಾಮನು ഈ ಹೇಳ್ತಾನೆ, കനാനല്ല എനിക്ക് വിഷയം, ಕಾನಾನಲ್ಲ ವಿಷಯ. ഈ കനാനിലെ പാലും തേനുമല്ല എനിക്ക് വിഷയം, ಈ ಕಾನಾನಲ್ಲಿ ಹಾಲು ಜೇನಲ್ಲ ವಿಷಯ. ഇവിടുത്തെ നന്മകളല്ല എനിക്ക് വിഷയം. ಇಲ್ಲಿನ ಆಶೀರ್ವಾದವಲ್ಲ ವಿಷಯ. ഞാൻ ഒരു ദേശം കണ്ടിട്ടുണ്ട്, ನಾನು ಒಂದು ನಗರವನ್ನ ಕಂಡಿದ್ದೇನೆ. ഒരു നഗരം കണ്ടിട്ടുണ്ട്, ನಾನು ಒಂದು ನಗರ ಕಂಡಿದ್ದೇನೆ. ഞാനൊരു പട്ടണം കണ്ടിട്ടുണ്ട്. ಒಂದು ಪಟ್ಟಣವನ್ನ ನೋಡಿದ್ದೇನೆ. പുതിയ യെരൂശലേമാണ്. ಅದು ಹೊಸ ಯೆರೂಸಲೇಮ್. അത് ദൈവം അടിസ്ഥാനമിട്ടതാണ്. ಅದು ದೇವರು ಅಸ್ಥಿವಾರ അത് ಆಗಿದ್ದು. ദൈവം ശില്പിയായി നിർമ്മിച്ചതാണ്. ಅದು ದೇವರು ಶಿಲ್ಪಿಯಾಗಿ അത് ನಿರ್ಮಿಸಿ. അടിസ്ഥാനമുള്ള ഒരു നഗരമാണ്. ಅದು ಅಸ್ಥಿವಾರವಾಗಿರುವ ದೇಶ. കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്യാം, ಕರಗಳನ್ನು ಹೊಡೆದು ಸ್ತೋತ್ರ ಮಾಡೋಣ. കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಹೊಡೆದು ಸ್ತೋತ್ರ ಮಾಡೋಣ. അബ്രഹാം കണ്ടത് ಅಬ್ರಾಮನು ನೋಡಿದ್ದು കനാനിലെ പച്ചപ്പല്ല, ಅಂದ್ರೆ ಕಾನಾನಿನಲ್ಲಿರುವಂತ ಹಸಿರಲ್ಲ, അവിടുത്തെ പാലും തേനുമല്ല. ಅಲ್ಲಿನ ಹಾಲು ಜೇನಲ್ಲ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കാം. ಅಬ್ರಾಮನೊಂದಿಗೆ ದೇವರು ಹೇಳಿದ, ನಾನು ನಿನಗೆ ಒಂದು ದೇಶ ತೋರಿಸ್ತಾನೆ. നമ്മളെല്ലാം വിചാരിച്ചു കനാനായിരിക്കും, ನಾವೆಲ್ಲ ಯೋಚನೆ ಮಾಡಿದ್ದು ಕಾನಾನ್. പക്ഷെ അബ്രഹാമിനെ അത് കാണിച്ചു കൊടുത്തു. ಆದ್ರೆ ಅಬ್ರಾಮನಿಗೆ ಅದು ತೋರಿಸಿಕೊಟ್ರು. അതുകൊണ്ടാണ് അബ്രഹാം ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ ಅದಕ್ಕೆ ಅಬ್ರಾಮನು ಇಸಾಕ ಯಾಕೋಬನೊಂದಿಗೆ കനാനിൽ ചെന്നിട്ടും കൂടാരം അടിച്ചു പാർത്തു. ಆದರೆ ಕನಾನಿಗೆ ಹೋಗಿ ಗುಡಾರವನ್ನ ಮಾಡಿ ವಾಸ ಮಾಡಿ. കനാനിൽ ചെന്നിട്ടും വലിയ ബിൽഡിംഗ് അവിടെ പണിതില്ല. ಆದ್ರೆ ಕನಾನಿಗೆ ಹೋಗಿ ದೊಡ್ಡ ಬಿಲ್ಡಿಂಗ್ ಕಟ್ಟಲಿಲ್ಲ. അവിടെയാണ് അബ്രഹാമിന്റെ ശാശ്വത വാസമെന്ന് അബ്രഹാം ചിന്തിച്ചില്ല. ಅಲ್ಲಿ ಅಬ್ರಾಮನಿಗೆ ಶಾಶ್ವತ ಸ್ಥಳ ಎಂಬುದಾಗಿ ಚಿಂತಿಸಲಿಲ್ಲ. അവിടെ കൂടാരം അടിച്ചു. ಅಲ್ಲಿ ಗುಡಾರವನ್ನ ಮಾಡಿ. കൂടാരം അടിക്കുന്നതിന്റെ കാരണം ಅಂದ್ರೆ ಗುಡಾರವನ್ನ ಕಟ್ಟುವುದಕ್ಕೆ ಕಾರಣ എപ്പം വേണമെങ്കിലും പൊളിച്ചോണ്ട് പോകണം, ಅಂದ್ರೆ ಯಾವಾಗಾದ್ರೂ ಕಿತ್ಕೊಂಡು ಹೋಗ್ಲೇಬೇಕು. ഏത് സമയത്ത് വേണമെങ്കിലും പൊളിച്ചുകൊണ്ട് പോകണം. ಯಾವಾಗ ಬೇಕಾದ್ರೆ ಅದನ್ನ ಕಿತ್ತು ಹೋಗಬೇಕು. അത് പൊളിച്ചുകൊണ്ട് പോകത്തക്ക നിലവാരത്തിൽ അബ്രഹാം അവിടെ താമസിക്കുകയാണ്. ಅಂದ್ರೆ ಕಿತ್ತು ಹೋಗುವಂತ ಆ ಸ್ಥಳದಲ್ಲಿ ವಾಸವಾಗಿದ್ದಾನೆ. നമ്മുടെ ഈ ശരീരം ഒരു കൂടാരമാണ്. ಈ ಶರೀರ ಎಂಬುದು ಒಂದು ಗುಡಾರ. ഏതെങ്കിലും ഒരു ദിവസം അത് പൊളിയും. ಒಂದು ದಿನ ಇದು ಕಿತ್ತು ಹೋಗುತ್ತದೆ. മരണം വരുമ്പോൾ അത് പൊളിയും. ಮರಣ ಬರುವಾಗ ಕಿತ್ತು ಹೋಗುತ್ತದೆ. അത് പൊളിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു നഗരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ಅದು ಕಿತ್ತು ಹೋದಾಗ ನಮಗೋಸ್ಕರ ದೇವರು ಒಂದು ನಗರವನ್ನು ಸಿದ್ಧ ಮಾಡಿ. ഹല്ലേലൂയ! ಹಲ್ಲೆಲೂಯಾ! നമുക്ക് വേണ്ടി ഒരു ദേശമേശ ഒരുക്കിയിട്ടുണ്ട്. ನಮಗೋಸ್ಕರ ದೇಶವನ್ನು ದೇವರು ಸಿದ್ಧ ಮಾಡಿದ್ದಾನೆ. ഓ, അവിടേക്ക് പോകാൻ നാം പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. ಅಲ್ಲಿಗೆ ಹೋಗುವುದಕ್ಕೆ ನಾವು ನಿರೀಕ್ಷೆಯಿಂದ ಕಾಯಬೇಕು. പ്രത്യാശയുള്ളവർ കരമടിച്ച് സ്തോത്രം ചെയ്യാം. ನಿರೀಕ್ಷೆ ಇರುವ
ಅವರ ಕರಗಳನ್ನು ಹೊಡೆದು ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകും. ಈಗ ಹೇಳ್ತಾ ಹೋದ್ರೆ ತುಂಬಾ ಕಾರ್ಯ ಹೋಗ್ಬಿಡುತ್ತೆ. വേഗം ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. ಹೇಗೇನೆ ವಾಕ್ಯಕ್ಕೆ ಬರುತ್ತೇನೆ. 14 അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ അവിടെ വരുമ്പോൾ ആ മേഘം വരുന്നുണ്ട്. ಅಂದ್ರೆ 14ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಇಸ್ರಾಯೇಲ್ ಜನರು ಕೆಂಪು ಸಮುದ್ರಕ್ಕೆ വായിച്ച് ಬಂದಾಗ, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഓടിച്ചു പറയാം. ಅಂದ್ರೆ ಓದುವುದಕ್ಕೆ ಸಮಯ ಇಲ್ಲದ್ರಿಂದ ಬೇಗ ಹೇಳ್ತೇನೆ. അവിടെ ആ മേഘം ഇസ്രായേൽ മക്കൾ ആ ചെങ്കടൽ കടന്നു പോകുമ്പോൾ ആ മേഘം നേരെ പുറകിൽ വരുന്നുണ്ട്. ಆದ್ರೆ ಇಸ್ರಾಯೇಲ್ ಜನರು ಕೆಂಪು ಸಮುದ್ರದಲ್ಲಿ ದಾಟಿ ಹೋಗುವಾಗ ಆ ಮೇಘವು ಹಿಂದೆ ಬರುತ್ತಾ ಇದೆ. 14ന്റെ 19 22 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 14ರ 19 20ನೇ ವಾಕ್ಯವನ್ನ ಮನೆಗೆ 14ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 14ನೇ ಅಧ್ಯಾಯ ಮನೆಗೆ ಹೋಗಿ ಓದಿ. ഈ മേഘം ആ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മാറി പുറകിലേക്ക് പോയി. ಈ ಮೇಘವು ಇಸ್ರಾಯೇಲ್ ಜನರ ಮುಂದೆ ಇದ್ದಿದ್ದು ಹಿಂದೆ ಹೋಯಿತು. എന്തിനാണ് പുറകിലേക്ക് പോയത്? ಯಾತಕ್ಕೆ ಹಿಂದೆ ಹೋಯಿತು? പുറകിൽ നിന്ന് പറവോനും കൂട്ടരും വരുന്നുണ്ട്. ಹಿಂದೆ ಫರೋನನ ಗುಂಪು ಬರ್ತಾ ಇದೆ. എന്തിനാണ് അവർ വരുന്നത്? ಯಾತಕ್ಕೋಸ್ಕರ ಬರುತ್ತಿರುವುದು? ഇവരുടെ കയ്യിലുള്ള സമ്പത്ത് കൊള്ളയടിച്ചിട്ട് ಅಂದ್ರೆ ಇವರ ಕೈಯಲ್ಲಿರುವ ಸಂಪತ್ತು ಕೊಲ್ಲೆ ಹೊಡೆದು വീണ്ടും ഇവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകാൻ വരികയാണ്. ಮತ್ತೆ ಇವರನ್ನ ದಾಸರವರಾಗಿ ಮಾಡುವುದಕ್ಕೆ ಬರ್ತಾ ಇದ್ದಾರೆ. കഴിഞ്ഞ നാളുകളിൽ ഞാനും നീയും ആയിരുന്ന അടിമനുഖത്തിന്റെ പിടിയിൽ നിന്നും ನೀನು ನಾನು ಗುಲಾಮತನದಲ್ಲಿ ಇದ್ದಂತ ದಾಸತ್ವದಲ್ಲಿದ್ದ വിടുവിക്കപ്പെട്ടു പോന്നിട്ടും ಅಂದ್ರೆ ಬಿಡುಗಡೆ ಆಗಿಯೂ വീണ്ടും അത് പുറകെ വരുന്നുണ്ട്. ಮತ್ತೆ ಹಿಂದೆ ಹಿಂದಿರುಗಿ ಬರುತ್ತಾ ಇದೆ. അവൻ പറയുകയാണ്, ಆತನು ಹೇಳುತ್ತಾನೆ, ഞാൻ പിടിക്കും, ನಾನು ಹಿಡಿದುಕೊಳ್ಳುತ್ತೇನೆ, ഞാൻ കൊള്ള പങ്കിടും, ನಾನು ಅದನ್ನ കൊള്ള പങ്കിടും, ನಾನು ಕೊಳ್ಳೆಯನ್ನು ಹೊಡಿತೇನೆ എന്ന് പറഞ്ഞവൻ പുറകെ വരികയാണ്. ಹಿಂದೆ ಬರುತ್ತಿದ್ದಾನೆ. അതുകൊണ്ടാണ് അത് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ಅದಕ್ಕೆ ಪೌಲನಿಗೆ ಹೇಳ್ತಾನೆ, സ്വാതന്ത്ര്യത്തിനായിട്ട് ಸ್ವಾತಂತ್ರ್ಯಕ್ಕಾಗಿ ക്രിസ്തു നമ്മെ ಕ್ರಿಸ್ತ ನಮ್ಮನ್ನ സ്വതന്ത്രമാക്കി ಸ್ವತಂತ್ರ ಮಾಡಿದನು. ആകയാൽ ಅದಕ್ಕೋಸ್ಕರ ಹಾಗೆ അതിൽ ഉറച്ചു നിൽപ്പി, ಅದರಲ್ಲಿ ಸ್ಥಿರವಾಗಿರಿ. പിന്നെയും ಮತ್ತೆ അടിമനുഖത്തിൽ ದಾಸತ್ವದ ನೊಗದಲ್ಲಿ കുടുങ്ങിപ്പോകരുത്, ನೀವು ಸಿಕ್ಕಿಕೊಳ್ಳಬೇಡಿ. പല അന്ധമായ അനുഭവങ്ങളിലേക്ക് പോകരുത്, ಹಳೆಯ ಅನುಭವಕ್ಕೆ ಹೋಗಬೇಡಿ. പല അധമ ജീവിതത്തിലേക്ക് പോകരുത്, ಆ ಹಳೆಯ ದಾಸತ್ವ ಜೀವಿತಕ್ಕೆ ಹೋಗಬೇಡಿ. ആ പഴയ പാപ ജീവിതത്തിലേക്ക് പോകരുത്. ಹಳೆಯ ಪಾಪದ ಜೀವಿತಕ್ಕೆ ಹೋಗಬೇಡಿ. യേശുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുക, ಯೇಸುವಿನ ಸ್ವತಂತ್ರದಲ್ಲಿ ನಿಲ್ಲಿರಿ. ആ സ്വാതന്ത്ര്യത്തെ മുറുകെ പിടിക്കുക, ಆ ಸ್ವತಂತ್ರವನ್ನ ಬಿಗಿಯಾಗಿ ಹಿಡಿದುಕೊಳ್ಳಿರಿ. അതിനായി സമർപ്പിക്കുക. ಅದಕ್ಕಾಗಿ ಸಮರ್ಪಣೆ ಮಾಡಿರಿ. ഫറവോൻ പുറകിൽ വരികയാണ്, ಫರೋನನು ಹಿಂದೆ ಬರುತ್ತಿದ್ದಾನೆ, പിടിക്കാൻ വരികയാണ്. ಹಿಡಿಯುವುದಕ್ಕೆ ಬರ್ತಾ ഈ ಇದ್ದಾನೆ. മേഘം മുൻപിൽ നിന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നേരെ പുറകിലേക്ക് പോയി. ಈ ಮೇಘವು ಇಸ್ರಾಯೇಲರ ಮುಂದೆ ಇದ್ದಿದ್ದು ಹಿಂದಗಡೆ ಬಂದಿತು. എന്നിട്ട് അവിടെ വചനം ഇങ്ങനെ പറയുന്നു, ವಾಕ್ಯ ಹೀಗೆ ಹೇಳುತ್ತದೆ, അത് ഫറവോനും ഇസ്രായേൽയർക്ക് ആ മേഘം അന്ധകാരമായി മാറി. ಆ ಮೇಘವು ಅದು ಅವರಿಗೆ ಫರೋನ ಸೈನಿಕ ಅಂಧಕಾರವಾಯಿತು. ഇസ്രായേൽ മക്കൾക്ക് ആ മേഘം വെളിച്ചമായി മാറി. ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ಅದು ಬೆಳಕಾಯಿತು. ശത്രുവിന് അന്ധകാരമായത് ಶತ್ರುವಿಗೆ ಅಂಧಕಾರವಾಯಿತು. ദൈവജനത്തിന് പ്രകാശമായി മാറി. ದೇವರ ಜನರಿಗೆ ಅದು ಪ್ರಕಾಶವಾಯಿತು. പിശാചിന്റെ ശക്തികളെ തകർക്കാൻ, ಆ ಸೈತಾನನ ಶಕ್ತಿಗಳನ್ನು അതിന്റെ ಮುರಿದ ശക്തിയെ തടയാൻ ಆ ಶಕ್ತಿಯನ್ನು ತಡೆಯುವುದಕ್ಕೆ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ನಿನಗೋಸ್ಕರ ಇಳಿದು ಬರುವ ದೇವರ ಸಾನ್ನಿಧ್ಯ. ശത്രുവിനെ തടഞ്ഞു നിർത്തി ಅದರ ಶತ್ರುವನ್ನ ತಡೆ ಹಿಡಿದರು. നിന്നെ മുൻപോട്ട് നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. ನಿನ್ನನ್ನು ಮುಂದೆ ನಡೆಸುವ ದೇವರ ಸಾನ್ನಿಧ್ಯ. കരമടിച്ച് സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಹಿಡಿದು ಸ್ತೋತ್ರ ಮಾಡೋಣ. ഈ വിഷയം വേഗത്തിൽ എനിക്ക് തീർക്കണം. ಈ ವಿಷಯವನ್ನ ಬೇಗನೆ ನಿಲ್ಲಿಸಬೇಕು. അനേക ദൂതുകളുണ്ട്, ಅನೇಕ ಸಂದೇಶಗಳಿದೆ. അതെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ಅದೆಲ್ಲ ಹೇಳುವುದಕ್ಕೆ ಬಯಸ್ತಾ ഈ ಇಲ್ಲ. മേഘത്തെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ കഴിയും, ಈ ಮೇಘವು ಈ ಕಡೆ ಬರುವಾಗ പഴയ ಕಾಣುತ್ತದೆ. നിയമ പുസ്തകങ്ങളിൽ കാണാൻ കഴിയും, ಅಂದ್ರೆ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಕಾಣುವುದಕ್ಕೆ ಆಗುತ್ತೆ. ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം, അങ്ങനെ അതെ പല പുസ്തകങ്ങളിൽ ഈ മേഘത്തെ നമുക്ക് കാണാൻ കഴിയും. ಯಾಜಕ ಕಾಂಡ, ಧರ್ಮೋಪದೇಶ ಕಾಂಡ, ಈ ಮೇಘಗಳನ್ನ ಈ ಪುಸ್ತಕದಲ್ಲಿ ഒരിക്കൽ ഈ ಕಾಣಬಹುದು. മേഘം ആലയത്തിനകത്തേക്ക് ഇറങ്ങി വന്നപ്പോ ಒಮ್ಮೆ ಈ ಮೇಘವು ಆಲಯದಲ್ಲಿ ಇಳಿದು ಬರುವಾಗ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. ಅಂದ್ರೆ ಯಾಜಕರಿಗೆ ಸೇವೆ ಮಾಡೋದಕ್ಕೆ ಆಗಲಿಲ್ಲ. പുരോഹിതന്മാർ ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ആ മേഘം ശെക്കേനയായി അവിടെ വ്യാപരിച്ചു. ಆದ್ರೆ ಆ ಯಾಜಕರಿಗೆ ಸೇವೆ ಮಾಡದಾದ ಶೆಕೆನ್ಯ ಮಧ್ಯದಲ್ಲಿ ಇಳಿತು. അങ്ങനെ ಆ ಮೇಘം ഇങ്ങനെ വരികയാണ്. ಹಾಗೆ ಮೇಘವು ಬರುತ್ತಾ ಇದೆ. വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. ಬೇಗನೆ ಒಂದು ವಾಕ್ಯ ಓದೋಣ. ഒന്ന് രാജാക്കന്മാർ, ಒಂದು ಅರಸುಗಳು, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം, ಒಂದು ಅರಸುಗಳ ಪುಸ್ತಕ, അതിന്റെ ಅದರ 18-ാം അധ്യായം 18ನೇ ಅಧ್ಯಾಯ 44-ാമത്തെ വാക്യം. 18ನೇ ಅಧ್ಯಾಯ 44. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ಅಲ್ಲಿ ಹೀಗೆ ಓದುತ್ತೇವೆ, 7-ാം പ്രാവശ്യമോ 7ನೇ ಸಾರಿ അവൻ ಸೇವಕನು ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 7ನೇ ಸಾರಿ ಸೇವಕನು ಅಂಗೈಷ್ಟು ಚಿಕ್ಕದಾದ ಮೋಡವು ಸಮುದ್ರದಿಂದ ಏರಿ ಬರುತ್ತಲಿದೆ ಎಂದು ತಿಳಿಸಿದನು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അത് ഈ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ಈ ಭಾಗವು ವ್ಯಕ್ತವಾಗಿ ಗೊತ್ತು. ഏലിയാവ് യാഗം കഴിച്ച് ಏಲಿನ ಯಜ್ಞವನ್ನು ಮಾಡಿ യാഗപീഠത്തിലേക്ക് തീ ഇറങ്ങി ಯಜ್ಞಪೀಠದ ಮೇಲೆ ಬೆಂಕಿಳಿದು ദഹിക്കപ്പെടുന്നു.
ದಹಿಸಲ್ಪಟ್ಟಿತು. അതിനു മുമ്പുള്ള സംഭവം, ಅದರ ಮುಂದಿರುವ ಸಂಭವ, ആഹാബിന്റെ കൊട്ടാരത്തിനകത്തേക്ക് ഏലിയ ഓടിക്കയറി ചെല്ലുന്നു. ಅಹಾಬನ ಅರಮನೆಗೆ ಏಲಿಯನು ಹೋಗಿದ್ದನು. ആഹാബിനോട് ഏലിയ പറയുകയാണ്, ಅಹಾಬನೊಂದಿಗೆ ದೇವರು ಹೇಳ್ತಾನೆ, ഞാൻ ಏಲಿಯನು, സേവിച്ചു നിൽക്കുന്ന ನಾನು ಸೇವಿಸಿರುವ യഹോവയാണ്, ಯೆಹೋವನು, ഞാൻ പറഞ്ഞല്ലാതെ ನಾನು ಹೇಳದೆ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ಇಲ್ಲಿ ಆತನು ಮಳೆಗಳು ಇಬ್ಬನಿಗಳು ಬರೋದಿಲ್ಲ. ആഹാബ് ഇസ്രായേലിനായിരുന്നു. ಆ ಇಸ್ರಾಯೇಲ್ ಅರಸನಾಗಿದ್ದ എന്ന ಅಹಾಬನು, ജാതീയ സ്ത്രീയായ ഇസബേലിനെ അവൻ കല്യാണം കഴിച്ച് ಆತನ ಅನ್ಯ ಜನಾಂಗದ ಜನರನ್ನ ಮದುವೆಯಾಗಿ ഇസബേലിന്റെ ആരാധനയിലേക്ക് പോയി. ಇಸಬೆಲ್ ಆರಾಧನೆಗೆ ಹೋದನು. ഇസബേലിന്റെ ദൈവമായ ബാലിനെ ആരാധിക്കാൻ തുടങ്ങി. ಅಂದ್ರೆ ಇಸಬೆಲ್ ನನ್ನ ದೇವರಾಗಿ ಆರಾಧನೆ ಮಾಡಿದನು. ആഹാബ് ബാലിന്റെ പുറകെ പോയി. ಅಹಾಬನು ಆತನ ಹಿಂದೆ ಹೋದನು. അന്ന് അവിടെ ഒരു വിശ്വാസമുണ്ട്. ಅಲ್ಲಿ ಒಂದು ನಂಬಿಕೆ ಇದೆ. അവിടുത്തെ വിശ്വാസം ഇങ്ങനെയാണ്, ಅವರ ನಂಬಿಕೆ ಹೀಗೆ, മഴ പെയ്ക്കുന്നത് ബാലാണ്, ಅಂದ್ರೆ ಮಳೆಯನ್ನು ಬರಿಸುವುದು. അതിനെതിരെയാണ് അത് ഏലിയാവ് സംസാരിക്കുന്നത്. ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಎಲಿಯನು ಮಾತನಾಡಿದನು. നീ സേവിക്കുന്ന ബാലല്ല മഴ പെയ്ക്കുന്നത്, ನೀನು ಸೇವಿಸುವಂತ ದೇವರಲ್ಲ ಮಳೆ ಬರಿಸುವುದು, ഞാൻ സേവിക്കുന്ന യഹോവയാണ് മഴ പെയ്ക്കുന്നതെന്ന് ನಾನು ಸೇವಿಸುವಂತ ಯೆಹೋವನು ಮಳೆ ಬರುತ್ತಾನೆ തെളിയിച്ചു പറയുകയാണ്. ಅಂದ್ರೆ ಸ್ಪಷ್ಟವಾಗಿ ಹೇಳ್ತಾನೆ. ഞാൻ പറഞ്ഞല്ലാതെ ನಾನು ಹೇಳದೆ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ಮಳೆಗಳು ಬರುವುದಿಲ್ಲ. ആകാശത്തിന്റെ കിളിവാതികൾ അടഞ്ഞുപോയി. ಆಕಾಶದ ದ್ವಾರಗಳು ಮುಚ್ಚಲ್ಪಟ್ಟಿತು. ഏലിയാവ് പറഞ്ഞ പോലെ സംഭവിച്ചു. ಎಲಿಯನು ಹೇಳಿದಾಗೆ ಸಂಭವಿಸಿತು. ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ಎಲಿಯನೊಂದಿಗೆ ದೇವರು ഇനി ಹೇಳ್ತಾನೆ, നീ ഇവിടെ നിൽക്കണ്ട, ಇಲ್ಲಿ ನಿಲ್ಲಬೇಡ, വേഗം വിട്ടു ಬೇಗನೆ ಹೋಗು, കെരീത്ത് തോട്ടിലേക്ക് പൊക്കൂ. ಕೆರೀತದ ಹಳ್ಳಕ್ಕೆ ಹೋಗು, അവിടെ ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ಅಲ್ಲಿ ನಿನಗಾಗಿ ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ದೇನೆ. ഏലിയാവ് പോയി ദൂത് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനോടല്ല, ಅಂದ್ರೆ ಎಲಿಯನ್ನು ಸಂದೇಶವನ್ನು ಕೊಡುವುದು ಸಾಧಾರಣ ಮನುಷ್ಯ, അവിടുത്തെ രാജാവിനോടാണ്, ಅಲ್ಲಿನ ಅರಸನೊಂದಿಗೆ, അവിടുത്തെ പ്രധാനപ്പെട്ട ആളോടാണ്. ಅಲ್ಲಿನ ಪ್ರಧಾನಪಟ್ಟಂತ അത് ವ್ಯಕ್ತಿ. പറയാൻ അവൻ ഭയപ്പെട്ടില്ല. ಅದು ಹೇಳುವುದಕ್ಕೆ ಭಯಪಡಲಿಲ್ಲ. ദൈവം കൊടുത്ത ആലോചന പറയാൻ ഏലിയാവ് ഭയപ്പെട്ടില്ല. ದೇವರು ಕೊಟ್ಟಂತ ಆಲೋಚನೆ ಹೇಳುವುದಕ್ಕೆ ಎಲಿಯನ್ನು ಭಯಪಡಲಿಲ್ಲ. ഉള്ള ആലോചന അതുപോലെ പറഞ്ഞു. ಆದ್ರೆ ಇರುವಂತಹ ಸಂದೇಶವನ್ನೆಲ್ಲ ಹಾಗೆ ಹೇಳಿದನು. ഞാൻ സാധാരണ ഇങ്ങനെ പറയും, ಸಾಧಾರಣ ಹೀಗೆ ಹೇಳ್ತೇನೆ, ഞങ്ങളുടെ നാട്ടിൽ ഒരു സഭയിൽ ഒരു പാസ്റ്റർക്ക് 3 വർഷമാണ് ഇരിക്കാൻ കഴിയുക. ಇವರ ಊರಿನಲ್ಲಿ ಒಂದು ಪಾಸ್ಟ್ಗೆ 3 ವರ್ಷ ಮಾತ್ರ ಆ ಸಭೆಯಲ್ಲಿ ಇರೋದಕ್ಕೆ. 3 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ആകും. ಅಂದ್ರೆ 3 ವರ್ಷ ಆದ್ಮೇಲೆ ಟ್ರಾನ್ಸ್ಫರ್. ആ സഭയിലെ വലിയ മൂപ്പന്മാര് അച്ഛന്മാരൊക്കെ ഉണ്ട്. ಅಂದ್ರೆ ಆ ಸಭೆಯಲ್ಲಿ ಇರುವಂತ ಹಿರಿಯರೆಲ್ಲರೂ ಇದ್ದಾರೆ. അവരെയൊക്കെ പ്രസാദിപ്പിച്ചു പോയില്ലെങ്കിൽ, ಅವರನ್ನ ಮೆಚ್ಚಿಸದೆ ಹೋದ್ರೆ, അവരെയൊക്കെ സന്തോഷിപ്പിച്ചു പോയില്ലെങ്കിൽ, ಅವರಿಗೆ ಸಮಾನವಾಗಿ ಹೋಗದಿದ್ರೆ 3 വർഷമല്ല 1 വർഷം ആകുമ്പോഴേ ട്രാൻസ്ഫർ ആകും. 3 ವರ್ಷ ಅಲ್ಲ, ಒಂದೇ ವರ್ಷದಲ್ಲಿ ಟ್ರಾನ್ಸ್ಫರ್ ಮಾಡ್ಬಿಡ್ತಾರೆ. അതുകൊണ്ട് പേടിച്ച് ഒരുവിധപ്പെട്ട ഉപദേശം ദൂതുവൊന്നും പാസ്റ്റർമാർ പറയാറില്ല. ಅದಕ್ಕೋಸ್ಕರ ಹೆದರಿಕೆ ಆಗಿ ಅವರಿಗೆ ಹೇಳಬೇಕಾದಂತ ಸಂದೇಶವನ್ನ ಪ್ರವಾದನೆಯನ್ನ ನುಡಿಯಲ್ಲ. കാരണം ഉള്ളത് പറഞ്ഞാൽ ಟ್ರಾನ್ಸ್ಫರ್ ആയി പോകും. ಯಾಕಂದ್ರೆ ಇರೋದನ್ನ ಹೇಳ್ಬಿಟ್ರೆ ಟ್ರಾನ್ಸ್ಫರ್ ಆಗ್ಬಿಡ್ತಾರೆ. എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് നല്ലൊരു ദൂത് ഉള്ളതുപോലെ പറഞ്ഞപ്പം ಎಲಿಯನು ಇರುವಂತ ಸಂದೇಶವನ್ನು ಹೇಳಿದಾಗ പുള്ളിക്ക് ട്രാൻസ്ഫർ ആയി. ತಕ್ಷಣ ಟ್ರಾನ್ಸ್ಫರ್ പുള്ളി ಆಗಿ, പറഞ്ഞു, ഇവിടെ നിൽക്കണ, നീ പൊക്കോ. ನೀನು ಇಲ್ಲಿರ್ಬೇಡ, ಹೋಗು. ഹല്ലേലൂയ. ഏലിയ ഉള്ള ദൂത് ഉള്ളതുപോലെ പറഞ്ഞാൽ അന്ന് തന്നെ ട്രാൻസ്ഫർ കിട്ടും. ಅಂದ್ರೆ ಎಲಿಯನು ಇರೋದನ್ನ ಹೇಳಿದಾಗ ಅವತ್ತೇ ಟ್ರಾನ್ಸ್ಫರ್ ಆಯ್ತು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ಸಾಧಾರಣ ಹೀಗೆ ಹೇಳ್ತೇನೆ. ഞാനിപ്പോ ഇരിക്കുന്ന കൊല്ലം ചർച്ചിൽ ಈಗ ಇರುವಂತ ಕೊಲ್ಲಂ ಚರ್ಚಿನಲ್ಲಿ ഞാനിത് 6ാമത്തെ വർഷമാണ് ഇരിക്കുന്നത്. 6ನೇ ವರ್ಷ ಇರೋದು. ഇതിനു മുമ്പ് ചേർത്തലയിലാണ്, ആലപ്പുഴയിലാണ് ഇരുന്നത്. ಆಳ್ಪೊಳದಲ್ಲಿ ಇದ್ರು ಇದಕ್ಕಿಂತ ಮುಂಚೆ. അവിടെ ഞാൻ 7 വർഷം ഇരുന്നു. ಅಲ್ಲಿ 7 ವರ್ಷ ಇದ್ದೆ. ഞാൻ ഇങ്ങനെ പറയും, ಈಗ ಹೇಳ್ತೇನೆ, നല്ല ദൂത് ശരിക്കും ഇതുവരെ പറഞ്ഞിട്ടില്ല. ಅಂದ್ರೆ ಸರಿಯಾದಂತ ಸಂದೇಶವನ್ನ ಹೇಳಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉള്ളത് നല്ലപോലെ പറഞ്ഞാൽ പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടും. ಅಂದ್ರೆ ಇರೋದನ್ನ ಬೇಗ ಹೇಳಿದ್ರೆ ಬೇಗ ಟ್ರಾನ್ಸ್ಫರ್ ಸಿಗುತ್ತೆ. ഹല്ലേലൂയ. ഏലിയാവിന് ട്രാൻസ്ഫർ ആയി. ಎಲಿಯನಿಗೆ ಟ್ರಾನ್ಸ್ಫರ್ ಆಯ್ತು. ഈ പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം ಈ ಪಾಸ್ಟರ್ ಅವರ ಸಂಬಂಧ ഈ ಹಾಗೆ, ട്രാൻസ്ഫർ വരുമ്പോൾ ഒരു പ്രശ്നം, ಈ ಟ್ರಾನ್ಸ್ಫರ್ ಬರುವಾಗ ಸಮಸ್ಯೆ അവിടെ ಸ್ಪಾನ್ಸർ ഉണ്ടോ എന്നുള്ളതാണ്. ಅಲ್ಲಿ ಸ್ಪಾನ್ಸರ್ ಸಿಗುತ್ತೋ ಇಲ್ವೋ ಅಂತ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പക്ഷെ ഏലിയാവിനോട് ദൈവം പറഞ്ഞപ്പോൾ ഏലിയാവ് നേരെ അങ്ങ് പോയി. ಅಂದ್ರೆ ಎಲಿಯನೊಂದಿಗೆ ದೇವರು ಹೇಳಿದಾಗ ಎಲಿಯನು ಹೋದ. ഏലിയാവ് അവിടെ ചെന്നു. ಎಲಿಯನು ಅಲ್ಲಿ ಹೋದ. അവിടെ ചെന്നപ്പോൾ ഏലിയാവിന്റെ സ്പോൺസർ പറന്നു വന്ന് നിൽക്കുകയാണ്. ಅಂದ್ರೆ ಅಲ್ಲಿ ಹೋದಾಗ ಎಲಿಯನ ಸ್ಪಾನ್ಸರ್ ಆರಿ ಬಂದಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ദൈവമാണ് നിന്നെ അയക്കുന്നതെങ്കിൽ, ದೇವರು ನಿನ್ನನ್ನ ನಡೆಸುವುದಾದರೆ, ദൈവമാണ് നിന്നോട് പറയുന്നതെങ്കിൽ, ದೇವರು ನಿನ್ನೊಂದಿಗೆ ಹೇಳುವುದಾದ್ರೆ, നിനക്ക് വേണ്ടി കരുതാൻ ദൈവത്തിന് കഴിയും. ನಿನಗೋಸ್ಕರ ಒದಗಿಸುವುದಕ್ಕೆ ದೇವರಿಗೆ ಸಾಧ್ಯ. കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಹೊಡೆದು ಸ್ತೋತ್ರ ಮಾಡೋಣ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. കരಗಳನ್ನು ಎತ್ತಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. സമയം ഏകദേശം അവസാനിച്ചത് കൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് വേഗത്തിൽ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ಅಂದ್ರೆ ಸಮಯವು ಮುಗಿತಾ ಬಂದಿರುವುದರಿಂದ ನಾನು ಬೇಗನೆ ಮುಗಿಸ್ತೇನೆ. ഏലിയാവ് കെരീത്ത് തോട്ടിൽ ചെന്നു. ಎಲಿಯನು ಕೆರೀತ ಹಳ್ಳಕ್ಕೆ അവിടെ ഇരുന്ന് നല്ല ചാപ്പാട്, ಅಲ್ಲಿ ಒಳ್ಳೆ ಊಟ, കാക്ക കറക്റ്റ് സമയത്ത് ആഹാരം കൊണ്ടുവരും, ಕಾಗೆ ಒಳ್ಳೆ ಸಮಯಕ್ಕೆ ತಂದು തോട്ടിൽ വെള്ളം കുടിക്കും. ಅಂದ್ರೆ ನೀರು ಕುಡಿತಾನೆ. ദൂതും പറയണ്ട, ಆಲೋಚನೆ ಹೇಳ್ಬೇಡ, പ്രവചനവും പറയണ്ട, ಪ್ರವಾದನೆ ಹೇಳ್ಬೇಡ, പ്രസംഗിക്കുകയും വേണ്ട, ಪ್ರಸಂಗ ಮಾಡ್ಬೇಡ, ഞായറാഴ്ച കൂട്ടായ്മ വേണ്ട, ಯಾವ ಭಾನುವಾರ ഞായറാഴ്ച ആരാധന വേണ്ട, ಭಾನುವಾರ ಆರಾಧನೆ ಬೇಡ, വെള്ളിയാഴ്ച കൂട്ടായ്മയ്ക്ക് പോകണ്ട, ಬೆಳ್ಳಿವಾರ ഒരു യോഗത്തിനും പോകണ്ട, ಯಾವ ಕೂಟಕ್ಕೆ ಹೋಗ್ಬೇಡ, സ്തോത്രം പറഞ്ഞോണ്ടിരുന്നാ മതി. ಸ್ತೋತ್ರ ಹೇಳ್ತಾ ಇದ್ರೆ തക്ക സമയത്ത് ആഹാരം വരും, ತಕ್ಕ ಸಮಯದಲ್ಲಿ ಆಹಾರ തക്ക ಬರುತ್ತೆ, സമയത്ത് കഴിച്ചാൽ മതി. ತಕ್ಕ ಸಮಯದಲ್ಲಿ ಊಟ ಮಾಡಿದ್ರೆ ಸಾಕು. കുറെ കഴിഞ്ഞപ്പം ദൈവം ആ കാക്കയുടെ വരവ് നിർത്തി. ಆದ್ರೆ ಸ್ವಲ್ಪ ಸಮಯ ಆದಾಗ ಕಾಗೆ ಬರೋದು ನಿಲ್ಲಿಸಿದೆ. കെരീത്ത് തോട്ടിൽ വെള്ളം പറ്റി. ಅಂದ್ರೆ ನೀರು ಈರಿ ಹೋಯಿತು. അപ്പൊ ഏലിയാവ് ദൈവത്തോടും ചോദിച്ചു,
ಎಲಿಯನ್ನು ದೇವರೊಂದಿಗೆ ಕೇಳಿದನು, ദൈവം പറഞ്ഞു നീ സാരാഫത്തിലേക്ക് പോവുക. ನೀನು ಚಾರಾಪ್ತಕ್ಕೆ ಹೋಗು. അവിടെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ಅಲ್ಲಿ ವಿಧವೆಗೆ ಅಪ್ಪಣೆ ಮಾಡಿ. ദേശം മുഴുവൻ മഴ പെയ്യാതിരിക്കുകയാണ്. ದೇಶವೆಲ್ಲ ಮಳೆ ಬರದಿದೆ, ഭയങ്കര ക്ഷാമമാണ്, ಭಯಂಕರ ಬರಗಾಲ, ഭക്ഷണമില്ല, ಆಹಾರ ಇಲ್ಲ, ഒന്നുമില്ലാത്ത അവസ്ഥ. ಏನಿಲ್ಲದ ಸ್ಥಿತಿ. ഈ സാഹചര്യത്തിൽ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ಈ ಸಂದರ್ಭದಲ್ಲಿ ಏಲಿಯನೊಂದಿಗೆ ದೇವರು നീ ಹೇಳ್ತಾನೆ, വിധവയുടെ വീട്ടിൽ പോവുക. ನೀನು ವಿಧವೆ ಮನೆಗೆ ಹೋಗು. വല്ല കാശുള്ളവന്റെ വീട്ടിൽ പോലും ഒന്നുമില്ല. ಅಂದ್ರೆ ಹಣ ಇರೋನ್ ಮನೆಯಲ್ಲೂ ಏನಿಲ್ಲ, പിന്നെ വിധവയുടെ വീട്ടിൽ എന്തോ കാണാനാ? ಮತ್ತೆ ವಿಧವೆ ಮನೆಯಲ್ಲಿ ಏನಿರುತ್ತೆ? ഏലിയാവിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ചോദിക്കും, ಏಲಿಯನ ಸ್ಥಾನದಲ್ಲಿ ನಾನಿದ್ರೆ എന്റെ ಕೇಳ್ತೀನಿ, കർത്താവ് അവിടെ പോയിട്ട് എന്തോ എടുക്കാനാ? ಕರ್ತನೆ ಅಲ್ಲಿ ಹೋಗಿ ಏನ್ ಪ್ರಯೋಜನ? അവിടെ ഒന്നും കാണത്തില്ല. ಅಲ್ಲಿ ಏನು ಸಿಗೋದಿಲ್ಲ. അതുകൊണ്ട് വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ പറ. ಬೇರೆ ಮಾರ್ಗ ಇದ್ರೆ ಹೇಳು. ഏലിയ പറഞ്ഞില്ല. ಏಲಿಯನ್ ಹೇಳಿಲ್ಲ. ഏലിയാവ് ആ വിധവയുടെ വീട്ടിലേക്ക് പോയി. ಏಲಿಯನ ಆ ವಿಧವೆ ಮನೆಗೆ ಹೋದನು. അവിടെ ചെന്നപ്പം വിധവ വിറവിറുക്കുകയാണ്. ಅಲ್ಲಿ ಹೋದಾಗ ವಿಧವೆ ಸೌದೆ ಆರಿಸ್ತಿದ್ದಾಳೆ, വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ಸೌದೆ ಆರಿಸ್ತಿದ್ದಾಳೆ. വിറക് എന്തിനാണ്? ಸೌದೆ ಏನಕ್ಕೆ? വിറക് എന്തിനാണ്? ಸೌದೆ ಏನಕ್ಕೆ? തീ കത്തിക്കാൻ. തീ കത്തിക്കാൻ. ಬೆಂಕಿ ಹತ್ತಿಸಕ್ಕೆ. തീ കത്തിക്കാൻ. ಬೆಂಕಿ ಹತ್ತಿಸಕ್ಕೆ. തീ കത്തിക്കുന്നത് എന്തിനാണ്? ಬೆಂಕಿ ಉರ್ಸೋದು ಏನಕ್ಕೆ? വല്ല ആഹാരം ഉണ്ടാക്കാൻ. ಏನಾದ್ರ ಊಟ ಅಡಿಗೆ ಮಾಡೋದಕ್ಕೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവിനൊരു കാര്യം പിടികിട്ടി, ಏಲಿಯನಿಗೆ ಒಂದು ಅರ್ಥ ಆಯ್ತು. എന്തോ കഴിക്കാനുള്ള വക ആ വീട്ടിലുണ്ട്. ಅಂದ್ರೆ ಏನು ಊಟ ಮಾಡೋದಕ್ಕೆ ಏನು ಭಾಗ ಇದೆ, എന്തോ കഴിക്കാനുള്ള വക വീട്ടിലുണ്ട്. ಅಂದೆ ಏನು ಊಟ ಮಾಡೋದಕ್ಕೆ ಭಾಗವಿದೆ. ഏലിയാവ് അവിടെ ചെന്നിട്ട് ആ സ്ത്രീയോട് വന്ദനം പറഞ്ഞു. ಆ ಏಲಿಯನ್ನು ಆ ಸ್ತ್ರೀಯತಿಗೆ ವಂದನೆ ಹೇಳಿದ. എന്നിട്ട് പറഞ്ഞു, കുടിക്കാൻ അല്പം വെള്ളം വേണം. ಸ್ವಲ್ಪ ಕುಡಿಯಕ್ಕೆ ನೀರು ಬೇಕು. അവള് വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ನೀರು ತೆಗೆಯೋದಕ್ಕೆ ಹೋದಾಗ ഏലിയാവ് അവളെ വിളിച്ചു. ಏಲಿಯನು ಅವಳನ್ನ ಕರೆದ. പോയിട്ട് വരുമ്പം ഒരു അടയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരണം. ಸ್ವಲ್ಪ ಬರುವಾಗ ಏನಾದ್ರೂ ರೊಟ್ಟಿ ತಗಬಾ. ആദ്യം വെള്ളം ചോദിച്ചു, ಸ್ವಲ್ಪ ನೀರು ಕೇಳಿದ್ದು. ഇപ്പം പറയണം ആഹാരം കൊടുക്കണം. ಈಗ ಸ್ವಲ್ಪ ಏನಾದ್ರೂ ಆಹಾರ ಬೇಕು. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ಸಾಧಾರಣ ಈಗ ಹೇಳ್ತೇವೆ. ചില ആളുകൾ ഇങ്ങനെയാണ്, ಕೆಲವರು ಹೀಗೆ കുടിക്കാൻ വെള്ളം ചോദിക്കും, ನೀರು ಕುಡಿಯಕ್ಕೆ ನೀರು ಕೇಳ್ತಾರೆ, പിന്നെ കഴിച്ചോണ്ടേ പോകത്തുള്ളൂ. ಮತ್ತೆ ಊಟ ಮಾಡಿನೇ ಹೋಗೋದವರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ನನಗೆ ಒಬ್ಬ ಸ್ನೇಹಿತರಿದ್ರು. അദ്ദേഹം ഞങ്ങളുടെ ഒരു പാസ്റ്റർ വീട്ടിൽ ചെന്നിട്ട് പറയും, ಒಂದು ಪಾಸ್ಟರ್ ಅವ್ರ ಮನೆಗೆ ಹೋಗಿ ಹೇಳ್ತಾರೆ, പാസ്റ്റർ ആന്റിയോട് പറയും, ಪಾಸ್ಟರ್ ಆಂಟಿಗೆ ಹೇಳ್ತಾರೆ, ആന്റി വല്ലാതെ ദാഹിക്കുന്നു, ಬಹಳ ಬಾಯಾರಿಕೆ ಆಗ್ತಾ ಇದೆ, കഴിക്കാൻ വല്ലതും ഉണ്ടോ? ಅಂದ್ರೆ ಊಟ ತಿನ್ನೋದಕ್ಕೆ ಏನಾದ್ರೂ ಇದೆಯಾ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഒറ്റ ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങൾ നടന്നു. ಒಂದೇ ಪ್ರಶ್ನೆಯಲ್ಲಿ ಎರಡು ಕಾರ್ಯಲ್ಲಿ. എന്ന് പറഞ്ഞാൽ ഏലിയാവ് ഒറ്റയടിക്ക് രണ്ട് കാര്യം പറഞ്ഞു. ಅಂದ್ರೆ ಎಲಿಯನು ಒಂದೇ ಮಾತಿನಲ್ಲಿ ಎರಡು ವಿಷಯಗಳನ್ನ ತಗೊಂಡ. അപ്പൊ ഈ സ്ത്രീ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ്, ಈ ಸ್ತ್ರೀ ತಿರುಗಿ ಹೇಳ್ತಿದ್ದಾಳೆ, ആകപ്പാടെ അല്പം മാവേ ഉള്ളൂ, ಸ್ವಲ್ಪ ಇಟ್ಟೇ ಇದೆ, ഇച്ചിരി ഉള്ളൂ, ಸ್ವಲ್ಪ ಇದೆ, അത് കൊണ്ട് ഒരു അട ഉണ്ടാക്കിയിട്ട് ಅದನ್ನ ಒಂದು ರೊಟ್ಟಿ ಮಾಡಿ ഞാനും മകനും കഴിച്ചിട്ട് ನಾನು ಮಗನು ತಿಂದು മരിക്കാനിരിക്കുകയാണ്. ಸಾಯಕ್ಕಿದ್ದೀವಿ. കരമുയർത്തി സ്തോത്രം ചെയ്യാം, ಕರಗಳನ್ನೇ ಸ್ತೋತ್ರ ಮಾಡ, ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ಶಕ್ತಿಯೊಡನೆ ಹೇಳಿ. ഇങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ಹೀಗೆ ತುಂಬಾ ಜನರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ಈಗ ತುಂಬಾ ಜನರು ಈ ರೀತಿಯಾಗಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ മരിക്കാൻ പോയാലും ಸಾಯಕ್ ಹೋದ್ರು ഉള്ളതും കഴിച്ചോണ്ടേ ജാകത്തുള്ളൂ. ಅಂದ್ರೆ ಇರೋದನ್ನ ತಿಂದೇ ಸಾಯೋದು, ഉള്ളതും കഴിച്ചോണ്ടേ ജാകത്തുള്ളൂ. ಇರೋದನ್ನ ಸೇವಿಸೇ ಸಾಯೋದು. അന്നാ എന്റെ പൊന്ന അമ്മച്ചി, ನನ್ನ ಪ್ರೀತಿಯ ತಾಯಿ, അമ്മച്ചി മരിക്കാൻ പോവല്ലേ, ನೀನು ಸಾಯಕ್ ಹೋಗ್ತೀಯಲ್ಲ, അതാ ഏലിയാവിന് അങ്ങ് കൊടുക്ക. ಅದು ಎಲಿಯನಿಗೆ ಸ್ವಲ್ಪ ಕೊಡು. കൊടുക്കത്തില്ല, ಕೊಡೋದಿಲ್ಲ, അതുകൂടെ തിന്നിട്ടേ ജാകത്തുള്ളൂ. ಅದನ್ನು ತಿಂದೇ ಸಾಯೋದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇങ്ങനെ കൊടുക്കുന്ന കാര്യത്തിൽ മടിയുള്ള ഒത്തിരി ആളുകളുണ്ട്. ಹೀಗೆ ಕೊಡೋದಕ್ಕೆ ಅನೇಕರಿಗೆ ಬೇಸರಿಕೆ ಇರೋರು ಇದ್ದಾರೆ. പെട്ടെന്നൊരു കാര്യം ഞാൻ പറയാം. ಬೇಗ ಒಂದು ಕಾರ್ಯ ಹೇಳ್ತೇನೆ. ഈ നമുക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനും വേണ്ടി കാശ് മുടക്കാൻ ഒരു മടിയില്ല. ಲೋಕದಲ್ಲಿ ಅನೇಕ ವಿಷಯಗಳಿಗಾಗಿ ಹಣ ಕೊಡೋದಕ್ಕೆ ನಮಗೇನು ಬೇಸರ ಇಲ್ಲ. ദൈവിക കാര്യത്തിന് കാശ് മുടക്കാൻ ഭയങ്കര മടിയാണ്. ದೈವಿಕವಾದಂತ ಕಾರ್ಯದಲ್ಲಿ ಕೊಡೋದಕ್ಕೆ ಕಷ್ಟ. നമ്മൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ കാശ് മുടക്കും. ಮನೆಯಲ್ಲಿ ಊಟ ಅಡಿಗೆ ಮಾಡೋದಕ್ಕೆ ಬಹಳ ಹಣ ಖರ್ಚು ಮಾಡ್ತೀವಿ. ഒരാഴ്ചയിൽ ഇറച്ചി വാങ്ങിക്കും, മീൻ വാങ്ങിക്കും, പച്ചക്കറി വാങ്ങിക്കും, എല്ലാം വാങ്ങിക്കും. ಒಂದು ವಾರದಲ್ಲಿ ಮೀನು, ಮಾಂಸ ಮತ್ತೆ ತರಕಾರಿ ಎಲ್ಲ ತಗೊಳ್ತೀವಿ. ഡോക്ടറെ കാണാൻ വേണ്ടി പോകും. ಅಂದ್ರೆ ಡಾಕ್ಟರ್ ಅನ್ನ ನೋಡಕ್ ಹೋಗ್ತೀವಿ. ഡോക്ടർ എത്ര കാശ് ചോദിച്ചാലും നമ്മൾ കൊടുക്കും. ಡಾಕ್ಟರ್ ಎಷ್ಟು ಹಣ ಕೇಳಿದ್ರು ಕೊಡ್ತೀವಿ. പക്ഷെ ഞായറാഴ്ച പള്ളി വന്നു കഴിയുമ്പോൾ ಅಂದ್ರೆ ಭಾನುವಾರ ಚರ್ಚಿಗೆ ಬಂದಾಗ സ്വോത്ര കാഴ്ച ഇടാൻ നേരം ಅಂದ್ರೆ ಕಾಣಿಕೆ ಇಡುವ ಸಮಯ നമ്മളിങ്ങനെ പേഴ്സിനകത്ത് തപ്പും. ಈಗ ಪರ್ಸನ್ನ ಹುಡುಕ್ತಿವಿ. ഏറ്റവും കുറഞ്ഞ ചില്ലറ ഏതാന്ന് നോക്കുക. ಅಂದ್ರೆ ಅಂದ್ರೆ ಅತಿ ಕಡಿಮೆ ಚಿಲ್ಲರೆ ಇರೋದು ಯಾವ್ದಂತ ನೋಡ್ತೀವಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആരും മിണ്ടുന്നില്ല. ಯಾರು ಮಾತಾಡ್ತಿಲ್ವಲ್ಲ ನೀವು? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കരമുയർത്തി സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನೆತ್ತಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ മനസ്സുള്ളവരാകണം. ದೇವರಿಗೆ ಕೊಡುವುದಕ್ಕೆ ಮನಸ್ಸಿರೋರಿಗೆ. പണ്ട് ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ಒಂದು ಕಥೆಯನ್ನ ಹೀಗೆ ಕೇಳಿದ್ದೆ. അമേരിക്കക്കാരനും ಅಮೆರಿಕದವನು, ഇന്ത്യക്കാരനും ಭಾರತದವನು, ജപ്പാൻകാരനും ಜಪಾನ್ನವನು, ഇവർ മൂന്ന് പേരും കൂടെ സംസാരിക്കുക. ಇವರು 3 ಜನ ಮಾತಾಡ್ತಿದ್ದಾರೆ. ഇവർ പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന് കൊടുക്കുന്നത്? ನೀವು ಏನು ದೇವರಿಗಾಗಿ ಕೊಡೋದು? അപ്പൊ അമേരിക്കക്കാരൻ പറഞ്ഞു, ಅಮೆರಿಕದವನು ಹೇಳ್ದ, ഞങ്ങളൊരു വട്ടം വരയ്ക്കും, ഒരു വൃത്തം വരയ്ക്കും. ನಾವೊಂದು ವೃತ್ತವನ್ನ ಮಾಡ್ತೇವೆ. ഒരു വൃത്തം വരച്ചിട്ട് ಒಂದು ವೃತ್ತವನ್ನ ಬರೆದು അതിനകത്ത് കയറി നിൽക്കും. ಅದರ ಮಧ್ಯದಲ್ಲಿ ನಿಲ್ತೇವೆ. എന്നിട്ട് പൈസ എല്ലാം കൂടെ വാരി മോളോട്ട് എറിയും. ಅಂದ್ರೆ ಹಣವನ್ನೆಲ್ಲ ಮೇಲೆ ಚೆಲ್ತೇವೆ. എന്നിട്ട് ഈ വട്ടത്തിനകത്ത് വീഴുന്ന പൈസ എല്ലാം എനിക്കും
ಈ ವೃತ್ತದ ಒಳಗೆ ಬೀಳುವಂತದ್ದು ಹಣ ನನಗೆ, വൃത്തത്തിന്റെ വെളി വീണതെല്ലാം ദൈവത്തിനും കൊടുക്കും. ಅಂದ್ರೆ ವೃತ್ತದ ಹೊರಗೆ ಬೀಳುವುದೆಲ್ಲ ದೇವರಿಗೆ ಕೊಡ್ತೀವಿ. അപ്പൊ ജപ്പാൻ പറഞ്ഞു ഞങ്ങൾ നേരെ തിരിച്ചാന്ന് പറഞ്ഞു. ಆದ್ರ ಜಪಾನವನ್ನು ಅದಕ್ಕೆ ತಿರುಗಿ ಎಂಬುದಾಗಿ, ഞങ്ങൾ വട്ടത്തിനകത്ത് വീഴുന്നത് ദൈവത്തിന് കൊടുക്കും, ಅಂದ್ರೆ ವೃತ್ತದ ಒಳಗೆ ಬೀಳುವಂತದ್ದು ದೇವರಿಗೆ ಕೊಡ್ತೀವಿ, വൃത്തത്തിന് പുറത്ത് വീഴുന്നത് ഞങ്ങൾ എടുക്കും. ವೃತ್ತದ ಹೊರಗೆ ಹಾಕೋದನ್ನ ತಗೊಳ್ತೀವಿ ನಾವು. അപ്പൊ ഇന്ത്യക്കാരനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ಭಾರತ ದೇಶವನ್ನ ಹತ್ರ ಕೇಳಿದ್ರೆ ನೀವು ಹೇಗೆ ಕೊಡೋದು? അപ്പൊ ഇന്ത്യക്കാരൻ പറഞ്ഞു ಭಾರತದವನು ಹೇಳ್ದ, ഞങ്ങൾ വൃത്തമൊന്നും വരയ്ക്കത്തില്ല, ನಾವು ವೃತ್ತ ಏನೋ ಹಾಕಲ್ಲ, ഞങ്ങൾക്ക് വൃത്തം വരയ്ക്കേണ്ട കാര്യമില്ല, ನಮಗೆ ವೃತ್ತ ಆಗಂತ ಕಾರ್ಯವಿಲ್ಲ, അതൊന്നും വരയ്ക്കാറില്ല. ಅದಕ್ಕೋಸ್ಕರ ನಾವು ಬರೆಯೋದಿಲ್ಲ. ഞങ്ങൾ ഈ പൈസ എല്ലാം കൂടെ എടുത്ത് മോളോട്ട് അങ്ങെറിയും. ಈ ಹಣವನ್ನೆಲ್ಲ ತೆಗೆದು ಮೇಲೆ ಹಾಕ್ತಿವಿ. മോളോട്ട് പോകുന്നതെല്ലാം ദൈവത്തിനും താഴോട്ട് വരുന്നതെല്ലാം ഞങ്ങൾക്കും. ಮೇಲೆ ಹೋಗೋದೆಲ್ಲ ದೇವರಿಗೆ, ಕೆಳಗೆ ಬೀಳೋದೆಲ್ಲ ನಮಗೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ನಾವು ಹೀಗೆ ದೇವರಿಗೆ ಕೊಡೋದು, നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ನಾವು ಹೀಗೆ ಕೊಡೋದು. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ಒಂದು ಕಾರ್ಯ ಹೇಳುತ್ತೇನೆ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ನೀವು ಮಾಡಬೇಕಾದದೆಲ್ಲ ದೇವರಿಗಾಗಿ ಮಾಡಿರಿ. യേശു പറഞ്ഞു, ಯೇಸು ഈ ಹೇಳಿದನು, ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തത് ಚಿಕ್ಕವರಲ್ಲಿ ಒಬ್ಬರಿಗೆ ಮಾಡುವುದು നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. ಅದು ನನಗೆ ಮಾಡಿದ್ದೀರಾ. വിശന്നു പോകുന്നവന് നീ ആഹാരം കൊടുത്താൽ, ಹಸಿದವರಿಗೆ ನೀನು ಆಹಾರ ಕೊಟ್ಟರೆ, നീ എറിഞ്ഞത് മേലോട്ടാണ്, ನೀನು ಹಾಕಿದ್ದು ಮೇಲೆ, അത് പോയത് ദൈവത്തിന്റെ അടുക്കലേക്കാണ്. ಅದು ಹೋಗಿದ್ದು ದೇವರ ಹತ್ತಿರ. മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്താൽ, ಬೇರೆಯವರಿಗಾಗಿ ನೀನು ಏನಾದ್ರೂ ಮಾಡಿದರೆ, നീ ചെയ്തത് മുകളിലേക്കാണ്. ನೀನು ಮಾಡಿದ್ದು ಮೇಲೆ. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താൽ, ಮತ್ತೊಬ್ಬರಿಗಾಗಿ ನೀನು ಉಪಕಾರ ಮಾಡಿದರೆ, നീ ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ, ಒಬ್ಬರಿಗೆ ಆಹಾರ ಇಸ್ಕೊಟ್ಟರೆ, ഒരാൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പണം കൊടുത്താൽ, ಒಬ್ಬರಿಗೆ ಔಷಧಿ ತೆಗೆದುಕೊಳ್ಳೋದಕ್ಕೆ ಹಣ ಕೊಟ್ಟರೆ, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ, ಒಂದು ಬಡವನಿಗೆ ಸಹಾಯ ಮಾಡಿದರೆ, ഒരു രോഗിയെ ശുശ്രൂഷിച്ചാൽ, ಒಂದು ರೋಗಿಯ ಸೇವೆ ಮಾಡಿದರೆ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ಮತ್ತೊಬ್ಬರಿಗಾಗಿ ನೀನು ಏನಾದ್ರೂ ಮಾಡಿದರೆ, നീ എറിഞ്ഞത് മുകളിലേക്കാണ്. ನೀನು ಮೇಲೆ ಚೆಲ್ಲಿದ್ದು ಮೇಲೆ, അത് പോയത് ദൈവത്തിന്റെ ಅದು അടുക്കലേക്കാണ്. ದೇವರ ಹತ್ತಿರವಾಯಿತು. നീ നിനക്ക് വേണ്ടി ചെയ്തതല്ല, ನಿನಗಾಗಿ ಮಾಡಿದೆಲ್ಲ എല്ലാം കീഴോട്ടാണ്, ಅದು ಎಲ್ಲ ಕೆಳಗೆ ಬಿತ್ತು, എല്ലാം കീഴോട്ടാണ്. ಎಲ್ಲ ಕೆಳಗೆ. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമാണ് ಮತ್ತೊಬ್ಬರಿಗಾಗಿ ಮಾಡಿದ್ದು ಮಾತ್ರವೇ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നത്. ಅದು ದೇವರ ಹತ್ರ ಸೇರಿತು. നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതല്ല, ನಿನ್ನ ಕುಟುಂಬಕ್ಕಾಗಿ ಮಾಡಿದೆಲ್ಲ മറ്റുള്ള കുടുംബത്തിന് വേണ്ടി ചെയ്തത്. ಅದು ಮತ್ತೊಬ್ಬರ ಕುಟುಂಬಕ್ಕೆ ಮಾಡಿದ್ದು. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തതല്ല, ನಿನ್ನ ತಲೆಮಾರಿಗಾಗಿ ಅಲ್ಲ, മറ്റുള്ളവരുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തത്. ಬೇರೆಯವರ ತಲೆಮಾರಿಗಾಗಿ ಮಾಡಿದ್ದು. നീ ദൈവത്തിനാണ് ചെയ്തത്. ಅದು ದೇವರಿಗಾಗಿ ಮಾಡಿದ್ದು. കരമടിച്ച് സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಹೊಡೆದು ಸ್ತೋತ್ರ ಮಾಡೋಣ. ഒത്തിരി ദൂതുകൾ അതിനകത്തുണ്ട്, ತುಂಬಾ ಸಂದೇಶಗಳು ಅದರಲ್ಲಿ ಇದೆ. അതെല്ലാം ഞാൻ വിട്ടുകളയുകയാണ്. ಅದೆಲ್ಲವನ್ನು ಬಿಡುತ್ತೇನೆ. ഇതിന്റെ കൺക്ലൂഷനിലേക്ക്, അവസാന ഭാഗത്തേക്ക് ನಾನು വരികയാണ്. ಕೊನೆಯ ಮುಕ್ತಾಯ ಭಾಗಕ್ಕೆ ಬರುತ್ತೇನೆ. ആ പ്രവചന പുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ മേഘങ്ങളെ കാണാൻ കഴിയും. ಆ ಪ್ರವಾದನೆ ಪುಸ್ತಕದಲ್ಲಿ ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ಮೇಘಗಳನ್ನು ನೋಡ್ತೇವೆ. ആ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഈ എലിയാവിന്റെ ഭാഗം വായിക്കുമ്പോൾ ಎಲ್ಲಿನ ಭಾಗದಲ್ಲಿ ನೋಡುವಾಗ വന്നത് കൈ പോലെ ഒരു മേഘമാണ്. ಅದು ಅಂದ್ರೆ ಕೈಯಿನ ಹಾಗೆ ಒಂದು ಮೇಘ. അല്പസമയം കഴിഞ്ഞപ്പോൾ ಸ್ವಲ್ಪ ಸಮಯ ಆದಾಗ ഈ ചെറിയ മേഘം ಈ ಚಿಕ್ಕ ಮೇಘವು വലിയതായി മാറി. ಒಂದು ದೊಡ್ಡದಾಗಿ ಮಾರ್ಪಟ್ಟಿತು. ആകാശം മുഴുവനും നിറഞ്ഞു. ಆಕಾಶವೆಲ್ಲವೂ ആ ತುಂಬಿತು. ദേശം മുഴുവനും ഒരു മഴ പെയ്തു. ಆ ದೇಶವೆಲ್ಲವೂ ಮಳೆ ಬಂತು. ദൈവം നിനക്ക് വേണ്ടി തരുന്നത്, ದೇವರು ನಿನಗಾಗಿ ಕೊಡುವುದು, ദൈവം നിന്നെ കാണിക്കുന്നത് ದೇವರು ನಿನಗೆ ತೋರಿಸುವುದು ചെറുതായിരിക്കാം, ಚಿಕ್ಕದಾಗಿರಬಹುದು, ഒരു കൈ പോലെ ഉള്ളായിരിക്കാം, ಅದು ಕೈಯಿನ ಹಾಗೆ ಇರಬಹುದು. എന്നാൽ അതിനെ വലുതാക്കാൻ കഴിയുന്ന, ಅದನ್ನ ದೊಡ್ಡದಾಗಿ ಮಾಡುವುದಕ್ಕೆ, രാജ്യം മുഴുവനും നിറയ്ക്കാൻ കഴിയുന്ന ರಾಜ್ಯವೆಲ್ಲವನ್ನ ತುಂಬಿಸುವುದಕ್ಕಾಗುವುದು. ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ಒಂದು ದೇವರ ಸಾನ್ನಿಧ್ಯ ಇದರ ಒಳಗಿದೆ. ആ ദൈവത്തെ കരമടിച്ച് സ്തുതിക്കാം. ಆ ದೇವರಿಗೆ ಕರಗಳನ್ನು ತೋಡಿದು ಸ್ತೋತ್ರ ಮಾಡು. വേഗത്തിൽ ഞാൻ പുതിയ നിയമത്തിലേക്ക് വരികയാണ്. ಬೇಗನೆ ಹೊಸ ಒಡಂಬಡಿಕೆ ಬರುತ್ತೇನೆ. എടുത്തു വായിക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ತೆಗೆದು ಓದುವುದಕ್ಕೆ ಸಮಯ ಇಲ್ಲದಿರುವುದಿಲ್ಲ. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ನಾನು ಬೇಗನೆ ಓದುತ್ತೇನೆ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, ಮತ್ತಾಯನ ಬರೆದ ಸುವಾರ್ತೆ 17ನೇ ಅಧ್ಯಾಯ ಓದುವಾಗ, മറുരൂപ മലയിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി വന്നു നിൽക്കുന്നു. ರೂಪಾಂತರ ಬೆಟ್ಟದಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನು ತನ್ನ ಶಿಷ್ಯನೊಂದಿಗಿದ್ದಾನೆ. അവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്നു. ಮೋಶೆ ಎಲ್ಲಿನ ಪ್ರತ್ಯಕ್ಷನಾದನು. യേശുവുമായി സംസാരിക്കുന്നു. ಯೇಸುವಿನೊಂದಿಗೆ ಮಾತನಾಡಿದರು. യേശുവിന്റെ വസ്ത്രം വെണ്മയായി തീരുന്നു. ಯೇಸುವಿನ ವಸ್ತ್ರವು ರೂಪ ಬೆಳ್ಳಗಿತ್ತು. അപ്പോൾ അവിടെ വചനം ഇങ്ങനെ വായിക്കുന്നു. ಅಲ್ಲಿ ವಾಕ್ಯ ಹೀಗೆ ಹೇಳುತ್ತದೆ. 17:5 17:5 ഇങ്ങനെ പറയുന്നു, ಹೀಗೆ ಹೇಳುತ್ತೇವೆ, ഒരു പ്രകാശമുള്ള മേഘം. ಒಂದು ಪ್ರಕಾಶವುಳ್ಳ ಮೋಡವು, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ಒಂದು ಕಾಂತಿಯುಳ್ಳ ಮೋಡವು. യേശുവിന്റെ വസ്ത്രം വെണ്മയായി തീർന്ന സമയത്ത് ಯೇಸುವಿನ ವಸ್ತ್ರವು ಬೆಳ್ಳಗೆ ಆದಾಗ അവിടേക്ക് ഒരു പ്രകാശമുള്ള മേഘം ഇറങ്ങി വന്നു. ಅಲ್ಲಿ ಕಾಂತಿಯುಳ್ಳ ಮೋಡವು ಕವಿಯಿತು. വിശുദ്ധി വെളിപ്പെടുന്ന ഇടത്ത് ಅಂದರೆ ಪರಿಶುದ್ಧ ಪ್ರಸಿದ್ಧಪಡುವ ಸ್ಥಳ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿತದೆ. വെളിച്ചമായത് ഇറങ്ങി വരും. ಬೆಳಕಾಗಿ ಇಳಿದು ಬರುತ್ತದೆ. തേജസ്സായത് ഇറങ്ങി വരും. ತೇಜಸ್ಸು ಇಳಿದು ಬರುತ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഞാനത് വിശദീകരിക്കുന്നില്ല. ಇದನ್ನು ನಾನು ವಿಸ್ತರಣೆ ಮಾಡುವುದಿಲ್ಲ. പ്രകാശമുള്ള മേഘം,
ಅಂದ್ರೆ ಕಾಂತಿ ಉಳ್ಳ ಮೋಡವು. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ಆತನು ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ നിങ്ങൾ ಕೊಟ್ಟನು. നോക്കിക്കേ, ನೋಡಿರಿ, ആ മരുഭൂമിയിൽ കൽപ്പിച്ചാക്കിയ മേഘം ಆ ಮರುಭೂಮಿಯಲ್ಲಿ ಅಪ್ಪಣೆ ಕೊಟ್ಟಂತ ಮೇಘ പഴയ നിയമ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് ಹಳೆ ಒಡಂಬಡಿಕೆ ಕಾಲದಲ್ಲಿ ಸಂಚರಿಸಿ ഏലിയാവിന്റെ കാലത്തും അത് വെളിപ്പെട്ടു വന്നു. ಅದು ಎಲಿಯನ ಕಾಲದಲ್ಲಿ ಅದು ಪ್ರಕಟವಾಯಿತು. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും വെളിപ്പെട്ടു വന്നു. ಪ್ರವಾದಿಯ ಕಾಲಗಳಲ್ಲಿ ಪ್ರಕಟವಾಯಿತು. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ಮತ್ತೆ ಈ ಕಡೆ ಬಂದಾಗ ഇതാ യേശു ക്രിസ്തു ജീവിക്കുന്ന കാലഘട്ടത്തിലും ആ മേഘം വെളിപ്പെടുകയാണ്. ಯೇಸು ಕ್ರಿಸ್ತನು ಜೀವಿಸಿದ ಕಾಲದಲ್ಲಿ ಆ ಮೇಘವು ಪ್ರಕಟವಾಯಿತು. ഇപ്പോഴും ആ മേഘം മാറിപ്പോയിട്ടില്ല. ಈಗಲೂ ಆ ಮೇಘವು ಬಿಟ್ಟು ಹೋಗಲಿಲ್ಲ. ദൈവം കൽപ്പിച്ചാക്കിയ മേഘം, ದೇವರ ಅಪ್ಪಣೆ ಕೊಟ್ಟಂತ ಮೇಘ, ദൈവത്തിന്റെ കൽപ്പന ഏറ്റെടുത്ത് ದೇವರ ಅಪ್ಪಣೆಯನ್ನು ಸ್ವೀಕರಿಸಿ ഇപ്പോഴും അനുസരിക്കുകയാണ്. ಈಗಲೂ ಅನುಸರಿಸ್ತಾ ಇದೆ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും, ಅನೇಕ ವರ್ಷಗಳು ಕಳೆದು, 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, 1000 ವರ್ಷಗಳು ಕಳೆದರು, അതെ 4000 വർഷം പിന്നിട്ടിട്ടു 4 ವರ್ಷಗಳು ಕಳೆದರು, ആ മേഘം സഞ്ചരിക്കുകയാണ്. ಆ ಮೇಘವು ആ ಸಂಚರಿಸ್ತಾ ಇದೆ. മേഘം അനുസരിക്കുകയാണ്. ಆ ಮೇಘವು ಅನುಸರಿಸ್ತಾ ಇದೆ. കാരണം മേഘത്തോട് ദൈവം കൽപ്പിച്ചു. ಕಾರಣ ಮೇಘದೊಂದಿಗೆ ದೇವರು ಅಪ್ಪಣೆ ಕೊಟ್ಟನು. ആ മേഘം യേശുവിന്റെ അടുക്കൽ ഇറങ്ങി വന്നു. ಆ ಮೇಘವು ಯೇಸುವಿನ ಹತ್ರ ಬಂತು. അതുകൊണ്ട് തീർന്നില്ല. ಅದಕ್ಕೊಂದು ಮುಗಿಲಿಲ್ಲ. യേശു ಕ್ರಿസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ಯೇಸು ಕ್ರಿಸ್ತನು ಸತ್ತು ಉಣ್ಣಲ್ಪಟ್ಟು ಪುನರುತ್ಥಾನ ಹೊಂದಿ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ಸ್ವರ್ಗಾರೋಹಣ ಮಾಡುವಾಗ ഗലീലയിൽ അതെ ആ ശിഷ്യന്മാർ വന്ന് നിൽക്കുകയാണ്. ಗಲೀಲಯದಲ್ಲಿ ಆ ಶಿಷ್ಯರು ಬರುತ್ತಾ ಇದ್ದಾರೆ. യേശു ഉയരത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു. ಯೇಸು ಉನ್ನತ ಸ್ಥಳದಲ್ಲಿ ಸ್ವರ್ಗಾರೋಹಣ ಮಾಡಿ, വചനം ഇങ്ങനെ വായിക്കുന്നു, ವಾಕ್ಯ ಹೀಗೆ ಓದುತ್ತೇವೆ. അങ്ങനെ യേശു ഉയരത്തിലേക്ക് പോയി ಯೇಸು ಎತ್ತರದಲ್ಲಿ ಹೋದಾಗ ഒരു മേഘത്തിൽ മറഞ്ഞു. ಒಂದು ಮೇಘದಲ್ಲಿ ಮರೆಯಾದನು. ഒരു മേഘത്തിൽ മറഞ്ഞു. ಒಂದು ಮೇಘದಲ್ಲಿ ಮರೆಯಾದನು. അവിടെയും ആ മേഘത്തെ നമുക്ക് കാണാം. ಅಲ್ಲಿ ಕೂಡ ಆ ಮೇಘವನ್ನು ನೋಡುತ್ತೇವೆ. ആ മേഘത്തിന് താഴെ 2 മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടിട്ട് ಆ ಮೇಘದಲ್ಲಿ ಅವರು ಪ್ರತ್ಯಕ್ಷರಾಗಿ മാലാഖമാർ ഇങ്ങനെ പറയുന്നു, ಅವರು ತಾಯಿಯವರಿಗೆ ಹೇಳ್ತಾರೆ, ദൂതന്മാർ ഇങ്ങനെ പറയുന്നു, ದೂತರು ಹೇಳ್ತಾರೆ, അല്ലയോ ഗലീലിയ പുരുഷന്മാരെ, ಅಲ್ಲೋ ಗಲೀಲಾಯದ ಪುರುಷರೇ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? ನೀವು ಆಕಾಶದಲ್ಲಿ ನೋಡುವಂತದ್ದು ಏನು? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ನಿಮ್ಮನ್ನ ಬಿಟ್ಟು ಸ್ವರ್ಗಾರೋಹಣವಾದ ಯೇಸು പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും. ಹೋಗಿದಾಗೆ ತಿರುಗಿ ಬರುತ್ತಾಳೆ. അവൻ മേഘത്തിൽ പോയതുപോലെ ಆತನ ಮೇಘದಲ್ಲಿ ಹೋದಾಗೆ അവൻ മേഘത്തിൽ മടങ്ങി വരും. ಮೇಘದಲ್ಲಿ ತಿರುಗಿ ಬರುತ್ತಾಳೆ. യേശു മടങ്ങി വരാറായി. ಯೇಸು ತಿರುಗಿ ಬರುವುದಕ್ಕೆ ಸಾಧ್ಯ. യേശു മേഘത്തിൽ മടങ്ങി വരും. ಯೇಸು ಮೇಘದಲ್ಲಿ ತಿರುಗಿ ಬರುತ್ತಾಳೆ. അവർ മേഘത്തിലേക്ക് കയറിപ്പോയി. ಆತನ ಮೇಘಕ್ಕೆ ಏರಿ ಹೋದನು. യേശുവിന്റെ ഉയർപ്പ് അത് സ്വർഗാരോഹണത്തിലും ആ മേഘമുണ്ടായിരുന്നു. ಯೇಸುವಿನ ಸ್ವರ್ಗಾರೋಹಣದಲ್ಲಿ ಮೇಘವಿತ್ತು. യേശു ശുശ്രൂഷിച്ചപ്പോൾ മറുരൂപ മലയിലും ആ മേഘമുണ്ടായിരുന്നു. ಯೇಸು ಸೇವೆ ಮಾಡಿದಾಗ ರೂಪಾಂತರ ಬೆಟ್ಟದಲ್ಲಿ ಆ ಮೇಘ ಇತ್ತು. ഇസ്രായേൽ മക്കളുടെ വഴി യാത്രകളിൽ ആ മേഘമുണ്ടായിരുന്നു. ಇಸ್ರಾಯೇಲರ ಪ್ರಯಾಣದಲ್ಲಿ ಮೇಘವಿತ್ತು. ആ മേഘം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ಆ ಮೇಘವು ಹೀಗೆ ಸಂಚರಿಸ್ತಾ ಇದೆ. ആ മേഘം ഇങ്ങനെ യാത്ര ಆ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ಮೇಘವು ಹೀಗೆ ಪ್ರಯಾಣ ಮಾಡುತ್ತಾ ಇದೆ. പൗലോസ് പറയുന്നു, ಪೌಲನು ಹೇಳುತ್ತಾನೆ, ഇപ്പോഴും ആ മേഘമുണ്ട്. ಈಗಲೂ ಆ ಮೇಘವಿದೆ. ആ മേഘം ഇപ്പോഴും ഉണ്ട്. ಆ ಮೇಘವು ಈಗಲಿದೆ. 1 തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിಕ 4:16 വാക്യം, 4-ാം അധ്യായം 4ನೇ ಅಧ್ಯಾಯ 16 വാക്യം. 16ನೇ ವಾಕ್ಯ അതിങ്ങനെ വായിക്കുന്നു, ಹೀಗೆ ಓದುತ್ತೇವೆ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും ಕರ್ತನು ತಾನೇ ಆಜ್ಞಾಘೋಷದೊಡನೆಯೂ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ಪ್ರಧಾನ ದೂತನ ಶಬ್ದದೊಡನೆಯೂ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ದೇವರ ತುತ್ತೂರಿಯೊಡನೆಯೂ സ്വർഗത്തിൽ നിറങ്ങി വരികയും ಆಕಾಶದಿಂದ ಇಳಿದು ಬರುವನು. ക്രിസ്തുവിൽ മരിച്ചവർ ಆಗ ಕ್ರಿಸ್ತನಲ್ಲಿ ಇರುವ ಸತ್ತವರು മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ಮೊದಲು ಎದ್ದು ಬರುವರು ചെയ്യും. ಮಾಡುತ್ತಾರೆ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ಆಮೇಲೆ ಜೀವದಿಂದ ಇಳಿದಿರುವ നാം അവരോട് ನಾವು ಅಂತರಿಕ್ಷದಲ್ಲಿ ആകാശത്തിൽ ಆಕಾಶದಲ್ಲಿ കർത്താവിനെ എതിരേൽക്കുവാൻ ಕರ್ತನನ್ನು ಎದುರುಗೊಳ್ಳುವುದಕ್ಕಾಗಿ മേഘങ്ങളിൽ എടുക്കപ്പെടും. ಅವರ ಸಂಗಡಲೇ ಮೇಘವಾಹನರಾಗಿ ಪಕ್ಕನೆ ಒಯ್ಯಲ್ಪಡುವೆ. മേഘങ്ങളിൽ എടുക്കപ്പെടും. ಮೇಘವಾಹನರಾಗಿ ಪಕ್ಕನೆ ಒಯ್ಯಲ್ಪಡುವೆವು. പൗലോസ് പറയുന്നു, ആ മേഘം അവസാനിച്ചിട്ടില്ല. ಆ ಪೌಲನು ಹೇಳ್ತಾನೆ, ಆ ಮೇಘವು ಕೊನೆಯಾಗಲಿಲ್ಲ. ആ മേഘം അവസാനിച്ചിട്ടില്ല. ಆ ಮೇಘವು ಕೊನೆಯಾಗಲಿಲ್ಲ. ആ മേഘത്തോട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. ಆ ಮೇಘದೊಂದಿಗೆ ದೇವರ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. ആ മേഘം നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. ಆ ಮೇಘವು ನಮ್ಮ ತಲೆ ಮೇಲಿದೆ. ഇപ്പോൾ ഇവിടെ ഈ ദേശത്തിന് മുകളിൽ ആ മേഘമുണ്ട്. ಈ ದೇಶದ ಮೇಲೆ ಇದೆ ಮೇಘವು. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ಆ ಮೇಘಗಳಿಗೆ ಆತನು ಅಪ್ಪಣೆ ಕೊಟ್ಟನು. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ಆ ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. അവൻ എന്താ കൽപ്പിച്ചതെന്നറിയാമോ? ಆತನು ಏನು ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ದು? അവൻ മേഘത്തോട് എന്താ ಆ കൽപ്പിച്ചതെന്നറിയാമോ? ಮೇಘಗಳಿಗೆ ಏನು ಅಪ್ಪಣೆ ಕೊಟ್ಟನು? എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ಎಲ್ಲರೂ ಒಂದು ನಿಮಿಷ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ಒಂದು ನಿಮಿಷ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. അവൻ മേഘത്തോട് കൽപ്പിച്ചത് എന്താണെന്ന് പറയാൻ പോവുകയാണ്. ಆ ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ದು ಏನಂತ ಹೇಳ್ತೇನೆ. അവൻ മേഘത്തോട് കൽപ്പിച്ചത് എന്താണെന്ന് പറയാൻ ಆ പോവുകയാണ്. ಮೇಘಗಳಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟಿದ್ದು ಏನಂತ ಹೇಳ್ತೇನೆ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ಈ ಶಬ್ದವನ್ನು ಕೇಳುತ್ತಿರುವ ಎಲ್ಲರೊಂದಿಗೆ ಹೇಳುತ್ತೇನೆ, ആ മേഘം നിങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ട്. ಆ ಮೇಘವು ನಿಮ್ಮ ತಲೆಯ ಮೇಲಿದೆ. ആ മേഘത്തോട് ദൈവം കൽപ്പിച്ചു. ಆ ಮೇಘದೊಂದಿಗೆ ದೇವರ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. കർണാടകയിൽ
ಕರ್ನಾಟಕದಲ್ಲಿ, ഉടുപ്പിയിൽ, ಉಡುಪಿಯಲ್ಲಿ, ശങ്കരപുരത്ത്, ಶಂಕರಪುರದಲ್ಲಿ, യേശുപുര എന്ന് പറയുന്ന സ്ഥലത്ത്, ಯೇಸುಪುರ ಎಂಬ സ്ഥಳದಲ್ಲಿ, DGM ബെഥേൽ എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. DGM ಬೆಥೆಲ್ ಎಂಬ ಚರ್ಚ್ ಇದೆ. അവിടെ കുറെ ദൈവമക്കളുണ്ട്. ಅಲ್ಲಿ ಸ್ವಲ್ಪ ದೇವರ ಮಕ್ಕಳಿದ್ದಾರೆ. അവരെന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ಅಲ್ಲಿ ಆರಾಧನೆ ಮಾಡುತ್ತಿದ್ದಾರೆ. അവരെന്നെ കാത്തിരിക്കുകയാണ്. ಅವರು ಕಾಯ್ತಾ ಇದ್ದಾರೆ. ഞാൻ ആകാശത്തിൽ മേഘങ്ങളിൽ വരുമ്പോൾ ಆಕಾಶದಲ್ಲಿ ಮೇಘಗಳು ಬರುವಾಗ അവരെ എതിരേൽപ്പാൻ ಅವರನ್ನ ಎದುರುಗೊಳ್ಳುವುದಕ್ಕೆ നിന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ನಿನಗೆ ಒಂದು ಜವಾಬ್ದಾರಿ ಒಪ್ಪಿಸುತ್ತೇನೆ. ദൈവത്തോട് പറഞ്ഞു, ಮೇಘದೊಂದಿಗೆ ಅಪ್ಪಣೆ ಕೊಟ್ಟನು. ആ ജനത്തെ ಆ ಜನರನ್ನು പറന്നുയർന്നു വരുമ്പോൾ, ಆತನು ತಿರುಗಿ ಬರುವಾಗ, കാഹളം ധരിക്കുമ്പോൾ, ಅದು ತುತ್ತೂರಿ ಶಬ್ದ ಕೇಳುವಾಗ അവർ പറന്നുയരുമ്പോൾ, ಅವರು ಹಾರಿ ಬರುತ್ತಾರೆ. മേഘമേ ಮೇಘವೇ, നീ അവരെ സ്വീകരിക്കുക. ನೀನು ಅವರನ್ನ ಸ್ವೀಕರಿಸು. ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, ಈ ಶಬ್ದವನ್ನ ಕೇಳುವವರೇ, നിങ്ങളുടെ തലയ്ക്ക് മുകളിലോ മേഘമുണ്ട്. ನಿನ್ನ ತಲೆಯ ಮೇಲೆ ಒಂದು ಮೇಘವಿದೆ. നിങ്ങളുടെ മുകളിലോ മേഘം നിൽപ്പുണ്ട്. ನಿನ್ನ ಮೇಲೆ ಒಂದು ಮೇಘವಿದೆ. ആ മേഘം റെഡിയാണ്. ಆ ಮೇಘವು ಮಾರ್ಗವಾಗಿದೆ. ആ മേഘം തയ്യാറായി നിൽക്കുകയാണ്. ಆ ಮೇಘವು ತಯಾರಾಗಿದೆ. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರೋ? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರೋ? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರೋ? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರೋ? മേഘം റെഡിയാണ്. ಮೇಘವು ಸಿದ್ಧವಾಗಿದೆ. നിങ്ങൾ റെഡിയാണോ? ನೀವು ರೆಡಿ ಆಗಿದ್ದೀರೋ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള സമയമാണ്. ಇಲ್ಲದಿದ್ದರೆ ആ മേഘത്തിലേക്ക് പോകാൻ ನೀವು ಮೇಘಕ್ಕೆ ಹೋಗುವುದಕ್ಕೆ നിങ്ങളെ സമർപ്പിക്കാനുള്ള സമയമാണ്. ನಿಮ್ಮನ್ನ ಸಮರ್ಪಣೆ ಮಾಡುವ ಸಮಯ. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ അവസാന ദിവസമാണോ എന്നറിയില്ല. ಒಂದು ವೇಳೆ ನಿನ್ನ ದಿನವು ಕೊನೆಯ ದಿನ ಎಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. ഇനി നിങ്ങൾ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല. ಇನ್ನು ಬದುಕುತ್ತೀರೋ ಎಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. ഇനി നമുക്ക് എന്തുമാത്രം ആയുഷുണ്ടെന്നറിയില്ല. ಇನ್ನು ಎಷ್ಟು ಆಯುಷ್ಯ ಎಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. അതുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ಅದಕ್ಕಾಗಿ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಸಮರ್ಪಿಸಿ. കർത്താവേ, ಕರ್ತನೇ, ആ മേഘത്തിന്റെ അകത്തേക്ക് പറന്നുയരാൻ, ಆ ಮೇಘದ ಒಳಗೆ ನಾನು ಆರಿ ಹೋಗುವುದಕ್ಕೆ, നിന്റെ കാഹളം ധരിക്കുമ്പോൾ ನಿನ್ನ ತುತ್ತೂರಿಯ ಶಬ್ದ ಕೇಳುವಾಗ ആ മേഘത്തിലേക്ക് പറന്നുയരാൻ ಆ ಮೇಘದಲ್ಲಿ ಹಾರಿ ಬರುವುದಕ್ಕೆ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ನನ್ನನ್ನೇ ಸಮರ್ಪಿಸ್ತೇನೆ. ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ನನ್ನನ್ನೇ ಸಮರ್ಪಿಸ್ತೇನೆ. ഓ, യേശുവിന്റെ വരവിൽ ಯೇಸುವಿನ ಬರೋಣದಲ್ಲಿ എടുക്കപ്പെടുവാൻ ನಾನು ಎತ್ತಲ್ಪಡುವುದಕ್ಕೆ എന്നെ സമർപ്പിക്കുകയാണ്. ನನ್ನನ್ನೇ ಸಮರ್ಪಿಸ್ತೇನೆ. അതിന്റെ തടസ്സങ്ങളെല്ലാം മാറ്റി ಆ ಅಡಚಣೆಗಳೆಲ್ಲ ನೀಗಿಸಿ, പാപ ജീവിതത്തെ ഉപേക്ഷിച്ച് ಪಾಪದ ಜೀವಿತವನ್ನ ಬಿಟ್ಟು, തെറ്റായ വഴികളെ വിട്ട് ಕೆಟ್ಟ ಮಾರ್ಗಗಳನ್ನು ಬಿಟ್ಟು ഞാൻ യേശുവിലേക്ക് എന്നെ സമർപ്പിക്കുകയാണ്. ನಾನು ಯೇಸುವಿಗೆ ಸಮರ್ಪಿಸ್ತೇನೆ. യേശുവേ, ಯೇಸುವೇ, യേശുവേ, ಯೇಸುವೇ, നിന്റെ വരവിനായി ನಿನ್ನ ಬರೋಣಕ್ಕಾಗಿ എന്നെ സമർപ്പിക്കുകയാണ്. ನನ್ನನ್ನೇ ಸಮರ್ಪಿಸ್ತೇನೆ. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ಆ ದೇವರ ಹಸ್ತಕ್ಕೆ ಒಪ್ಪಿಸೋಣ. ഈ വചനങ്ങളാൽ ಈ ವಾಕ್ಯದಿಂದ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. അവൻ മീതെ ಆತನ ಮೇಘಗಳಿಗೆ മേഘങ്ങളോട് കൽപ്പിച്ചു. ಅಪ್ಪಣೆ ಕೊಟ್ಟನು. ആ കൽപ്പന, ಆ ಅಪ್ಪಣೆ മേഘം അനുസരിച്ചു. ಮೇಘ ಅನುಸರಿಸಿ ഇപ്പോഴും തയ്യാറായി നിൽക്കുന്നു. ಇವತ್ತು ಸಿದ್ಧವಾಗಿದೆ. നമുക്കൊരുങ്ങാം. ನಾವು ಸಿದ್ಧರಾಗಿರೋಣ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ಈ ವಾಕ್ಯದಿಂದ ದೇವರು ಆಶೀರ್ವದಿಸಿ.